ഡിവിഷൻ്റെ പ്രസിഡന്റ് സഖാവ് ബാഹുലേട്ടനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ മുൻ എക്സൈസ് തൊഴിൽ വകുപ്പ് മന്ത്രി, ഇപ്പോൾ പേരാമ്പ്ര മണ്ഡലത്തിലെ MLA, CITUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് TP രാമകൃഷ്ണേട്ടനെ ഏറെ സ്നേഹത്തോടു കൂടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. I invite Comrade K. Venugopal, former General Secretary of All India Insurance Employees Association, who has come all along from Hyderabad to give his keynote address and inaugurate tomorrow's convention against public sector attack by government policies. I invite Comrade Venugopal to the stage. നമ്മുടെ ഒരാളായിട്ടുള്ള ഓൾ ഇന്ത്യ ഇൻഷുറൻസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് കുഞ്ഞിഷേട്ടനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് സഖാവ് PP കൃഷ്ണൻ, ദീർഘകാലം നമ്മുടെ സംഘടന നയിച്ച വ്യക്തിത്വം, സോണൽ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് സഖാവ് PP കൃഷ്ണനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. I invite Comrade RK Gopinath, Joint Secretary, South Zone Insurance Employees Federation, to the stage. I invite Comrade Shiva Subramaniam, Treasurer of South Zone Insurance Employees Federation, to the stage. I invite Comrade KKC Pillai, Joint Secretary of All India Insurance Pensioners Association and General Secretary of LIC Pensioners Association, Kozhikode Division, onto the stage. നമ്മുടെ സീനിയർ ഡിവിഷണൽ മാനേജേഴ്സ് അജീഷ് സാറ് അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹം എത്തിച്ചേരുമ്പോൾ നമ്മുടെ സമ്മേളനത്തിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നതാണ്. FSCTOയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് ഷജീഷ് എത്തിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഷജീഷ് എത്തിയിട്ടുണ്ട്. ഷജീഷിനെ നമ്മുടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് കോൺഫെഡറേഷൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് ജൈനേന്ദ്രകുമാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജില്ലാ പ്രസിഡന്റ് സഖാവ് മോഹനെ ക്ഷണിക്കുന്നു. BSNL എംപ്ലോയീസ് യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് PP സന്തോഷ് കുമാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കേരള സ്റ്റേറ്റ് ജനറൽ ഇൻഷുറൻസ് എംപ്ലോയീസ് യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് KK പുരുഷോത്തമനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഈ സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സഖാവ് പ്രസിഡന്റ് സഖാവ് ബാഹുലേട്ടനോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ള സഖാക്കളെ, സംഘടനയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു ദിനമാണ്, കഴിഞ്ഞൊരു വർഷക്കാലമാണ് കടന്നുപോയിട്ടുള്ളത്. സംഘടന 1973 ഏപ്രിൽ 7 കോഴിക്കോട് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഒരുപാട് വൈതരണികളെ തരണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഏറെ തടസ്സങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു, ഏറെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അതൊക്കെ മറികടന്നുകൊണ്ട് വിജയകരമായി ഈ സ്ഥാപനത്തെ അത് നേരിട്ട എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് മുന്നോട്ട് പോകുന്ന വിധത്തിൽ സംരക്ഷിച്ചു നിർത്തുന്നതിന് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ സംഘടന ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഈ സ്ഥാപനത്തിലെ പ്രവർത്തനമാണ്. അത് നമ്മുടെ പ്രവർത്തന പരിധിയിൽ കോഴിക്കോട് ഡിവിഷനിലെ ഏറ്റവും കൃത്യതയോടുകൂടി ഏറ്റെടുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ, 50 വർഷം പൂർത്തീകരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 2022 ഏപ്രിൽ 7 സഖാവ് അമാനുള്ള ഖാൻ അന്ന് നിലനിന്നിരുന്ന നിയന്ത്രണങ്ങൾ, കോവിഡിൻ്റേതായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ നിലനിന്നിരുന്നതുകൊണ്ട് നമുക്ക് ഓൺലൈനിലൂടെയാണ് നമ്മുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി ഏറ്റെടുത്തിട്ടുണ്ട്. സംഘടന ശക്തിപ്പെടുത്തുന്നതിന്, സംഘടനയിലെ അംഗങ്ങളുടെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിന്, സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒക്കെ ഉതകുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം ഏറ്റെടുത്തിട്ടുണ്ട്. അതൊന്നും ഇവിടെ നിരത്തി അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 51ാം വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ഈ മുഹൂർത്തത്തിൽ 51ാം വാർഷിക സമ്മേളനത്തിൽ അണിനിരക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കൂടുതൽ വലിയ ഉത്തരവാദിത്തങ്ങൾ വന്ന് ഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് 56 രൂപീകരിക്കപ്പെട്ട ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ നേടി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ
രാജ്യത്തെ ഏറ്റവും വലിയ ധനകാര്യമായി വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന അവസരത്തിൽ രാജ്യത്തെ ഇൻഷുറൻസ് പരിരക്ഷ വാങ്ങുന്നതിന് കെൽപ്പുള്ള മുഴുവൻ ആളുകളിലേക്കും ഇൻഷുറൻസ് പരിരക്ഷ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ലോകത്തിലേക്ക് തന്നെ ഏറ്റവും മികച്ച പൊതുമേഖല എന്ന ഖ്യാതി നേടിക്കൊണ്ട് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് കഴിഞ്ഞ വർഷം നമ്മുടെ സ്ഥാപനത്തിൻ്റെ സ്വകാര്യവൽക്കരണം ലക്ഷ്യം വെച്ച് നീങ്ങുന്ന കേന്ദ്ര സർക്കാർ നടപടികളുടെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ആദ്യ നടപടിയായിട്ടുള്ള IPO LICയുടെ IPO 3.5% ഓഹരി വിറ്റുകൊണ്ട് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ളത്. വലിയ ക്യാമ്പയിൻ അതിനെതിരെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇനിയും നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. മുൻപ് പ്രഖ്യാപിച്ചിരുന്ന വലിയ തോതിലുള്ള ഓഹരി വിൽപ്പനയിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെ പിന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മുടെ ക്യാമ്പയിനുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഓഹരി വിൽപ്പനയ്ക്ക് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അതിനെ തടയിട്ടുകൊണ്ട് ജനങ്ങളെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനോടൊപ്പം അണിനിരത്തിക്കൊണ്ട് നമുക്ക് കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ മുന്നിൽ രാജ്യത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. ജനങ്ങളെ തൊഴിലാളികളെ ഒത്തൊരുമിച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് നേരെ സംഘടിക്കാനുള്ള അവകാശങ്ങൾക്ക് നേരെ ഉയരുന്ന വെല്ലുവിളികളെ ഒക്കെ നെഞ്ച് ഏറ്റെടുത്തുകൊണ്ട് അതിനെ മറികടക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ഏറ്റെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഈ സമ്മേളനത്തിൽ ആലോചിക്കേണ്ടതുണ്ട്, തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്, അതിൻ്റെ പ്രവർത്തന ഘട്ടത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. എൻ്റെ കൂടുതൽ നീട്ടാതെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ 51ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേള, നമ്മുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്ന ഈ അവസരം, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് നമ്മോടൊപ്പം ഇന്നിവിടെ സമയത്ത് തന്നെ എത്തി ഹാജരായിട്ടുള്ളത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ദീർഘകാലം കോഴിക്കോട് പൊതുമേഖലാ ഇൻഷുറൻസ് സംരക്ഷണ സമിതിയുടെ കൺവീനറായി ദീർഘകാലം ഇൻഷുറൻസ് വ്യവസായത്തിന് നേരെ വന്ന വെല്ലുവിളികളെ ഏറ്റെടുത്ത് അതിനെ നേരിട്ട് മറികടന്ന് മുന്നോട്ട് പോകുന്നതിന് നമുക്ക് ആത്മവിശ്വാസവും പോരാട്ടവീര്യവും പകർന്നു തന്ന, പിന്നീട് കഴിഞ്ഞ 1ാം LDF പിണറായി ഗവൺമെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സൈസിൻ്റെയും തൊഴിൽ വകുപ്പിൻ്റെയും ചുമതല നിർവഹിച്ച, ഇപ്പോൾ CITUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്ന പേരാമ്പ്രയിലെ ജനപ്രതിനിധി MLA ആയിട്ടുള്ള സഖാവ് TP രാമകൃഷ്ണേട്ടനെയാണ്. TP രാമകൃഷ്ണേട്ടനെ ഏറെ സന്തോഷത്തോടുകൂടി ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Comrade K. Venugopal has come all the way from Hyderabad to give his keynote address. Not only to give his keynote address to this inaugural function, but also to inaugurate the state-level convention that is going to be held tomorrow in the same venue. We are conducting 2 programs in connection with our Golden Jubilee celebrations. That among them, one is the tomorrow's state-level convention. All the 4 divisions will be attending tomorrow's state-level convention. Comrade Venugopal will be inaugurating that convention as well. I invite wholeheartedly Comrade K. Venugopal to this inaugural function. All India Insurance Pensioners Association General Secretary Sakao കുഞ്ഞിഷ്ണേട്ടൻ നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ചില വ്യക്തിപരമായിട്ടുള്ള അസൗകര്യങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. എന്നാലും ആ അസൗകര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് എത്തിച്ചേരാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള മറ്റ് ചില ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ സന്തോഷത്തോടുകൂടി സഖാവ് കുഞ്ഞിഷ്ണേട്ടനെ നമ്മുടെ ഈ ഉദ്ഘാടന സദസ്സിലേക്ക് സ്വാഗതം ചെയ്യാം. സഖാവ് PP കൃഷ്ണൻ നമ്മളിലൊരാളാണ്. പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്ന ഔപചാരികതയിലേക്ക് പോകേണ്ടതില്ലെങ്കിൽ കൂടി ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ്, സോണൽ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് സഖാവ് PP കൃഷ്ണനെ നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോണൽ ഫെഡറേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് 3 ഭാരവാഹികൾ എത്തിച്ചേരുന്നു അറിയിച്ചിട്ടുണ്ട്. സഖാവ് ഗോപിനാഥ് RK ഗോപിനാഥ് ജോയിന്റ് സെക്രട്ടറി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവ് ശിവസുബ്രഹ്മണ്യം ട്രഷററും എത്തിച്ചേർന്നിട്ടുണ്ട്. 2 പേരെയും സുപരിചിതരാണ്, നേരത്തെയുള്ള നിരവധി സമ്മേളനങ്ങളിലൂടെ പങ്കെടുത്തിട്ടുണ്ട്. 2 പേരെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യാം. സംസ്ഥാനത്ത് നിന്നുള്ള
സോണൽ ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡന്റ് സഖാവ് ആർ പ്രീതി ഇന്ന് എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്നതാണ്. പക്ഷേ ചില വ്യക്തിപരമായിട്ടുള്ള പ്രയാസങ്ങൾ വന്നതുകൊണ്ട് നാളെയും മറ്റന്നാളും സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. സഖാവ് പ്രീതിക്ക് അതുകൊണ്ട് ഇന്ന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ സീനിയർ ഡിവിഷണൽ മാനേജർ അജീഷ് സാറ് 11 മണിയോടുകൂടി നമ്മുടെ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന് ആശംസകൾ അർപ്പിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹം ഇന്നിവിടെ എത്തിച്ചേരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. നമ്മോടൊപ്പം നമ്മുടെ സഹോദര സംഘടനാ പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരുടെ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് ഷജീഷ് നമ്മോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരുടെ ഐക്യദാർഢ്യം രേഖപ്പെടുത്തിക്കൊണ്ട് എത്തിച്ചേരാറിലാണ്. സഖാവ് സജീഷിനെ ഈ ഉദ്ഘാടന സമ്മേളന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേന്ദ്ര ഗവൺമെൻറ് കോൺഫെഡറേഷൻ്റെ ജില്ലാ നേതാവ് ആർ ജൈനേന്ദ്രകുമാർ എത്തിച്ചേർന്നുണ്ട്. സഖാവ് ജൈനേന്ദ്രകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതാവ് സഖാവ് എം മോഹൻ, അവരുടെ ജില്ലാ പ്രസിഡന്റ് മോഹൻ എത്തിച്ചേർന്നുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. BSNL എംപ്ലോയീസ് യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ജില്ലാ സെക്രട്ടറി സഖാവ് സന്തോഷിനെ സ്വാഗതം ചെയ്യുന്നു. LIC പെൻഷനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ഡിവിഷൻ്റെ ജനറൽ സെക്രട്ടറി, ഓൾ ഇന്ത്യ ഇൻഷുറൻസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് KKC പിള്ളയെ സ്വാഗതം ചെയ്യുന്നു. ഈ കേരള സ്റ്റേറ്റ് ജനറൽ ഇൻഷുറൻസ് എംപ്ലോയീസ് യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ജില്ലാ സെക്രട്ടറി സഖാവ് പുരുഷോത്തമനുണ്ട്. സഖാവ് പുരുഷോത്തമനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 26 ബേസ് യൂണിറ്റുകളിൽ നിന്നുള്ള സഖാക്കൾ എത്തിച്ചേർന്നുണ്ട്. നമ്മുടെ അംഗങ്ങൾ മാത്രമല്ല 26 ബേസ് യൂണിറ്റുകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റ് ഇതര വിഭാഗം ജീവനക്കാരുണ്ട്. ക്ലാസ് 1 ജീവനക്കാരുണ്ട്, ക്ലാസ് 2 ജീവനക്കാരുണ്ട്, താൽക്കാലിക ജീവനക്കാരുണ്ട്, ഏജന്റ് സുഹൃത്തുക്കളുണ്ട്. ഈ സംഘടനയെ ഇത്ര കരുത്തറ്റതാക്കി വളർത്തിയെടുത്ത, ഇന്നലെകളിൽ ഈ സംഘടനയെ നയിച്ച, ഈ സ്ഥാപനത്തെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനെ ഇങ്ങനെ കരുത്തുറ്റതാക്കി വളർത്തിയെടുത്ത ഇന്നലെകളുടെ നമ്മുടെ സഖാക്കൾ, നമ്മുടെ പെൻഷനർ സഖാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപാട് മാധ്യമ പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ ഈ ഉദ്ഘാടന വേദിയിലേക്ക്, നമ്മുടെ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സഖാവ് ബാഹുലേട്ടൻ, നമ്മുടെ ഡിവിഷണൽ പ്രസിഡന്റ് സഖാവ് ബാഹുലേട്ടനോട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ 51ാമത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഖാവ് TP രാമകൃഷ്ണൻ, ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ മുൻ ജനറൽ സെക്രട്ടറി സഖാവ് K വേണുഗോപാൽ, സഖാവ് കുഞ്ഞേഷ്ണേട്ടൻ, സഖാവ് കൃഷ്ണൻ, വേദിയിലുള്ള SNDIF-ൻ്റെ നേതാക്കളെ, നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള വർഗ ബഹുജന സംഘടനാ നേതാക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരന്മാരെ, 50 വർഷത്തെ സാർത്ഥകമായ പ്രവർത്തനം പൂർത്തീകരിച്ചുകൊണ്ട് 51ാമത് വർഷത്തിലേക്ക് നമ്മുടെ സംഘടന കടക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം നമുക്കൊക്കെ തന്നെ അറിയുന്നത് പോലെ നമ്മുടെ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ വർഷമായിരുന്നു. ഈ 5 ജില്ലകൾ ഉൾപ്പെടുന്ന നമ്മുടെ ഡിവിഷനിൽ, കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളിലും സംഘടനയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടാണ് നമ്മൾ 51ാം വാർഷിക സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യം വളരെ മോശമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തൊഴിലാളി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പോലും അസാധ്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നത് നമ്മളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു തൊഴിലാളി സംഘടനക്ക് മറ്റൊരു തൊഴിലാളി സംഘടന സാമ്പത്തിക സഹായം നൽകി എന്നതിൻ്റെ പേരിൽ ഒരു തൊഴിലാളി സംഘടനയുടെ അംഗീകാരം റദ്ദാക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ രാജ്യത്ത് ഭരണാധികാരികൾ പോയത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏതൊക്കെ രീതിയിൽ വിമർശനങ്ങളെ യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തിൻ്റെ മുമ്പിലാണ് നമ്മളൊക്കെ തന്നെ നിൽക്കുന്നത് എന്ന് കാണേണ്ടതുണ്ട്. പ്രതിഷേധിക്കാനും വിമർശിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ ഭരണഘടനയാണ്. ആ ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള ഒരവകാശങ്ങളെയും അനുവദിക്കില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ നാട് ഭരിക്കുന്നവരുടെ പ്രഖ്യാപിച്ചിട്ടുള്ള അവരുടെ പ്രവർത്തന രീതി. ഈ രീതിയിലൊരു സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭരണകൂടത്തിന് കീഴിൽ നിന്നാണ് നമ്മളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയൊരു സാഹചര്യമാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ്. എന്ന് വെച്ച് ഈ രാജ്യത്ത് ഇന്ന് തൊഴിലാളികളൊക്കെ തന്നെ ഇത്തരം അടിച്ചമർത്തലുകളെ മറികടന്നുകൊണ്ടല്ലാതെ മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള കൃത്യമായ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനവും അനുവദിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതിൻ്റെ പ്രഖ്യാപനങ്ങളായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഓരോ തൊഴിലാളി സംഘടനയുടെയും സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷുറൻസ് മേഖലയിൽ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം
100% സർക്കാർ ഉടമസ്ഥതയിലായിരുന്ന ഒരു സ്ഥാപനത്തിൻ്റെ 3.5% പോലും അത്രയും ഓഹരി വിറ്റുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ 100% ഉടമസ്ഥാവകാശം സർക്കാർ കഴിയൊഴിഞ്ഞിരിക്കുകയാണ്. എന്നു മാത്രമല്ല, സ്വകാര്യ കമ്പനികളോട് പ്രവർത്തിക്കാൻ വരുന്ന സമയത്ത് LICയെ ഞെരുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇന്ന് സ്വകാര്യ കമ്പനികൾക്ക് അനുകൂലമായിട്ട് അവരുടെ പ്രവർത്തനം ഇവിടെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അന്ന് പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളിൽ നിന്നും പുറകോട്ട് പോകാൻ വേണ്ടി സർക്കാർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. LICയെ പരമാവധി ഞെരുക്കുകയും സ്വകാര്യ കമ്പനികളെ അവർക്ക് ഇന്നുപോലെ മുന്നോട്ട് വരാൻ കഴിയാതിരുന്നൊരു സാഹചര്യത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ LICയിലെ സംഘടനാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ നമ്മൾ നടത്തുന്ന പോരാട്ടത്തിന് അതിന് കൃത്യമായി തന്നെ മുന്നേറാൻ കഴിയണമെങ്കിൽ ഈ രാജ്യത്തെ ജനാധിപത്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നും നമ്മൾ കാണുന്നു. ആ രീതിയിൽ ഇന്നും നാളെയും മറ്റന്നാളുമായി ഇവിടെ നടക്കുന്ന നമ്മുടെ 51ാമത് വാർഷിക സമ്മേളനം വളരെ കൃത്യമായ രീതിയിൽ നമ്മുടെ ഇന്നത്തെ വിഷയം, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ മുന്നിലേക്ക് വെക്കും. വളരെ കൃത്യമായ ഇടപെടലുകൾ നമ്മുടെ അംഗങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാവും. ആ രീതിയിൽ വളരെ കൃത്യമായ ചർച്ചകൾക്ക് ശേഷം നമ്മുടെ ഭാവി പരിപാടികൾ രൂപപ്പെടുത്തിക്കൊണ്ട് മറ്റന്നാൾ നമ്മൾ ഇവിടെ നിന്ന് പിരിയുകയാണ് ചെയ്യുക. ഞാൻ അധ്യക്ഷൻ എന്ന രീതിയിൽ വളരെ നീണ്ടൊരു സംസാരത്തിന് തുനിയുന്നില്ല. നമുക്കൊക്കെ തന്നെ അറിയാം, സഖാവ് TP നമുക്ക് ഇവിടെ ബിജു പറഞ്ഞതുപോലെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരുപക്ഷെ ഞാനൊക്കെ LICയിൽ വരുന്ന കാലം മുതലേ തന്നെ വളരെ കൃത്യമായ പിന്തുണയുമായി ഇവിടെ ഉണ്ടായിരുന്നുള്ള നേതാവാണ് സഖാവ് TP. നമ്മുടെ എത്രയോ സമ്മേളനങ്ങൾ മന്ത്രിയായ സമയത്തുൾപ്പെടെ സഖാവ് ഉദ്ഘാടനം ചെയ്ത് നമുക്കൊക്കെ തന്നെ അറിയാം. സഖാവിനെ തന്നെ ഈ 50ാം വാർഷികം അവസാനിക്കുന്ന ഈ 51ാമത് സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്യാൻ ലഭിച്ചത് നമുക്കൊക്കെ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഈ 51ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സഖാവ് TP രാമകൃഷ്ണനോട് അഭ്യർത്ഥിക്കുകയാണ്. സഖാക്കളെ, LIC എംപ്ലോയീസ് യൂണിയൻ്റെ 51ാം വാർഷിക സമ്മേളനം ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നാം പിന്നിട്ടിട്ടുള്ള ഈ വർഷങ്ങളെല്ലാം പോരാട്ടങ്ങളുടേതാണ്. ഇന്നും ആ നിലപാട് സംഘടന തുടരുകയാണ്. ഇന്ന് അധികാരത്തിലുള്ള BJP ഗവൺമെൻറ് RSS നേതൃത്വം നൽകുന്ന സംഘപരിവാർ ശക്തികളാണ് ഈ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്നത്. ഈ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി വീണ്ടും ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഈ വർഷം അവസാനം 2023 അവസാനം ദേശീയ തലത്തിലുള്ള പണിമുടക്കിന് സജ്ജമായി വരികയാണ്. LIC നിലവിലുള്ളതുപോലെയെങ്കിലും തുടരുന്നത് ഈ മേഖലയിലെ തുടർച്ചയായ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമാണ്. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും കഴിയുന്നത് LIC എംപ്ലോയീസ് യൂണിയൻ്റെ ശക്തി കൊണ്ടും കരുത്തുകൊണ്ടുമാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയിൽ ആദ്യം തകരുന്ന മേഖല, തകർക്കുന്ന മേഖല
ഇൻഷുറൻസ് മേഖലയായിരിക്കും. ഇതിൻ്റെ നാനാവശങ്ങൾ നിങ്ങളുടെ സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ സഖാവ് വേണുഗോപാൽ ഇവിടെ വിശദമായി സംസാരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പൊതുവെ തൊഴിൽ ചെയ്യുന്ന വിഭാഗം രാജ്യത്താകെ നേരിടുന്ന ചില പ്രശ്നങ്ങൾ ഈ സമ്മേളനം നടക്കുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് തുടരുന്ന തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ വലിയ തോതിലുള്ള പ്രതിഷേധത്തിനും ചെറുത്തുനിൽപ്പിനും കാരണമായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണകൂടം മറ്റൊരു വഴിയിലേക്ക് ജനങ്ങളെ തിരിച്ചുവിടാനുള്ള ബോധപൂർവമായ പരിശ്രമത്തിലാണ്. ഇത് ശരിയായ നിലയിൽ ഇതിൻ്റെ ആപത്ത് മനസ്സിലാക്കി ഇടപെടാനും നമ്മുടെ വർഗത്തെ പഠിപ്പിക്കാനും കഴിയണം. എങ്കിൽ മാത്രമേ ഭാവിയിൽ ഈ ആപത്തിൽ നിന്ന് നാടിനെയും തൊഴിലാളികളെയും രക്ഷിക്കാൻ കഴിയുള്ളൂ. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പ്രധാനമായും ഇപ്പോൾ ഉപയോഗിക്കുന്നത് വർഗീയതയാണ്. ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിച്ച് ലക്ഷ്യം നേടാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ മണിപ്പൂർ കത്തിച്ചാമ്പലാവുകയാണ്. വംശീയമായ പ്രശ്നങ്ങളാണ് ഇതിന് അടിസ്ഥാനമായി നിൽക്കുന്നത്. BJP വർഗീയ നിലപാടുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് കൊണ്ട് മണിപ്പൂരിലെ കലാപവും ഈ ഊർജം ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നാം കാണേണ്ടതുണ്ട്. ദീർഘകാലത്തെ ശ്രമത്തിൻ്റെ ഫലമായി തൊഴിലാളികളെ വിഭജിക്കുന്ന, വർഗം എന്ന നിലയിൽ തൊഴിലാളി വർഗത്തെ വിഭജിക്കുന്ന ശക്തിയായി വർഗീയത മാറിയിട്ടുണ്ട് എന്നുള്ള ഗൗരവസ്ഥിതിയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മുസോളിനി ഫാസിസത്തെ വിശദീകരിച്ചത് മൂലധനവും ഭരണകൂടവും തമ്മിലുള്ള സമ്പൂർണമായ ഐക്യം എന്ന നിലയിലാണ്. അപ്പോൾ മൂലധനവുമായി ഭരണകൂടം പൂർണ്ണമായും ഐക്യപ്പെട്ട് പ്രവർത്തിക്കുന്നു. വർഗീയതയുടെ മറ്റൊരു നിലയാണ് തീവ്ര ദേശീയ കാഴ്ചപ്പാട്. ഇതെല്ലാം ചേർന്നുകൊണ്ട് വർഗീയത നമ്മുടെ വർഗത്തെ എങ്ങനെ ഭിന്നിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി ആഴത്തിലുള്ള പഠനത്തിന് വിധേയമായി നമ്മളോടൊപ്പം നിൽക്കുന്ന ഓരോ അംഗത്തെയും ഇതിൻ്റെ ഗൗരവസ്ഥിതി പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്ക് നാം പോകുന്നില്ല. എല്ലാ തത്വചിന്തകളും ലോകത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ലോകത്തെ മാറ്റിമറിക്കുന്നതിനുള്ള സന്ദേശം നൽകിയിട്ടുള്ളത് ലോകത്തിൻ്റെ മുമ്പിൽ മാർക്സിസമാണ്. ഈ കാഴ്ചപ്പാടിലുള്ള നിലപാടുകളും പഠനവും കൂടുതൽ അനിവാര്യമായി വന്നു നിൽക്കുന്ന സന്ദർഭമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്.
നമ്മുടെ ദേശീയതയുടെ പ്രതീകമായി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് സവർക്കറെയാണ്. സവർക്കർ ഇന്ത്യയിൽ വർഗീയതയുടെ സൈദ്ധാന്തികൻ എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. മഹാത്മജിയെ വധിച്ച കേസിൽ ആകെ 9 പ്രതികളാണ് ഗാന്ധിജിയെ വധിച്ച കേസിലുള്ളത്. അതിൽ 7ാമത്തെ പ്രതിയാണ് സവർക്കർ. അദ്ദേഹം അന്തമാൻ നിക്കോബർ ദ്വീപസമൂഹത്തിലെ അവിടെ ആ നാടാകെ സവർക്കറുടെ പേരിൽ മാറ്റിത്തീർക്കുന്നതിനുള്ള എല്ലാ നടപടികളും ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. സെല്ലുലാർ ജയിലിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ അടച്ചിട്ടിരുന്നു. നിരവധി പേരെ തൂക്കിക്കൊന്നിട്ടുണ്ട്. 1920കളിൽ മലപ്പുറത്തുണ്ടായ കാർഷിക കലാപം, ആ കലാപത്തിൽപ്പെട്ടവരെ സാമ്രാജ്യത്വത്തിനെതിരായ സമരത്തിൻ്റെ ഭാഗമായി തന്നെ പരിഗണിച്ച് നിരവധി പേരെ കൽത്തുറുങ്കിൽ അടച്ചിരുന്നു, തൂക്കിക്കൊന്നിരുന്നു. അവിടെ പോയവർക്കൊന്നും തിരിച്ചു വരാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ദ്വീപായിരുന്നു അത്. ഒരു യാത്രാ സൗകര്യവുമില്ല. അങ്ങനെ ശിക്ഷിക്കപ്പെട്ടവർ, അങ്ങനെ തൂക്കിക്കൊന്നവർ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി അവരൊന്നും ചരിത്രത്തിൻ്റെ ഭാഗമായില്ല. ഇപ്പോൾ അവിടുത്തെ പോർട്ട് ബ്ലെയർ ദ്വീപിൽ ചെന്നാൽ നിരവധി സ്ഥലങ്ങളുടെ പേര് മലപ്പുറം ജില്ലയുടെ പല സ്ഥലങ്ങളുണ്ട്. ഇവിടെ തിരൂരുണ്ട്, കൊണ്ടോട്ടിയുണ്ട്, ഇങ്ങനെ പല പേരുകളിലും അവിടെ അറിയപ്പെടുകയാണ് പഴയതിൻ്റെ ഭാഗമായി. പക്ഷേ ചരിത്രരേഖയിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമായതുകൊണ്ട് പേരില്ല. പേരുണ്ടായിരുന്നു, ആ പേരുകളെല്ലാം നീക്കം ചെയ്യുകയാണ്. തീൻമൂർത്തി ഭവൻ ജവഹർലാൽ നെഹ്റു പുറത്തുപോയ വാർത്തയാണല്ലോ ഇന്ന് വന്നത്. പ്രധാനമന്ത്രിമാരുടെ ഒരു കേന്ദ്രം, അവരുടെ സേവനങ്ങളുടെ ഒരു കേന്ദ്രമായി 16 വർഷം ജവഹർലാൽ നെഹ്റു താമസിക്കുകയും ഭരണവും തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാം നടത്തിയതിൻ്റെ ഭാഗമായി ജവഹർലാലിൻ്റെ ഒരു സ്മാരകമായി അത് പ്രവർത്തിക്കുകയും അതെല്ലാം ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട്. ശാസ്ത്രത്തെയും ചരിത്രത്തെയും നിഷേധിച്ചുകൊണ്ടുള്ള പഠന രീതികൾ ഇന്ത്യയിൽ പ്രാവർത്തികമാക്കാൻ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള വളരെ അപകടകരമായ നമ്മുടെ നാടിൻ്റെ സ്ഥിതി മനസ്സിലാക്കി ഈ ആപത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ, നമുക്കും നമ്മുടെ കുടുംബത്തെയും എങ്ങനെ രക്ഷിക്കാം, നമ്മുടെ അയൽവാസികളെ എങ്ങനെ രക്ഷിക്കാം, ഈ നിലയിലുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ശക്തിപ്പെട്ടേ മതിയാവും. അതിനനുസൃതമായ സമീപനം നാം സ്വീകരിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ സന്ദർഭത്തിൽ ഒരു പുതിയ പ്രശ്നമല്ലെങ്കിൽ പോലും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനം നടക്കുന്ന സാഹചര്യം ഞാൻ പറഞ്ഞു, നമ്മുടെ പോരാട്ടത്തിൻ്റെ തുടർച്ചയിലാണ്. 2023 ജനുവരി 30 ഡൽഹിയിൽ, ജനുവരി 30 പ്രത്യേകത എല്ലാവർക്കും അറിയാലോ, ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനമാണ്. അന്ന് ഡൽഹിയിൽ സമ്മേളിച്ച്
ഇന്ത്യയിലെ വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകൾ തുടർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാടാകെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് BJP MP ആയ ബ്രിജേഷ് ഭൂഷൺ ശരൺ സിംഗ്, അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് വനിതാ ഗുസ്തി താരങ്ങളെ വലിയ തോതിൽ പീഡിപ്പിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്ത ഒരു ജനപ്രതിനിധി BJPയുടെ നേതാവായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു നിൽക്കുകയാണ്. ഈ പ്രശ്നത്തിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭം ശക്തിപ്പെട്ടു വരികയാണ്. കഴിഞ്ഞ ജൂൺ 5-ന് തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ പരിസരത്തും കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഐക്യദാർഢ്യ പ്രതിഷേധ ജ്വാല ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ, ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളാണ് നേതൃത്വം നൽകുന്നതെങ്കിലും LIC എംപ്ലോയീസ് യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ എല്ലാ പോരാട്ടങ്ങളിലും സജീവമായി ഇടപെടുന്നവരാണ്, നേതൃത്വം നൽകുന്നവരാണ്. ഈ ദേശീയ തലത്തിലുള്ള പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്താൻ കാര്യമായി ശ്രമിക്കുന്നവരാണ്. ഈ കൂട്ടായ്മയെക്കുറിച്ച് പറയുമ്പോൾ LIC എംപ്ലോയീസ് യൂണിയൻ കൂടി ഉൾപ്പെട്ടതാണ് എന്നുള്ളത് നാം പരിഗണിക്കേണ്ടതുണ്ട്. നിരവധി സമരങ്ങൾക്ക് ഈ കൂട്ടായ്മ തുടർന്നും ഇടപെടുകയാണ്. ക്വിറ്റ് ഇന്ത്യ ദിനമായ ആഗസ്റ്റ് 9 രാജ്ഭവന് മുമ്പിൽ 10,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മഹാധർണ നടത്താൻ കേരളത്തിലെ ഈ ഐക്യപ്രസ്ഥാനം തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് എല്ലാ ജില്ലകളിലും, കോഴിക്കോട് ഉൾപ്പെടെ, ഏറ്റവും ചുരുങ്ങിയത് 5,000 ആളുകളെങ്കിലും പങ്കെടുക്കാവുന്ന നിലയിൽ പ്ലാൻ ചെയ്ത് വരുമ്പോൾ നമുക്കതൊരു 10, 15, 20, 1000 ഒക്കെ ആളുകളെ പങ്കെടുപ്പിക്കാൻ വിഷമമുള്ള കാര്യമല്ല. അത്തരം ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായി ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പരിസമാപ്തി എന്നുള്ള നിലയിൽ ഈ വർഷം 2023 വർഷാവസാനം പടിമുടക്കിലേക്ക് പോകണം എന്നാണ് നാം ലക്ഷ്യമിടുന്നത്. ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൊഴിലാളി കർഷക ഐക്യം ഒരു വർഷത്തിലധികം ഡൽഹിയിൽ നീണ്ടുനിന്ന കർഷക സമരത്തിൽ അവസാനം ഒത്തുതീർപ്പിന് വിധേയമായി 3 കരിനിയമങ്ങൾ റദ്ദു ചെയ്തു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ തീക്ഷ്ണമായ നടപടികൾ നേരത്തെ പറഞ്ഞ ഫാസിസ്റ്റ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി കുത്തക മുതലാളിമാർക്ക് സംരക്ഷണം നൽകാൻ, അവരെ കൂടുതൽ പ്രചോദിതരാക്കാൻ എല്ലാ നടപടികളും ജനങ്ങളുടെ താല്പര്യത്തിനെതിരായി ഇന്നത്തെ ഭരണകൂടം സ്വീകരിച്ചു വരികയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇത് ജനങ്ങളുടെ ഇടയിൽ നല്ല നിലയിൽ ക്യാമ്പയിൻ ചെയ്യണം. അന്ന് ഈ സമരം, കർഷക സമരം ഒത്തുതീർപ്പിൽ എത്തിക്കുമ്പോൾ വൈദ്യുതി മേഖലയിൽ ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഒരു നിയമം സ്വകാര്യവൽക്കരണത്തെ ലക്ഷ്യം വെച്ച് വന്നു. അത് ഒഴിവാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഒഴിവാക്കിയില്ല. ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ബില്ല് റെഫർ ചെയ്തു. ഇപ്പോൾ ആ ബില്ല് പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. ലോകസഭയിലെ മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ച്
അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഇത് പാസ്സാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാം അവരുടെ താല്പര്യത്തെ മുൻനിർത്തിയാണ്. ഒരു കാര്യവും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നില്ല. നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായി ഉയർന്നു വന്ന ഒരു പ്രശ്നങ്ങളും ജനാധിപത്യ മര്യാദയനുസരിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ അവസരം നൽകുന്നില്ല. ബഹളമയമായ അന്തരീക്ഷത്തിലാണ് കഴിഞ്ഞ ബഡ്ജറ്റ് സാങ്കേതികമായി പാസാക്കിയത്, ഒരു ചർച്ചയുമില്ലാതെ. അപ്പൊ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യം നേരിടുന്ന ഒരു പ്രശ്നവും ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നില്ല. ജനങ്ങളാകെ 140 കോടി ജനങ്ങളും നരേന്ദ്രമോദി ഗവൺമെന്റിന് പിന്തുണ നൽകുന്നു. അതുകൊണ്ട് ആ ഗവൺമെന്റിനെതിരായി ഒരു നിലപാടും പാർലമെന്റിൽ സ്വീകരിക്കാൻ അനുവദിക്കില്ല എന്ന സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. അതെവിടം വരെ എത്തി? പാർലമെന്റ് മന്ദിരത്തിന്, പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം. പുതിയ മന്ദിരം രാജ്യത്തിന്റെ, ലോകത്തിന്റെ വികാസത്തിനനുസരിച്ച് മാറണം എന്നുള്ള കാര്യത്തിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ആ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏതെങ്കിലും ഒരു MP കണ്ടോ? നരേന്ദ്രമോദിയെ അനുഗമിച്ച് വന്നത് ഒരു സംഘം സന്യാസിമാരാണ് പാർലമെന്റിനകത്ത്. യഥാർത്ഥത്തിൽ പാർലമെന്റിൽ അവർ പ്രവേശിക്കാനേ പാടില്ല. കേരള അസംബ്ലിയിൽ അങ്ങനെ ആരെങ്കിലും അവർക്ക് പ്രവേശിക്കണമെങ്കിലും അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ചില മേഖലകളുണ്ട്. അതിൻ്റെ അപ്പുറത്ത് പോകാൻ അവർക്ക് അവകാശമില്ല. കേരള അസംബ്ലിയിൽ ആർക്കും കടന്നു കയറാൻ പറ്റുമോ? സന്ദർശക ഗാലറിയിലേക്ക് പോകാം. സഭാ സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് വേറെ ഒരാൾക്കും പ്രവേശനമില്ല. ഇവിടെ സന്യാസി സംഘത്തെയും കൊണ്ട് പാർലമെന്റിൽ വന്ന് ചെങ്കോൽ സ്ഥാപിച്ചു. ഇന്ത്യൻ പാർലമെന്റ് ഏതെങ്കിലും ഒരു മതസംഘടനയുടെ കേന്ദ്രമാണോ? ഇന്ത്യൻ ഭരണഘടന ഏതെങ്കിലും ഒരു മതത്തിന്റെ നിലപാട് മാത്രം ഉയർത്തിപ്പിടിക്കുന്നതാണോ? പാർലമെന്റിന്റെയും അസംബ്ലിയുടെയും പ്രവർത്തനത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നത് ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത മതനിരപേക്ഷമാണ്. മതനിരപേക്ഷ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ജനാധിപത്യ സംരക്ഷണം. ഇത് നിഷേധിക്കുകയാണ്. എത്ര അപകടകരമാണ് നമ്മുടെ നാടിന്റെ സ്ഥിതി. ഈ സാഹചര്യത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആവശ്യങ്ങൾക്ക് പരിഗണന കിട്ടാവുന്ന നിലയിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നമ്മുടെ നാടിൻ്റെ മുമ്പിൽ ഉയർന്നു വരേണ്ടതുണ്ട്. അതിന് ജനങ്ങളെ സജ്ജമാക്കാൻ LIC എംപ്ലോയീസ് യൂണിയനിലെ അംഗങ്ങൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും മാത്രമല്ല, ഈ ആപത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നമുക്ക് ചുറ്റുപാടുമുള്ള നമ്മുടെ അയൽവക്കക്കാർ അവരെ കൂടി, ഏത് രാഷ്ട്രീയ വിശ്വാസത്തിൽ നിൽക്കുന്നവരായാലും വരാൻ പോകുന്ന ഈ ആപത്തിനെ തിരിച്ചറിഞ്ഞ് അവരെ കൂടി ഈ തെറ്റിനെതിരായി ഓരോന്നും നമുക്ക് അനുഭവത്തിലൂടെ പറയാനുണ്ട് നമ്മുടെ മുമ്പിൽ, അണിനിരത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നാം ഏർപ്പെടുമ്പോൾ മാത്രമാണ് വർഗപരമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നിടത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. ആ നില മനസ്സിലാക്കി സഖാക്കൾ ഇടപെടണം എന്നുള്ളതാണ് പ്രധാനമായും അഭ്യർത്ഥിക്കാനുള്ളത്. ലോക മുതലാളിത്ത സമ്പദ്ഘടന മാന്ദ്യത്തിലാണ്. ആ ഒരു പ്രക്രിയ തുടരുകയാണ്. 2023 ഏപ്രിലിൽ IMFന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് 2023 സാമ്പത്തിക വളർച്ച 3.4%. ഏത് 2022 22
സാമ്പത്തിക വളർച്ച 3.4% നിന്ന് 2023 എത്തുമ്പോൾ അത് 2.8% കുറയും എന്നുള്ളതാണ്. ഇതുമാത്രമല്ല, ലോകത്തിൽ സാമ്പത്തിക മേഖലയിൽ വരുന്ന എല്ലാ റിപ്പോർട്ടുകളും മുതലാളിത്ത സമ്പദ്ഘടനയുടെ വളർച്ച മാന്ദ്യമാണ് രേഖപ്പെടുത്തുന്നത്, ഉയർച്ചയല്ല. മാന്ദ്യമാണ് രേഖപ്പെടുത്തുന്നത്. ഈ മാന്ദ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നില. ഇത് വികസിത സമ്പദ്ഘടനയുടെ സാമ്പത്തിക വളർച്ചയെയും ബാധിക്കുന്നു എന്നുള്ളതാണ് എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഉയർന്നു വന്നിട്ടുള്ള ഉക്രൈൻ യുദ്ധവും കോവിഡ് പ്രതിസന്ധിയും ലോക സമ്പദ്ഘടനയെ വലിയ കുഴപ്പത്തിലേക്കാണ് നയിക്കുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു സൈനിക കൂട്ടുകെട്ടാണല്ലോ നാറ്റോ. നാറ്റോയെ റഷ്യൻ അതിർത്തിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാറ്റോയിൽ ഉക്രൈനെ അംഗമാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ നിലപാടിൻ്റെ ദുരന്തമാണ് റഷ്യ ഉക്രൈൻ യുദ്ധം എന്നുള്ളത് നാം തിരിച്ചറിയുന്നു. ഇത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുക. ഭക്ഷ്യധാന്യങ്ങൾ, റഷ്യൻ എണ്ണ, പ്രകൃതിവാതകം ഇതെല്ലാം കയറ്റി അയക്കുന്നത് തടസ്സമുണ്ടാക്കിയിട്ടുണ്ട്. കയറ്റി അയക്കൽ സാധാരണഗതിയിൽ നടക്കുന്നില്ല, തടസ്സമാണ് രൂപപ്പെട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇവിടെ കോഴിക്കോട്ട് കഴിയുന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും കഴിയുന്ന ആരായിരുന്നാൽ അവിടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുക? അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാവുകയാണ് ഈ നടപടികൾ. ഇത് ജനങ്ങളുടെ ജീവിതഭാരം വർദ്ധിക്കുന്നതിന് കാരണമാവുകയാണ്. ഇങ്ങനെ വരുമ്പോൾ വിലവർദ്ധനവിൻ്റെ തോതനുസരിച്ച് വേതന വർധനവ് ആവശ്യപ്പെടാൻ തൊഴിലാളി വർഗം, നിങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ വർഗം നിർബന്ധിതമാണ്. ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് പ്രകടമാകുന്നു. ഈ സമീപകാലത്ത് ജർമ്മനി, ബെൽജിയം, ബൾഗേറിയ, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം വലിയ തോതിൽ ഈ നയത്തിനെതിരായ തൊഴിലാളി പ്രതിഷേധം ഉയർന്നു വരികയാണ്. ഇംഗ്ലണ്ടിലെ തൊഴിലാളികൾ പണിമുടക്കിൽ സജീവമാകുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഫ്രാൻസ് അതുപോലുള്ള മറ്റ് രാജ്യങ്ങളിലും ഈ പോരാട്ടം, മുതലാളിത്ത രാജ്യങ്ങളിലെല്ലാം ഈ പോരാട്ടം ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട്. മറ്റ് വിവിധ രാജ്യങ്ങളിൽ പണിമുടക്ക് സമരങ്ങൾ ഇപ്പോഴും ഉയർന്നു വരുന്നു എന്നുള്ളത് നാം കാണാം. ഇത്തരമൊരു സംഘർഷത്തിലേക്ക് ലോകത്തെ നയിക്കുന്നത് അമേരിക്കയുടെ ഇടപെടലാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇന്ത്യൻ സാമ്പത്തിക വളർച്ചയും ഇതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ വലിയ തോതിൽ മാന്ദ്യത്തെ നേരിടുകയാണ്. 2021 വളർച്ചാ നിരക്ക് 9.1% ഇന്ത്യ. അത് 2022 6.8% കുറഞ്ഞു. 2023 പ്രതീക്ഷിക്കുന്നത് 5.9%. ഇതാണ് യാഥാർത്ഥ്യം. ഇവിടെയാണ് ഇന്ത്യൻ സമ്പദ്ഘടന വളരുകയാണ് എന്ന് മോഡി സർക്കാരിൻ്റെ അവകാശവാദം. ലോകത്തിന് മുമ്പിൽ വരുന്ന എല്ലാ കണക്കുകളും ഇന്ത്യയുടെ ഈ അവകാശവാദം പൊള്ളയാണെന്ന് തെളിയിക്കുന്ന നിലയിലാണ് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്കയിലും ബ്രിട്ടനിലും അവരുടെ സമ്പത്ത്
വർധനവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഈ ലോകത്താകമാനം രൂപപ്പെട്ടു വരുന്ന ഈ അവസ്ഥ ഈ രാജ്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഈ വളർച്ചയുടെ യാഥാർത്ഥ്യങ്ങൾ കാണാതെയാണ് ഇന്ത്യയുടെ വളർച്ചയെ നരേന്ദ്രമോദി ഗവൺമെൻറ് അവകാശപ്പെടുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ആളോഹരി വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ്ഘടന എന്നാണ് ഇന്ത്യയെക്കുറിച്ച് അവകാശപ്പെടുന്നത്. ആളോഹരി വരുമാനത്തിൽ അങ്കോള, ഐവറി കോസ്റ്റ് മുതലായ രാജ്യങ്ങളുടെ പിറകിലാണ് ഇന്ത്യ എന്നുള്ളതാണ് ലോകത്തിന് മുമ്പിൽ ഉയർന്നു വരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. നമ്മുടെ പശ്ചാത്തല വികസന മേഖലകൾ സ്വകാര്യവൽക്കരിക്കുന്നു. സർക്കാരിന് ഏറ്റവും കൂടുതൽ സൗഹൃദ ബന്ധമുള്ള, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി ഇന്ന് ലോകമാകെ അറിയപ്പെടുന്നതാണ് അദാനി. ഇന്ത്യൻ്റെ സമ്പത്ത് നമ്മുടെ LIC വഴി, പൊതുമേഖല വഴി സമാഹരിക്കപ്പെടുന്ന സമ്പത്ത് ഒരു ദാക്ഷിണ്യവുമില്ലാതെ, ഒരു നിയന്ത്രണവുമില്ലാതെ കൈമാറിക്കൊടുക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു പ്രശ്നം നാം ശ്രദ്ധിക്കണം. കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലയോട് സ്വീകരിക്കുന്ന നിലപാട്. തിരുവനന്തപുരത്തെ എയർപോർട്ട് വിൽക്കാൻ തീരുമാനിച്ചു, വിറ്റു. അത് ലഭിച്ചത് അദാനിക്കാണ്. കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടു, ഇതിന് നഷ്ടപരിഹാരം നൽകാൻ കേരളം തയ്യാറാണ്. വിമാനത്താവളം കേരളത്തിന് വിട്ടുകൊടുക്കും. നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനമുള്ള രാജ്യമാണ്. ഫെഡറൽ സംവിധാനം അംഗീകരിച്ച് പോകുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റിന് അനുകൂലമായി കേന്ദ്രം നിലപാടെടുക്കണം. തിരുവനന്തപുരം എയർപോർട്ട് ഏറ്റെടുക്കുന്നതിന് ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായമില്ലാതെ വന്നപ്പോൾ കോടതി വഴി ഇടപെട്ടു നമ്മൾ. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഉറച്ച നിലപാട്, ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ സമീപനം, കുത്തക മുതലാളിമാർക്ക് നമ്മുടെ നാടിൻ്റെ സമ്പത്ത് കൈമാറുന്നതിനുള്ള അവരുടെ താല്പര്യം, ഇതിൻ്റെ എല്ലാം ഭാഗമായി എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും നിയമയുദ്ധം നടത്തിയിട്ടും നമുക്ക് തിരുവനന്തപുരം എയർപോർട്ട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ തന്നെ മറ്റൊരു സ്ഥാപനത്തിൻ്റെ നില നിങ്ങൾ ശ്രദ്ധിക്കുക. അത് കോട്ടയത്ത് പ്രവർത്തിക്കുന്ന വെള്ളൂർ ന്യൂസ് പ്രിൻ്റാണ്. കടലാസ് ഉൽപ്പാദിപ്പിച്ച് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി, വർഷങ്ങളായി അടഞ്ഞു കിടന്നു. തൊഴിലാളികൾക്ക് ഒരു ആനുകൂല്യവും നൽകുന്നില്ല. അവർ പല സന്ദർഭങ്ങളിലും സംസ്ഥാന ഗവൺമെൻറ്റിനെ സമീപിച്ചു എന്തെങ്കിലും ആശ്വാസ നടപടിക്ക് വേണ്ടി. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഈ വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് ഏറ്റെടുക്കാൻ കേരള ഗവൺമെൻറ് മുന്നോട്ട് വന്നു. ഒരു സംസ്ഥാനം എന്നുള്ള നിലയിലുള്ള ഒരു ആനുകൂല്യവും കേന്ദ്രം നൽകിയില്ല. അവസാനം കോടതിയിൽ നിയമയുദ്ധം നടത്തി പോരാട്ടം തുടർന്നു. അങ്ങനെയാണ് വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് സംസ്ഥാന ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കാൻ കേന്ദ്രം സന്നദ്ധമാകുന്നത്. നിയമയുദ്ധം നടത്തി ഏറ്റെടുത്തതാണ്. അവിടെ തൊഴിലാളികൾക്ക് ജോലി നൽകി. ഇന്ന് രാജ്യത്ത് ഏറ്റവും വലിയ പേപ്പർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമായി സംസ്ഥാന പബ്ലിക് സെക്ടറിൽ വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് പ്രവർത്തിക്കുന്നു. ഇത് രണ്ട് നയങ്ങളുടെ വ്യത്യാസമാണ്. ഈ വ്യത്യാസം നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി നമ്മൾ പരിശോധിക്കണ്ടേ? ഏതിൻ്റെ പക്ഷത്ത് നമുക്ക് നിൽക്കാം? എല്ലാ രാഷ്ട്രീയ നിലപാടും നമ്മൾ മാറ്റിവെക്കുക. ഇങ്ങനെ ഓരോ സംഭവങ്ങളിലും എടുക്കുന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ
നമ്മുടെ ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ശരിയെ തിരിച്ചറിയാൻ കഴിയണമല്ലോ. നമ്മളെല്ലാം ബുദ്ധിയുള്ളവരല്ലേ, സാധാരണ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് ഉള്ളവരാണല്ലോ എല്ലാ മനുഷ്യരും. ഇത് നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം 1 വർഷത്തോളമായി കൊച്ചിയിലെ ഉദ്യോഗ മണ്ഡലിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, HIL. അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് കീടനാശിനിയാണ്. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. നമുക്ക് കീടനാശിനിയുടെ ആവശ്യമുണ്ട്. എത്ര ഉൽപ്പാദിപ്പിച്ചാലും മതിയാവില്ല. ഇതൊരു കാര്യം നമ്മൾ ഓർമ്മിക്കണം. കോവിഡ് മഹാമാരി പിടിപെട്ട് മനുഷ്യ സമൂഹം ആകെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരവസ്ഥ വന്നു. ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം, വാക്സിൻ ഉൽപ്പാദിപ്പിച്ചിരുന്ന അടച്ചുപൂട്ടിയ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം തുറന്നോ? ഈ ആരോഗ്യസ്ഥിതി പോലും സമ്പത്ത് കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി കുത്തക മുതലാളിമാർക്ക് സഹായം നൽകുന്ന സമീപനം അതല്ലേ നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിച്ചത്? കേരളം ജനങ്ങൾക്കാകെ സംരക്ഷണം കിട്ടാൻ, ഈ രോഗത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ സാധ്യമായ സ്ഥലങ്ങളിൽ നിന്നെല്ലാം വാക്സിൻ വാങ്ങി കേരളം. ആ മാനുഷികമായ ഉത്തരവാദിത്വം നിറവേറ്റിയതിൻ്റെ ഭാഗമാണ് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സഖാവ് ശൈലജ ടീച്ചർ ഇന്ന് ലോകായുക്തയുടെ മുമ്പിൽ കയ്യും കെട്ടി നിൽക്കേണ്ടി വരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങളുടെ പക്ഷത്താരും, ജനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നതും ആര്? ഈ HIL എന്ന സ്ഥാപനത്തിൽ, ഉദ്യോഗ മണ്ഡലിൽ HIL എന്ന സ്ഥാപനത്തിലെ എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും പറയുന്നത്, INTUC ഉൾപ്പെടെ BMS ഉൾപ്പെടെ, അവർ പറയുന്നത് ഈ സ്ഥാപനം കേരള ഗവൺമെന്റിനെ ഏൽപ്പിക്കണം. ഈ സ്ഥാപനം നടത്താൻ കേന്ദ്രം കേരള ഗവൺമെന്റിനെ ഏൽപ്പിക്കണമെന്ന ആവശ്യം എല്ലാ തൊഴിലാളി സംഘടനകളും ഒന്നിച്ചാവശ്യപ്പെടുകയാണ്. അത് ഈ സ്ഥാപനം പൊതുമേഖലാ സ്ഥാപനം ഏറ്റെടുത്ത് നടത്തും എന്ന ഒരു വിശ്വാസത്തിലാണ് ഇത്തരം ആവശ്യങ്ങൾ ഉയർന്നു വരുന്നത്. പക്ഷേ ഇതുവരെയും കേരളം പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റ് ഏൽപ്പിച്ചാൽ ഈ സ്ഥാപനം ഏറ്റെടുത്ത് നടത്താൻ, എല്ലാ തൊഴിലാളികൾക്കും ജോലി നൽകി ഈ സ്ഥാപനം ഏറ്റെടുത്ത് നടത്താൻ സംസ്ഥാനം തയ്യാറാണ്. പക്ഷേ അവർ അനുവദിക്കുന്നില്ല. ഇതാണ് തന്നെ ഞാൻ സന്ദർഭവശാൽ ഈ ദേശീയ തലത്തിലുള്ള ഈ സാമ്പത്തിക നയത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം, സ്റ്റേറ്റിൻ്റെ സമീപനം, ഇത് തമ്മിലുള്ള വ്യത്യാസവും നാം ഏത് സംഭവങ്ങളും ഏത് പ്രശ്നങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് നാം കാണണം. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു നിലപാട് നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന നിയമ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ വൈദ്യുതി പ്രശ്നം പറഞ്ഞല്ലോ. എന്താ സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് ചുറ്റുമുള്ള വൈദ്യുതി ലൈൻ അത് പൊതു ഉടമസ്ഥതയിലാണ്. ഒരു ലൈനും സ്വകാര്യ മേഖലയിലുള്ളതല്ല, എല്ലാം പൊതു ഉടമസ്ഥതയിലാണ്. ഈ പൊതു ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഈ വൈദ്യുതി ലൈനാണ് നമ്മുടെ വൈദ്യുതി പ്രസരണത്തിന്, വൈദ്യുതി വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ബില്ല് എന്താ? വൈദ്യുതി ബില്ല് എന്താണ് എന്താ വ്യക്തമാക്കുന്നത്? വൈദ്യുതി ഉൽപാദനം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറില്ല. അങ്ങനെ കൈമാറിയാൽ ഇതെല്ലാം അവരുപയോഗിക്കും. ഈ വൈദ്യുതി പൊതു ഉടമസ്ഥതയിലുള്ള വൈദ്യുതി ലൈൻ അവരാണ് ഉപയോഗിക്കുക. അപ്പോൾ വൈദ്യുതിയുടെ റേറ്റ് ആര് നിശ്ചയിക്കും? വൈദ്യുതിയുടെ റേറ്റ് സ്വകാര്യ കുത്തക മുതലാളിമാർ നിശ്ചയിക്കും. ഇപ്പോൾ തന്നെ വൈദ്യുതി നിരക്കിലുള്ള വർധനവ് നമുക്ക് താങ്ങാൻ കഴിയുന്നതല്ല. ഇനി സ്വകാര്യ മേഖലയ്ക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വൈദ്യുതി മേഖലയിൽ രൂപപ്പെടുന്ന വൈദ്യുതി ചാർജ് വർധനവ്, കൃഷിക്ക് വൈദ്യുതി വേണം. ഇപ്പൊ ഈ കൊടും ചൂടിൽ വൈദ്യുതി ഇല്ലാതെ നമ്മുടെ ഏതെങ്കിലും ഒരു കുടുംബത്തിന് ജീവിക്കാൻ കഴിയും? കേരളത്തിൻ്റെ പ്രത്യേകത എന്താ? കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും വൈദ്യുതി
കണക്ഷൻ ഉണ്ട്, മുഴുവൻ കുടുംബങ്ങൾക്കും. അത് സമ്പന്നനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബങ്ങളും വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വൈദ്യുതി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് സ്വകാര്യവൽക്കരിക്കുന്ന നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ അവകാശമാണ് നിഷേധിക്കപ്പെടുക, ജനങ്ങളുടെ അവകാശമാണ് നിഷേധിക്കപ്പെടുക. ഇതും ആ നിലയിൽ നാം പരിഗണിക്കണം. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് മറ്റു ചില നിയമ ഭേദഗതികൾ കൂടി കൊണ്ടുവരികയാണ്. ഇന്ത്യയിലെ 29 തൊഴിൽ നിയമങ്ങൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർന്ന് 4 ലേബർ കോഡുകളാക്കുകയാണ്. തൊഴിൽ ചെയ്യാനുള്ള അവകാശം, ജോലി സ്ഥിരത, മിനിമം കൂലി. ഇപ്പം കേരളമാണെങ്കിൽ 84 മേഖലകളിൽ കേരളത്തിൽ മിനിമം കൂലിയുണ്ട്. ഇതെല്ലാം ഇല്ലാതാവും. ഇന്ത്യയാകെ എടുത്ത് മിനിമം കൂലി 4 മേഖലകളായി തിരിച്ച് നിശ്ചയിക്കും. ഇതാർക്ക് സഹായകരം? മെറ്റേണിറ്റി ബെനിഫിറ്റ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിലേക്കാണ് എത്തുന്നത്. 1886 മെയ് 1 8 മണിക്കൂർ ജോലി വ്യവസ്ഥ അംഗീകരിപ്പിക്കുന്നതിനുള്ള ചരിത്രപ്രസിദ്ധമായ പോരാട്ടം തുടരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ നിരവധി തൊഴിലാളി പ്രവർത്തകർ, തൊഴിലാളികൾ വെടിയേറ്റ് മരിച്ചു 8 മണിക്കൂർ ജോലി വ്യവസ്ഥയ്ക്ക് വേണ്ടി. ആ 8 മണിക്കൂർ ജോലി വ്യവസ്ഥ ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ട ലേബർ കോഡ് പ്രകാരം നിലനിൽക്കില്ല. അത് 10ഓ 12ലേക്കോ മാറും. 10 മണിക്കൂർ 12 മണിക്കൂർ എന്ന നിലയിലേക്ക് ഈ തൊഴിൽ സമയം മാറും. എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? ചെറിയ വിഷയമല്ല. നമ്മൾ നിലവിലുള്ള പരമ്പരാഗത അസംഘടിത മേഖലകളിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക്, ഇന്ന് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലില്ലാതാവുകയാണ്. ഒരു പുതിയ സെറ്റിന് തൊഴിൽ നമ്മുടെ നയത്തിൻ്റെ ഭാഗമായി ഇപ്പം ചെറുകിട സംരംഭങ്ങൾ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. ചെറുകിട സംരംഭങ്ങൾക്ക് സഹായകരമായ ഒരുപാട് പദ്ധതികൾ കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻറ് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു വിഭാഗത്തിന് ജോലി വരുന്നുണ്ട്, പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്നുണ്ട്. പക്ഷേ കാലാകാലമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗത്തിന് ഈ കേന്ദ്ര നയത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ തൊഴിൽ വൻതോതിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരവസ്ഥ ഇന്ന് നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അതിനെ ശക്തിപ്പെടുത്തുന്ന നിയമനിർമ്മാണങ്ങളും കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. അവരിപ്പോൾ കൊണ്ടുവരുന്ന മറ്റൊരു നിയമമാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. നിലവിലുള്ള ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഭേദഗതി ചെയ്യുന്നതിനുള്ള നിലപാടിലേക്ക് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വനമേഖലയാകെ ഖനനത്തിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി വിട്ടുകൊടുക്കുന്ന നിലയിലേക്ക് മാറും. ഇത് പരിസ്ഥിതിയെ ബാധിക്കും, കാലാവസ്ഥയെ ബാധിക്കും, ജനങ്ങളുടെ സംരക്ഷണത്തെ ബാധിക്കും. ആ നിലയിൽ ഇവിടെ കുത്തകകൾക്ക് ഇഷ്ടം പോലെ കൊള്ള ചെയ്യാം. അപ്പം വനമേഖലയിൽ ഖനനം പ്രാവർത്തികമാക്കാൻ കഴിയത്തക്ക നിലയിൽ ഉള്ള ഭേദഗതിയാണ് വരുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ കാണണം. ഇതെല്ലാം കണക്കാക്കിക്കൊണ്ട് തന്നെ വലിയ വൻകിടക്കാർ ഫോറസ്റ്റ് കൈവശപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സംഘടിതമായ നീക്കം നടത്തുന്നു. നമ്മുടെ നാടിൻ്റെ സമ്പത്ത് കവർന്നെടുക്കുന്ന നിലപാടാണ് ഇതിൻ്റെ ഭാഗമായി വന്നു ചേരുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ തൊഴിലില്ലായ്മ നിരക്ക് 7.14% നിന്ന് 7.45% ഉയർന്നു വന്നിട്ടുണ്ട്. തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. NREG ബജറ്റ് നമ്മളെ ഓൾ ഇന്ത്യ ഈ കഴിഞ്ഞ 5-ാം തീയതി ഏപ്രിൽ 5-ന് നടത്തിയ ഓൾ ഇന്ത്യ പ്രക്ഷോഭത്തിലെ ഒരു മുദ്രാവാക്യമാണ്, പ്രധാന മുദ്രാവാക്യമാണ് ഈ MNREG വിഭാഗത്തിലെ തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം, തൊഴിലുറപ്പ് പദ്ധതി തൊഴിൽ ദിനങ്ങളുടെ എണ്ണം, കൂലിയിലുള്ള വർധന. നാം ഡിമാൻഡ് ചെയ്യുന്നത് 600 രൂപ കൂലിയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക്. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂലി 333 രൂപയാണ്. 100 ദിവസം എന്നുള്ളത് 50 ദിവസമായിട്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട്. നമ്മുടെ ഡിമാൻഡ് 200 ദിനമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു വർഷം 200 ദിവസം
ജോലി കിട്ടണം ചുരുങ്ങിയത്. 600 രൂപ കൂലി. കഴിഞ്ഞ ബഡ്ജറ്റിൽ കേന്ദ്രം വെട്ടിക്കുറച്ചത് 33,000 കോടി രൂപയാണ്. തൊഴിലുറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ദാരിദ്ര്യം ലഘൂകരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. ദാരിദ്ര്യം ലഘൂകരിക്കുന്നത് അത് നിലച്ചു പോയാലോ? ജനങ്ങളുടെ ജീവിതം അവിടെ ചെന്ന് നിൽക്കും. ഈ സ്ഥിതിവിശേഷമാണുള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ എല്ലാ നിലയിലും സാധാരണക്കാരുടെ ജീവിതം വളരെ വിഷമകരമാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. 2023-24 വർഷത്തെ ബഡ്ജറ്റിൻ്റെ കാഴ്ചപ്പാട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമീപനമാണ് എടുക്കുന്നത്. പാവപ്പെട്ടവർക്കുള്ള സഹായം വലിയ തോതിൽ വെട്ടിക്കുറക്കുകയാണ്. സമ്പന്നന്മാർക്ക് വലിയ തോതിൽ ഇളവ് അനുവദിക്കുകയാണ്. സമ്പന്നന്മാർക്ക് ഇളവ് അനുവദിച്ചതിൻ്റെ പേരിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ 35,000 കോടി രൂപ റവന്യൂ വരുമാനം നഷ്ടപ്പെടുന്നു. നമ്മുടെ രാജ്യത്തിൽ ഭക്ഷ്യധാന്യ മേഖലയിൽ 90,000 കോടി രൂപയാണ് വെട്ടിക്കുറച്ചത്. രാസവള സബ്സിഡി 50,000 കോടി രൂപയാണ് വെട്ടിക്കുറച്ചത്. പെട്രോളിയം സബ്സിഡി 69,000 കോടിയാണ് വെട്ടിക്കുറച്ചത്. ഈ ദുരന്തങ്ങളെല്ലാം പാവപ്പെട്ടവരുടെ തലയിലേക്കാണ് വരുന്നത്. പാവപ്പെട്ട ജനങ്ങളാണ് ഇതെല്ലാം പേറേണ്ടി വരുന്നത് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദേശാൽകൃത ബാങ്കുകളിൽ നിന്ന് ആയിരക്കണക്കിന് കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് മാത്രം തട്ടിയെടുത്തത്. അദാനി ഗ്രൂപ്പ്, ഇതാണ് ഒരു ചങ്ങാത്ത മുതലാളിത്തം എന്നുള്ളൊരു പ്രയോഗമില്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ. ഇതൊക്കെ ആ ഒരു സമീപനത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയണം. 7 വൻകിട കമ്പനികളും 578 സബ്സിഡി കമ്പനികളും ഇന്ന് ഇന്ത്യയിൽ അദാനി ഗ്രൂപ്പിനുണ്ട്. ലോകത്തിൽ ഏറ്റവും വലിയ താപവൈദ്യുതി ഉൽപാദന പദ്ധതി അദാനിയുടെ നിയന്ത്രണത്തിലാണ്. 8 എയർപോർട്ടുകളും 13 തുറമുഖങ്ങളും അദാനിയുടെ നിയന്ത്രണത്തിലാണ്. കൽക്കരി ഖനനം, എണ്ണ, പ്രകൃതിവാതക വിതരണം, വൈദ്യുതി വിതരണം, പ്രസരണം, നിർമ്മാണ പ്രവർത്തനം, പശ്ചാത്തല സൗകര്യ പദ്ധതികൾ, ഭക്ഷ്യവസ്തുക്കളുടെ സൂക്ഷിപ്പ്, വിദ്യാഭ്യാസം, റിയൽ എസ്റ്റേറ്റ്, ഭക്ഷ്യ എണ്ണ, ഈ മേഖലകളെല്ലാമാണ് അദാനിയുടെ നിയന്ത്രണത്തിലുള്ളത്. ഇത് ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമായ സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 61 കോടി വോട്ടർമാരാണ് ഇന്ത്യയിൽ വോട്ട് ചെയ്തത്. ഇന്ത്യയിലെ വോട്ടർമാരുടെ എണ്ണം 93 കോടിയാണ്. ഈ 61 കോടി ജനങ്ങൾ വോട്ട് ചെയ്തപ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് ലഭിച്ച വോട്ട് 23 കോടിയാണ്. എന്ന് പറഞ്ഞാൽ 37.7%. 93 കോടി വോട്ടർമാരുടെ നില എടുത്തു കഴിഞ്ഞാൽ 25% പിന്തുണ മാത്രമാണ് മോഡി ഗവൺമെൻറ്റിനുള്ളത്. അപ്പോൾ ഭൂരിപക്ഷ ജനങ്ങളുടെ പിന്തുണയോടുകൂടിയല്ല ഇന്ന് നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ തുടരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഇവിടെയാണ് ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുടെ പിന്തുണ നരേന്ദ്രമോദി അവകാശപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നാം കാണേണ്ടതുണ്ട്. ഈ അടുത്തയിടെ നടന്ന തെരഞ്ഞെടുപ്പിലെ ഒരു നില പരിശോധിക്കുമ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആകെ 150 സീറ്റുകളിൽ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ 150 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നിയമസഭ ഇതെല്ലാം കൂടിച്ചേർന്നാണ്. അവിടെ BJP വിജയിച്ചത് 46, 150-ൽ 46 സീറ്റിലാണ് BJP വിജയിച്ചത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയാകെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള നിരവധി പ്രശ്നങ്ങൾ BJPയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇങ്ങനെ അപ്പം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ജനങ്ങൾ എതിരാകുന്നു. അങ്ങനെ ജനങ്ങൾ എതിരാകുമ്പോൾ അവരെ വർഗീയമായി ചേരിതിരിക്കുകയാണ്. ഈ സമീപകാലത്ത് ഇന്ത്യയിൽ നടന്ന വർഗീയ കലാപങ്ങൾക്ക് ഈ കൂട്ടർ നേതൃത്വം നൽകുകയാണ്. രാമനവമി, ഗണേശ് ചതുർത്ഥി, ഹനുമാൻ ജയന്തി,
ഇതെല്ലാം ആഘോഷ ദിവസങ്ങളാണ്. ആ ആഘോഷങ്ങളിൻ്റെ ഭാഗമായി മുസ്ലിം വിഭാഗത്തിനെതിരായി, മതന്യൂനപക്ഷത്തിനെതിരായി ശക്തമായ ആക്രമണം നടക്കുന്നു എന്നുള്ളതാണ്. ഗോരക്ഷയുടെ പേരിൽ ഇപ്പോഴും അക്രമങ്ങൾ തുടരുന്നു. മഹാരാഷ്ട്ര, ഹരിയാന, ഗുജറാത്ത്, ബംഗാൾ, ബീഹാർ ഈ സംസ്ഥാനങ്ങളിലെല്ലാം വർഗീയ കലാപങ്ങൾക്ക് സംഘപരിവാർ നേതൃത്വം നൽകി വരുന്നു. ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾക്കെതിരായി വലിയ തോതിലുള്ള അതിക്രമങ്ങളുണ്ടായി. ക്രൈസ്തവ വിഭാഗത്തിനെതിരായും ആക്രമണങ്ങളുണ്ടായി. അവിടെ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്ന സ്ഥിതി വന്നു. കേരളത്തിൽ മുസ്ലിം വിഭാഗത്തെയും ക്രൈസ്തവ വിഭാഗത്തെയും പ്രീണിപ്പിക്കുന്നതിന് പല രീതിയിൽ ആരാധനാലയങ്ങൾ, മതമേലധ്യക്ഷന്മാർ ഇവരെയെല്ലാം ഉപയോഗപ്പെടുത്തി ഈ ന്യൂനപക്ഷത്തിനെതിരായ ആക്രമണങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ശക്തിപ്പെടുത്തി മുമ്പോട്ട് പോകുമ്പോഴും കേരളത്തിൽ ഈ ജനവിഭാഗത്തിൻ്റെ പിന്തുണ നേടുന്നതിന് വേണ്ടി അവരെ തെറ്റിദ്ധരിപ്പിച്ച് അണിനിരത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നുള്ളതും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഗവർണർമാരെയും കേന്ദ്ര ഏജൻസികളെയും ഇവിടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ സാധാരണ ജോലി ചെയ്യുന്നവരുടെ തൊഴിൽ സമയം വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. കടുത്ത ചൂഷണം തൊഴിൽ മേഖലയ്ക്കെതിരായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഈ അനുഭവങ്ങളിലെല്ലാം നിന്നുകൊണ്ടുള്ള ഭാവി ചുമതല നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം. നിങ്ങളുടെ സംഘടനാപരമായ ഉത്തരവാദിത്തം, സംഘടന നേരിടുന്ന പ്രശ്നങ്ങൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റ് വിശദാംശങ്ങൾ നിങ്ങളുടെ സംഘടനാ നേതാക്കന്മാർ തന്നെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോവുകയാണ്. ഇതെല്ലാം കോർത്തിണക്കുമ്പോഴും 2024 ഇന്ത്യയിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി തൊഴിലാളി വർഗത്തിൻ്റെ ശബ്ദം ശക്തമായി ഉന്നയിക്കാൻ ലോകസഭയിലും രാജ്യസഭയിലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഭാവി എവിടെ ചെന്ന് നിൽക്കുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. ഈ ഗൗരവസ്ഥിതി നമ്മൾ തിരിച്ചറിയണം. നാം കേരളത്തിൽ ജീവിക്കുന്നവരാണ്. ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ സംഭാവന ചെയ്യേണ്ടവരാണ് നാം. 2016 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 91 സീറ്റിൽ വിജയിച്ചു. 2016-21 കാലത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനുള്ള അംഗീകാരം എന്നുള്ള നിലയിൽ 2021 തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് കിട്ടി. 140 41 സീറ്റാണ് UDF-നുള്ളത്. 99 സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. 2016 വോട്ടിന്റെ കണക്ക്, 2021 വോട്ടിന്റെ കണക്ക്, 2019 ഈ വോട്ട് അവിടെ പോയി. 2019 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 20 പാർലമെന്റ് സീറ്റിൽ 1 സീറ്റേ ജയിച്ചു, ആലപ്പുഴ. ബാക്കിയെല്ലാം തോറ്റു. നമ്മുടെ ഈ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ നില നോക്കിക്കഴിഞ്ഞാൽ തോൽക്കാൻ പാടില്ലല്ലോ. ചിലരെങ്കിലും വിചാരിച്ചു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുകയാണ്, കോൺഗ്രസ് അധികാരത്തിൽ വരികയാണ്. നമ്മുടെ സർവീസ് മേഖലയിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ LIC-യിൽ ഇന്നും നിങ്ങൾ നടത്തുന്ന പോരാട്ടത്തിന്റെ അടിസ്ഥാനം ആരംഭം എവിടെയാണ്? 1991 നയമല്ലേ? അവിടെ നിന്നാണല്ലോ സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണവും ശക്തമാകുന്നത്. പിന്നീട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി വകുപ്പും മന്ത്രിയും വന്നില്ലേ നമ്മുടെ രാജ്യത്ത്? ഈ സാഹചര്യം ഉണ്ടായില്ല. ഇത് വളരെ ഗൗരവമുള്ളൊരു രാഷ്ട്രീയ അന്തരീക്ഷമല്ലേ? എന്നിട്ടും 2019 തെരഞ്ഞെടുപ്പിൽ ഈ തെറ്റായ പ്രചാരവേലയിൽ പെട്ട് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. നമ്മളോടൊപ്പം നിൽക്കേണ്ടവരും തെറ്റിദ്ധരിച്ചു.
അതിൻ്റെ ഫലമാണ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലേക്ക് നമ്മൾ എത്തിയത്. പാർലമെന്റ് തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം 21 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായല്ലോ. ഇത് അങ്ങനെ മാത്രം കണക്കാക്കി വിടാനാവുന്നതാണോ? വർഗപരമായി നാം നേരിടുന്ന, ദേശീയ തലത്തിൽ നേരിടുന്ന അതീവ ഗൗരവമായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിലുള്ള നമ്മുടെ ശബ്ദം ഉയർന്നു നിൽക്കണ്ടേ? ഇപ്പോ ഒരു കരീമിനെ, എളമര കരീം എന്ന് പറയുന്ന രാജ്യസഭയിലെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സഖാവ് കരീമിന്റെ ശബ്ദമാണ് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ ശബ്ദമായി ഉയർന്നു വരുന്നത്. അതല്ലേ യാഥാർത്ഥ്യം? പാർലമെന്റിൽ നമ്മുടെ നിലപാട് ശക്തമായി ഉന്നയിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഈ തൊഴിലാളി വിരുദ്ധ നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ? ഈ ഒരു സാഹചര്യമുണ്ട് എന്ന് ഗൗരവമായിട്ട് നമ്മൾ കാണും. ഈ സാഹചര്യം അതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മുടെ ശക്തി പ്രകടമാകണമെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ പങ്ക് വഹിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പ്രതീക്ഷിക്കാനാവുന്ന ഒരു സംസ്ഥാനവും ഇന്ത്യയിൽ വേറെ ഇല്ല ഇന്നത്തെ നിലയിൽ. അതുകൊണ്ട് ഇവിടെ ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ച് നമുക്ക് മുന്നേറണം. ഇപ്പം കേരളത്തെക്കുറിച്ചൊരു ആക്ഷേപം ഉണ്ടായിരുന്ന ഇതൊരു പെൻഷൻ ഗവൺമെൻറ്റാണ്. പാവപ്പെട്ടവർക്ക് അങ്ങേയറ്റത്തെ സഹായം ചെയ്യുന്ന ഒരു ഗവൺമെന്റ് അല്ലേ? ഇപ്പൊ കടം വാങ്ങാൻ പോലും അനുവദിക്കാത്ത നിലയിൽ സാമ്പത്തികമായി ഞെരുക്കുകയാണ്. എന്നിട്ട് കേരളത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് കേരളം കൂടി ഇല്ലാതായി വന്നാൽ എന്താവും നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി? പ്രത്യേകിച്ച് തൊഴിൽ ചെയ്യുന്ന വിഭാഗങ്ങളിൽ ഇത് ഗൗരവത്തിൽ നമ്മൾ എടുത്ത് 2024 തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ക്ഷേമം മാത്രമല്ലല്ലോ, വൻകിട പദ്ധതികൾ നമ്മൾ ഇടപെട്ട് തുടങ്ങിയല്ലോ. ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയപാതയുടെ വികസനം, മലയോര ഹൈവേ, തീരദേശപാത, വൈദ്യുതി പദ്ധതികൾ, ഇങ്ങനെ നാനാമേഖലകളിൽ വൻ മുടക്കുള്ള പദ്ധതികളിൽ ഏർപ്പെട്ട് നമ്മൾ ചെയ്യല്ലേ. എല്ലാ വീട്ടിലും ഇന്റർനെറ്റ് കണക്ഷൻ, എല്ലാ വീട്ടിലും തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ എല്ലാ വീട്ടിലും വൈദ്യുതി കണക്ഷൻ ഇപ്പൊ ലഭിച്ചു കഴിഞ്ഞു. എല്ലാ വീട്ടിലും വാട്ടർ കണക്ഷൻ, എല്ലാ വീട്ടിലും ഗ്യാസ് കണക്ഷൻ, എല്ലാ വീട്ടിലും ഇന്റർനെറ്റ് സൗകര്യം, K4 വഴി. ഇങ്ങനെയൊരു മാറ്റം ഇവിടെ ഒരു വൈജ്ഞാനിക സമൂഹത്തെ സൃഷ്ടിക്കാനും അഭ്യസ്തവിദ്യരായ മുഴുവൻ ആളുകൾക്കും തൊഴിൽ ലഭിക്കാനും കഴിയാവുന്ന നിലയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോവുകയാണ്. പ്രതികൂലമായ ഘടകങ്ങൾ നിരവധിയുണ്ട്. പഴയതുപോലെയാണോ? ഇത് മനസ്സിലാക്കിക്കൊണ്ട് 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ഇവിടെ കേരള ഗവൺമെന്റിനെതിരായി വരുന്ന പ്രശ്നങ്ങൾ ഉയർത്തുന്നതിൽ UDF ഒരു മുദ്രാവാക്യം ഉയർത്തിയാൽ അത് BJP ഏറ്റെടുക്കുന്നു. BJP ഒരു മുദ്രാവാക്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് UDF ഏറ്റെടുക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ധാരയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രം കേരളത്തിലുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷം ജയിച്ചേ മതിയാവുള്ളൂ. സാഹചര്യങ്ങളിൽ മാറ്റം വരുത്താൻ അതിന് നമ്മുടെ കുടുംബാംഗങ്ങളെ സജ്ജമാക്കണം. അതാണ് നേരത്തെ പറഞ്ഞത്, പരിസരവാസികളെയും നാം സജ്ജമാക്കണം. നമുക്ക് ഇടപെടാൻ കഴിയാവുന്ന എല്ലാ മേഖലകളിലും ഈ സന്ദേശം ശക്തിപ്പെടുത്തി മുമ്പോട്ട് പോകുന്ന സമീപനം നമ്മൾ സ്വീകരിക്കണം. നിങ്ങളുടെ LIC എംപ്ലോയീസ് യൂണിയൻ്റെ 51ാം വാർഷിക സമ്മേളനം നടക്കുന്ന ഈ ഗൗരവതരമായ സാഹചര്യം, ഈ സമ്മേളനം നടക്കുന്ന ഈ സാഹചര്യം അതിൻ്റെ അർത്ഥത്തിൽ പരിഗണിച്ചുകൊണ്ട് ഭാവി രാഷ്ട്രീയത്തിൽ നാം നടത്തിയ പോരാട്ടങ്ങൾക്ക് ഫലമുളവാക്കാൻ LICയുടെ നിലനിൽപ്പ് ഈ കടുത്ത സമരങ്ങളിലൂടെ തന്നെയാണ്. അത് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് അങ്ങേയറ്റത്തെ പ്രചോദനവും പ്രതീക്ഷയും നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു സമര പാരമ്പര്യമുള്ള ഈ സംഘടന, ഇപ്പോഴും സജീവ സമരത്തിൽ നിൽക്കുന്ന ഈ സംഘടന ഈ ഭാവി രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നതിലും നിങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റും എന്ന പ്രതീക്ഷയോടെ ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നു. അഭിവാദ്യം. Comrade President, Comrade P.P. Ramakrishnan,
Vice President of the CITU, Kerala State, Shri Ajish, the Senior Division Manager of Calicut Division, Comrade Kunni Krishnan. Of course, he was the leader of Calicut Division earlier, but now he is in the role of General Secretary of the All India Insurance Pensioners Association, Comrade Kunni Krishnan, Comrade P.P. Krishnan, the President of the South Zone Insurance Employees Federation, and other office bearers, Gopinath and Shiva Subramaniam, and leaders from other organizations and trade unions who are here, and my dear comrades of LIC Employees Union, Calicut Division, former leaders and present cadres who are here. I greet you on the occasion of the 51st Annual Conference of LIC Employees Union, Calicut Division. Long ago, 1973, when Calicut Division was formed, it was formed along with some other divisions because till 1971-72, there were only 40 divisions in the country, whole of the country. Then in 72, there was a decision to expand the divisions, and as a part of the expansion of the divisions came Calicut. Calicut Division was earlier, most of the part of it was earlier under Coimbatore Division. So normally Coimbatore being a Tamil Nadu division, Calicut being a part, English was the language which used to be discussed. But after formation of Calicut Division, Malayalam became the discussion, the language for discussion in this. So in 1973, Calicut Division was formed. Comrade Warrior was the first president, right? Warrior was the first president. And Comrade Ravindranathan was the first general secretary. He came from Bombay. Then Comrade Achyutan, who is a very senior comrade. Today I had an occasion to go to his house and meet him. Comrade Achyutan and Comrade Ravindranathan as a combination. For a long time, the Calicut Division worked, and it became one of the strongest divisional unions of the All India Insurance Employees Association. So this is about the history of Calicut Division. So what I was wanting to say was, when Calicut Division was formed in 73, what does it mean? Its age is now 50 years. That means a unit which was formed in 1973, today it is 50 years old, but not old, still young. When I see the people who are here, the ages may be older, but coming on a Saturday, sitting on this conference, particularly women employees, I counted them here, and Kunni Krishnan showed me that on the top of it also there is a small hall where people are watching this, and there also women employees were there. Total I could see more than 106 women employees on a Saturday, which is a holiday. So it can be still called a division 50 years old, but a young division at heart and activities. I am not trying to praise you because I am here to talk to you and you are hearing me. No, not for that. But because today the maturity levels, the experience levels are needed. At the same time, the activity also should be there. The strength of the activity also should be there, because today LIC as an institution is facing one of the biggest challenges today. Senior division manager here, he knows about the business and other things. So today LIC in which we are working is facing a big challenge, and we have to stand up to the challenge. Similarly, Comrade Ramakrishnan, he was explaining about what is happening around us in the world, in the country. A few days ago, the government has released the GDP figures. You know what is a GDP? All of us together we are working in insurance, working in a factory, working in a field, all these people, the output together roughly, whatever the output comes, if that is taken, that is called gross domestic product, or the wealth created by the people of this country in that particular year. It says the government was happy, Modi ji was also happy,
the growth rate was 7.2%. And the government started saying that we are the fastest growing economy. Of course, we have crossed China in population. Right? In population, we have crossed China. But to cross China in economy, it will be very difficult because they are $18 trillion. Trillion is 1 lakh crores and 1 lakh crores of the dollars. So they are $18 trillion and we are around $3.5 trillion. The gap is huge. Of course, the population gap has been reduced. We are equal, little more than them. So when the Indian government was saying that the GDP growth rate is one of the best for us, simple point is, I got 4 marks last year and this year I got 6 marks. What is the increase in the percentage? 4 marks I got last year, 6 marks this year I got. 6 minus 4 means 2 addition. Over 4, what is 2 addition? It is 50%. When the base is less, your percentage is higher. Suppose I got 10 marks last year and 12 marks this year, but my percentage will be only 20%. So if the base is low, the growth percentage will be low. So similarly, our Indian economy's base was lower. So the growth rate is showing a 7.2%. But economists are arguing that the 7.2% also may not be true. Okay, let us wait for the final figures. But I am not on that point. My point is, when we relate it to LIC, LIC wants premiums. Premiums come out from where? From the savings. Savings means what? Income minus expenditure. I get a salary, I spend something for my family. Whatever is remaining is saving. From that comes the premium. So, if 7.2% growth rate is there, why did not LIC grow in May, April, May? Of course, LIC's growth rate for the last financial year was very good. But April, May, there was some problem. If this growth rate is there, why LIC did not grow? Why banks did not grow, you may ask. Point is, all the economists are coming to one single point, that though there is a growth rate, only 20% are getting the benefit of the growth rates. 20% are getting the growth rate. All others are called steerage. Steerage means, suppose there is a ship. You know, I don't know whether Kerala has got any cruise ships where on the sea you'll go on a ship and for tourism. In that, on a ship, there are luxury cabins. Those who are traveling luxury cabins, they are travelers. But steerage means those who stay on the deck, ordinary people. So economists have coined a word that 20% are getting this advantage of the 7.2% growth and 80% are steerage travelers. That means they are normal people. So if 80% of the people are not benefited by this growth, what will happen? This 20% are benefited, okay, but 20% will not purchase 100 soaps. Suppose I got huge money, merely because I have got huge money, I will not go to market and say 5 Mysore sandal soaps, 5 Lux soap, 20 is this soaps. No, I will take only 2 or 3 soaps. So 20% who are getting the higher income with them, they are not spending it. But 80% who are getting very limited income, they don't have savings to go for any other insurance or anything. This is one point which we have to see in the economy which is reported. Secondly, if you see the whole country, why this is happening? If the economy is growing, but why it is coming less to the majority of the people and it is going more to the smaller number of people?
We have seen about Adani. Unfortunately, in the Adani episode, TV channels and newspapers, they did not write much about Adani. They did not write much about Modi ji. They wrote about LIC. This is my problem. I think you should have seen Republic TV. What is his name? Arnab Goswami. Republic TV, when I was watching, when this Adani issue was going on, he was saying, why LIC did this? Arey, Adani got it, and Modi may be behind this, all these things, but why are you not bringing their names? He was only shouting, why LIC is doing this? People want to know. Anyway, today's LIC is little safe, because the total investment of LIC in Adani Group was 31,567 crores, 31,567 or 31,562 crores. And as at 31st March 2023, the share value, if you take, 26th May 2023, very recent, 26th May 2023, if you say, it is 14,000 crores more than what the purchase price was there. So LIC as on date is comfortable. You can also tell the agents and others, if at all they have got some doubt, they can check it up also. Now LIC's investment, which was 31,000 crores, it is now 45,000 crores as per the present stock market value. But at that time, they were attacking LIC. What is LIC doing? Okay, whether the investment was right, wrong, all those things apart. But how Adani grew to be such a big man within a short span? Very few number of years, how Adani became big. Without the help of the government, he could not have become. But nobody was prepared to discuss that. Only SBI, LIC. So today, because of the economic policies of the government, if there are attacks on public sector, who should be criticized? The government policy should be criticized. Oh, okay, we criticize here. But in the public media, it is the public sector which is being criticized. For example, today, BSNL, in Hyderabad, I was not getting the BSNL signal properly. I don't know about Calicut. I stood with BSNL for a long time, right from the day I took this. Because I was asked one long time ago in Delhi, where we had a big convention on the near Parliament. After the convention was over, when I was coming down, one senior gentleman stopped me and asked, what is your name? I said, I am Venugopal. Okay. You are talking about public sector. I listened to you. Good. But what is your telephone number? I said 9440994433. Oh, BSNL. Okay. He went away. Because he said, you talk about public sector, but you don't protect the public sector. That's what he was trying to say. But that is another thing. But that same BSNL today is under problem because the towers are not properly maintained. When I asked the BSNL Employees Union, I think tomorrow our BSNL comrades also will be here. Today is here. When I asked the BSNL comrades there, Samba Sivara, who is the secretary of BSNL Hyderabad Circle, he told me, in the towers, others also can land on the same towers, other operators also. But whoever is having that tower, as using the tower, there will be some batteries which have to be changed repeatedly, which BSNL is not in a position to do. Because the government is not funding them properly. So today, the same economic policy where there will be growth in the economy, but it goes to 20%, that economic policy, same economic policy, is trying to kill the public sector also. Same economic policy. Why? I will not take much time. Why? All of you must be knowing what is privatization, what is liberalization, what is globalization. I used to tell our Tamil Nadu divisions, whenever I used to go to Tamil Nadu, I don't know what in Malayalam you call it, in Tamil, liberalization is called Dharalamaya. Globalization is Ulagamayam. And privatization is Taniyamayam. Taniya means separate.
Taniyar mine. In Telugu also, I am from Telugu speaking area. So we have, in Malayalam also there will be. So we used to talk about liberalization, globalization, privatization, globalization like this. But today when we see, simple point is, when there is globalization of capital, where everywhere it wants to go, the capital which wants to come and take over your country, they don't want the public sector to be there, because public sector will come in their way. So public sector to be privatized is a part of this policy. And Modi government is a government which want more liberalization and more globalization. And that's why today we see attack on public sector in a big way. Tomorrow when this convention is there, we'll talk about statistics more and more. Today, briefly only I can tell you that the profit of 67 public sectors is more than 2,18,000 crores. 2,18,000 crores. And government is going to get a dividend of 67,000 crores from all these public sectors. So public sectors are good. But in the name of public sector, people are trying to, our government is trying to attack public sector banks and public sector insurance and public sector. So you are part of that attack from the government as a policy. Some of us may like Modi, some of us may like BJP also, I don't know. But point is, it is not Modi I am talking about, it is about the policy which is there, which is going to attack the LIC and public sector. Otherwise, where was the need for the disinvestment of LIC? All of you are aware of disinvestment of LIC? That is 3.5% of the LIC shares were sold. Some of you might have purchased also. You don't raise your hands. That will be difficult for you. Don't raise your hands. But some of you might have purchased and you must be thinking, what is this? The rate is only 600 rupees today. I purchased for 949 rupees at that time. Some people might be thinking about it. So today, after IPO, there are many things which are coming out. AEA said, don't sell the share of LIC. What is the need? Briefly, our first argument is LIC is not morally owned by the government. Technically, yes. But morally, LIC is not owned by government. LIC is a cooperative society of 42 crore policyholders. There is a cooperative bank, LIC employs cooperative bank, Calicut is here. Who owns it? There is a committee, there is a president, there is a secretary, directors are there. Are they owners? Who are the owners? The people who have put up shares there and they are the members, they are the owners. Similarly, it is the policy holders because of whose money LIC has grown. How it has grown? I told you 1972 there were only 40 divisions. Today how many divisions are there? More than 106 divisions are there. This is expansion, new divisions, new branches, new buildings, new staff, new salaries. Who paid for that? It is a policyholder's money. If the expansion is paid by the government, government can be called the owner. But who paid for the expansion? Policyholders. From their funds we paid. Then there was, after IRDA bill came and private insurance companies came, there was something called solvency margin. Solvency margin is an amount between the number of claims to be settled and the assets you have to settle it. Cash assets in your pocket and whatever you have to give. Between that, whatever difference is there, 1.5 times you have to keep it is called solvency margin. Let us not go into detail. Solvency margin. Solvency margin, who has to put it? The owner. But who put it up, the solvency margin? Policy holders. So in every way, moral, technical, every way, LIC belonged to the 42 crore policy holders, not to the government. Because government had only 5 crores. But how government
sold it because technically, as per the act of the parliament, government is the owner. But it is policyholders whose money was involved in that. That is why, on behalf of the policyholders, Sri Thomas Isaac and some other intellectuals have approached Supreme Court also, how it can be done. But unfortunately, Supreme Court said, already the government has released the notification, we can't stop it now. So anyway, simple point is, this is not the government's money, it is the policyholders' money. So we said you cannot do it. Number two, why should you do it? Do you need money? Does LIC needs money? Or the money which you get from the sale of the shares, where will it go? Suppose 26,000 crores has come. Where did it go? After selling the LIC shares, where did the money go? Did it come to LIC of India, central office? No. Where did it go? It went to the central government. So you sell my assets and you get money. So where is the need for LIC policyholders to get this? They did not get it and they don't need it. So we have been telling what you are doing is wrong, stop it. They went ahead. Today what do we do? Today there is a government goes to the IPO and criticism is on LIC. Why? People write LIC share 949 rupees is now selling at 599. You tell me whether the division office is this side, no? This side, okay. Whether the Calicut division office value has come down. I think the book value should be around 50,000-60,000, maybe a little more. But what is the value of Calicut division office building? Has it come down? Market value of LIC Calicut division office building, has it come down? After IPO of LIC, has it come down or gone up? It has gone up. So where is the strength of LIC has not come down. The number of assets of LIC, earlier 39,000 crores, 39 lakh crores, now it is 42.37 lakh crores. Has it gone up or come down? Assets have gone up. Then the number of policyholders have gone up, and the total premium income in 22-23 if you take, March 23 if you take, total premium income, it has crossed last year's total premium income and 4,74,000 crores with an increase of around 5.85%. And first premium income increase is 16.67%. So LIC premium has increased, first premium has increased, total premium has increased, market share has increased. So where did the strength of LIC come down, you tell me? Why the share value is not rising? And LIC declared 3 rupees bonus shares for the people. After 26th May was the board meeting, from where they have declared that. So where is the strength of LIC coming down? LIC strength is going up, but how the share value is coming down? Let me tell you 3 examples. You know Coal India? Coal. Coal India is in profits or losses, you tell me? It has to be in profits. Because coal is to be purchased, they fix the rate, they take out coal and sell it. And what is the Coal India profit in 22-23 financial year? 28,125 crores. 28,125 crores. So Coal India is a profitable organization. Forget LIC. Coal India disinvestment started in the year 2010. How many years ago? 30. It is difficult no, nowadays, because now you are only sitting before the system. FEEP will be there, you operate it, so everything, subtraction, addition, everything will be done by the system. Anyway, forget it. 2010 means 13 years ago, and in 2010 October, the rate was 245 rupees. The IPO rate, one share rate was 245. I checked up day before what is the rate of Coal India after 13 years.
229 rupees. Initial rate was 245. Today, the Coal India rate is 229. Coal India with a profit of 28,000 crores. Profit is going up. Coal India is strong. Why the share is low? Another example. You know ONGC? Oil and Natural Gases Corporation. Is it profitable or not? You tell me. Gas we need, natural oil we need. It has to be in profits. And ONGC profit was 50,395 crores in 22-23. 50,395 crores. Profitable? Okay. In 2004, ONGC went for disinvestment. The IPO, the value first rate was 750 rupees. But those shares are split now. So I have taken the split shares into the present value, that is coming to 710. 750 was the rate at which it was sold, 710. And ONGC is the most profitable organization. Take insurance, New India Insurance. New India IPO was given or disinvestment started in 2017 November, 800 rupees. What is the present rate of New India share? It was sold in 2017 November for 800 rupees. What is the present share value of New India? Yesterday, day before I checked up, 119 rupees. New India is in profits. It is the best company, highest market share. It has got Europe, America, branches everywhere, and it profits at 1,245 crores profit, biggest profit in the general insurance sector, including the private companies cannot come nearer to New India. But New India share is 118 as against 800 rupees. Why all these examples I am giving you? Point is, in the market, share market, which is dominated by the people with a mindset. What mindset? That public sector is bogus. Their shares will not go. Such a mindset, anything related to public sector or government sector, they are not going to allow it to grow. And LIC has, unfortunately, government took it to such a market. So today when that is going on, LIC can give a dividend, but it cannot make the market purchase at a higher price. That is the problem. So after IPO, when we said don't go for that, the government has created this problem. But we should tell our comrades, right from development office, agents and everybody, that it is not the strength of LIC that has gone down, but it is the general mindset of the people who are operating in stock market that looks at a public sector as a very, very low performing sector. So after IPO, these things have come. And second thing which has come after IPO, of course, our senior division manager here, he may not relish it because one thing is, he has not decided that. I know that. He has not decided on that. One thing is, earlier, whenever there was a valuation, with profit policies or participating policies and non-participating policies, without profit policies, both of them are valued in the same basket. Initially, LIC was having biennial valuation, 2 years valuation, and subsequently it came to yearly valuation. So yearly valuation of the policies is done. Both with profit and without profit policies are put into the same basket. And the bonus which comes out of without profit policy or profit which comes out of without profit policies, where will it go? I am a with profit policy, so I get the bonus. You are a without profit policy, but what profit that generates, it also goes to whom? The common basket, that is some policyholder with profit policies, man, it goes there. So because it is a single basket, but now what they did? They have separated the baskets. Without profit policies, when the additional amount comes out of the investment of that policies, that should go to the shareholders. 2 baskets. With profits, okay, you get your bonus.
without profits, that amount which is generated additional, that will not go to the policyholder, it goes to the shareholder. That's how you see the LIC shifting some amounts from the reserve fund and also solvency margin to shareholders fund. That means a bonus which should have come to the normal policyholder in the name of disinvestment, when shareholders are coming up, to the shareholders account it is being transferred. Okay, LIC is trying to keep the bonus. Now we have to see what will be, because after the results are announced officially, we will know that. But this is one area where the policyholder is being hit. But LIC should maintain something for the policyholder, that they are trying to do. But had not a government intervened to sell the share, LIC would have been very comfortable in these areas. So the difficulty or the challenge before the LIC, who is the reason? Not the senior additional manager. I don't say not even the chairman. It is the government of India which has made it. So that government you should understand. Comrade Kunni Krishnan is the General Secretary of Retired Employees Association. He is taking up with the government that the family pension, LIC has recommended 4 years ago to increase it to 30% maximum. That is pending with the Finance Ministry. Banks have cleared it. RBI has cleared it. Regional rural banks also have cleared it. LIC is not cleared. When we were asking, there seems to be a problem from the Finance Minister herself. Because once she told our South Zone comrades, when they met her at Chennai, she told, you people have made my life miserable. How? Because you were campaigning against the IPO or selling of the LIC, you were campaigning, you made my life miserable. So this is the Finance Minister, the government, who is not happy with LIC employees because we oppose the IPO. But her selling the IPO has created these problems for the LIC today. So we have to tell our comrades, our public, that LIC is strong today, don't worry about it. That share value does not reflect the strength of LIC. If you see the statistics of LIC, how much is the asset value, how much of the premium income it has got, what is the share value, what is the market share of LIC, if you see, you have to campaign on that to the policyholders and others, so that our strength is known to the public also, number one. Number two, then this Adani came, as I told you, people started attacking only LIC. I think in Tamil Nadu, I don't know about Kerala, Tamil Nadu, there were discussions. The policyholder come to the office, sir, some papers are writing that our money is not safe in LIC. What do we do? Should we surrender? So our people who are sitting in the cash counter, our people who are sitting in the, front and single window system, they have to convince them, no, this is our strength, this is LIC's money, this is this much, don't worry about it. And you continue your policy, you can take new policies also. For 1 month, we lost the business also. February 2023, we lost 22% of the business. Luckily, because of the overall financial year, we could go through and 16.67% growth rate was there. Otherwise, that February effect was very huge. But are we responsible for that? Adani issue? But because this is a public sector, the TV like Republic TV and others, they will not attack Adani, they will not attack Modi, but they will only attack you, Life Insurance Corporation. So, we have to be clear about that first. We told the government that Adani should be probed by a parliamentary committee. That was our demand also, like the opposition demand. But we requested Congress, sir, it's okay. We support your demand for a probe, a committee of the parliament to go through Adani. We support you. But please don't have a demonstration before LIC office. Because they gave a call for demonstration. I don't know what happened in Kerala. I don't know. But they gave a call for demonstration before the LIC officers. We said that will take away the confidence of the policyholders. So we, as union, we had to talk to them. We have to tell them. So why we have to do it? Because we know if the confidence is gone,
The restoration of confidence takes time. So we told Congress also, Republic TV can attack LIC, some other channel can attack LIC, but why you should come before LIC office and demonstrate? This is not LIC's fault or the senior division's fault or the policyholders or employees' fault, but we told them one thing you can be sure is that as All India Insurance Employees Association, we fought in the parliament, supported by the left, supported by the CPM. When we fought in the parliament, one thing, at least one thing we could secure was the government guarantee for LIC policies remains same in the same LIC Act. It was not withdrawn. They wanted to withdraw that. You know what is government guarantee? It says all monies under sum assured and bonuses, if any bonus is there, they shall be guaranteed by the government of India for payment. In case LIC cannot pay it, government of India has to do it. That is a provision in LIC Act 1956. Government wanted to withdraw it. We could fight to that, see that it is there. So we can tell the policyholders at that time, so don't worry, this guarantee is also there. Not that guarantee was ever necessary for us. Guarantee was never necessary for us. We were, even today after Adani also, we are paying claims. Even 31st March 2023 claims, we had to follow up claims and ask them to come and pick up. It was not as if we were not in a position to pay the claims. So we have to give all these details to the public, and our campaign should be to see that LIC's strength is again re-established before the people. Today, even this issue of the Adanis is also, political issue is there. But as far as our shares are concerned, as I told you, as against 31,560 crores, the shares on 25th May, June 2023 are 45,000 crores. So as of now, LIC is out of that problem also. So now is a point for the LIC management and also employees to be together and see that the LIC business goes forward. How it can go forward, LIC management, we have been telling the new chairman also, you have to come out with some more, tactical lines to overcome the new business problem. See, there are certain issues, certain divisions where the policies, Bima Gold policy, many of those Bima Gold policies are now, I think they are going to mature right now, because I think 2006 was the Bima Gold 1 and 2023 means 20 years that term period is coming. So some good policy should come, and LIC management, we told them also, you should not insist only on non-profit or non-participating policies alone. If you don't ask for participating policies, where is the premium going to come from? Because non-participating policies, the premium will be less, because it is a mere coverage of the risk, whatever risk it is. So we have requested the LIC management to come out with alternative mechanism, including bank assurance. See, there is a huge market of bank assurance. Earlier we used to have tie-ups with the banks also. But today, every bank, if you see the number of private companies, there were 24 private companies, now it has come down. The Exide Life Insurance is merged with HDFC. So there are only 23. Apart from LIC, there are 23 companies. You see, there are 6 to 7 banks themselves in the companies. So the earlier banking system, which used to be part of our bank assurance, they are having now their own banks. For example, we had Corporation Bank for our bank assurance. We had Andhra Bank in AP and Telangana. But today, both of them have become part of Union Bank. And Union Bank is having an insurance company. So bank assurance is becoming a difficult thing. So how to do it? But I don't know about Calicut division. Many divisions, bank assurance is having only one manager or branch manager or whatever it is. How it should be done? Because this is the area where LIC also has to compete and get more premium. So these are the technical things which the LIC management we have been requesting to do it. And from our side,
We have to give the necessary confidence to the policyholders and see that the LIC grows, and because only when LIC grows, the people's money is safe. Simple point. Only if the LIC is strong and it grows, people's money is very, very safe. Otherwise, again, pre-nationalization days will come back. So we have to give that message, and that should be the part of our activity for the next 1 year. But today when we talk about organization, we will be saying people are becoming, our cadres are becoming old. Normally we say, comrade, I was the branch secretary for a long time, but I have been seeing young people also coming forward to take up. And there has been recruitment in 2009, around 200 people were recruited. And 2020 there was a recruitment that was limited for Calicut division, around 27 or 26 people were there here. So recruitment is coming, but our demand for the LIC management is that there is a need for another 6,000 assistants in LIC. That should be taken up immediately. LIC management agreed, but why are they not doing it? Because they have to go to the government. Why should they go to the government? Now they say LIC is a company. Under company law, you see, LIC is a company. Under company law, there is a company secretary for LIC now. And it is, they say that LIC should independently function. You say everything. While disinvesting LIC's money, you say freedom shall be there for LIC. Freedom shall be there for what? To go to government every day. Freedom for what? Freedom to go to the government every day. No. You have to give the functional autonomy to the LIC. That is our demand today, so that LIC can take its decision in the interest of the organization. So, if you see recruitment itself or other areas, LIC should have functional autonomy. That should be our demand. So, when we have all these demands, when we want our pension to be increased, our wage revision should be increased, all these demands, how could we achieve all these things all these years? You tell me. How could you achieve it? You could achieve it because Kunni Krishnan, or because P.B. Krishnan, or because Gopinath. No. You could achieve because of the unity exhibited by you. As I told you, out of 505 employees in 505 Kozhikode division employees, more than 240 people are women. Huge number of women employees are there, and their activity is also reflected here, where they are coming and sitting here and working, non-working day, a holiday. So activity levels are there. But only simple thing is, what is unity? They are here, you are here, I am here, everybody is here, we are here. You are looking at me. Some people are looking at me, but still not listening to me. Some people do that. They look at me, but they don't listen. When you go to a movie theater, you go to a movie theater for what? Some people watch it, enjoy it. Some people sleep because it is an AC theater. Some people simply will be talking to each other because there is no proper place outside to talk. So everybody goes to a movie for their own reason. But what is unity? Unity is not only unity of sitting together, unity of thought also. When you think similarly, that unity of thought is a thing which is necessary, that unity is the unity which is needed by the organization today. Why do you want us to again listen to this? Because today, your mind is being disturbed by people who are not for the working class. They are against the working class. Their laws, their policies are against working class. I told you how amount is generated but going to few people. How public sector is attacked. How public sector is attacked and again asked to look after itself. They will not talk about it. So that is the government. They don't want you to be united. They don't want to think on the trade union lines. They want you to think individually. And they want to think on the lines of religion. I know Kerala has got a strong tradition of social reforms. Narayan Guru and others were there. So
Kerala has got a tradition. Even today, you are under the rule of a party which believes and practices unity of the people, right from the question of health to the question of education to the question of allowing internet Wi-Fi facility to the people across the state. I have been following that. All these things are there, so you are lucky in the sense that there is a government which is trying to keep you united otherwise. But it is not so. But the comrade Pinarayi Vijayan is the chief minister. Can he come to your house every day and see what TV channel you are watching? If you are watching some TV channel, okay. But if you are watching some other TV channel, your mind is totally corrupted. The other day, our Prime Minister, he took a Sengol. Sengol means Rajdanda. In Malayalam, I don't know, because Malayalam, 50 or 40% Malayalam is Sanskrit. In southern language, Dravidian languages, Malayalam is one language which has taken more words from Sanskrit. So he carries that, like this. Then somebody sent me a video. He says how Narendra Modi ji was inspired by this Sengol carrying it like this. Then he said, on 6th May, he saw another video. That was Prince Charles, not birthday, Prince Charles was made the King of England, sworn in as King of England. Then he had 2 Rajadandas, like this he was carrying. He could not carry 2, but he could carry at least 1. But where is Raj? Okay, King Charles, he is a king. English people accepted him. We did not accept a king, did we? We are a republic. Australia, Canada, New Zealand, some other countries still have king or queen as their head. They are not republics. They are independent countries. They are still thinking what should be done. But India is a republic. We don't have a king or a queen. If a king does it, why should our Prime Minister should do it? We don't have kings here. Yeah, you had a king here. You had a king Cochin Samsthanam. Earlier there were so many Samsthanams. Samsthanam is state in Malayalam, na? Okay. Cochin, then Travancore. There are so many Samsthanams. But now there are no kings. There are only people elect the ministers and others, they'll be ruling. But where is the question of a king? But he perhaps, I don't know. That feeling was there. He has to walk like this. So he walked. Everybody saw it. People were emotional. So much emotional that first time one Prime Minister had the courage to carry it. Rajadanda is not the transfer of democratic power. Democratic transfer of power Allah. Rajaraja Cholan. He was the man, na? He was a king. He defeated somebody and took it in war. But this is not a kingdom. This is not a war. This is a democratic republic. But what is that symbol? Symbol is of a kingdom. So that sort of a thing is there, and people get swayed away. Shabash, shabash. They have done very well. Okay, if it is good, let it be good. But it is not good. If somebody people feel it is not good, you allow them to feel that it is not good. But the point which I am trying to make is not all this Sengol and Rajadanda. But finally, there were people who did not like it. They were attacked on the social media like anything. Who you know? Why should you think like that? Then somebody said, I am a Hindu. If any yajna or yaga or puja is to be performed, a single man can sit only if he is not married, or if he is a widower, or if he is divorcee, then only he can sit single. Otherwise, the wife should be there, at least her representation, a sari or a statue of a wife, somebody should be there. Like Rama did when Sita was not there. Ashwamedha Yaga, you know, it's called Ashwamedha Yaga. When Rama performs Ashwamedha Yaga, Sita was sent to Valmiki's ashrama. So she was not there. So he makes
Suvarna Sita, of course he was rich king, Suvarna Sita, and performs the puja. So somebody said he should have performed like that. Then he said, whether he performs with wife or not, who are you to say? So this is the way of, criticizing people who do not approve of the, either from a religious angle or from an angle of democratic thinking. People are not prepared to listen. Whoever criticizes the present government, people are not prepared to listen. Luckily, you are in a state where such things do not directly come on to you. Secondly, all these things are happening because that particular party thinks that if I cannot give 1 lakh jobs, 2 crore jobs, if I cannot create wealth, I cannot give additional things which I already promised, how can I go and ask for the votes? How can I go and ask for the votes? So only thing I can ask the votes will be emotional things. If I talk about my language, that's not powerful across the country, not powerful. Because Malayalam may be spoken by 4.5 crores, around 4.5 crores. Telugu may be spoken by around 9 crores, 8 crores. Tamil may be spoken like that. So, but that is not going to give me the whole nation. Then what? Then caste also will not do it. Which is the thing which is going to give me huge number of votes, major number of votes, that is religion. So on the basis of religion, a polarization is being done, and as middle class employees, sometimes we may fall for it. It is not that I am not saying don't follow a religion. You have a right to follow any religion which you want. You can go to a church, you can go to a temple, you can go to a masjid, whatever you want. But that should not come in the way of the unity where you have to stand united. Simple as that. I think last some 8 years ago, when I addressed your conference, I asked you a question. How many of you know Bhagavad Gita? Many of you know? No, I am not asking you to recite a sloka from Bhagavad Gita. I am not even asking you what is the full sloka of Yogakshamam Vahamyam. That is what the LIC's motto, no? So I am not asking you whether it is Ananya Chintayanto Mami Jana Paryupasate Tesham Nityabhayuktanam Yogakshamam Vahamyam. I am not asking you that, even that sloka. I am asking you, many of you know Bhagavad Gita. Okay? Bhagavad Gita says, Sri Krishna says to Arjuna, we have an Arjuna here also, one Arjuna is there in Calicut. But Arjuna drives the car very well. He can be a charioteer, but not Arjuna. So he tells Arjuna, Sri Krishna, that you have right only in doing the things. Karmanyeva adhikaraha te means to you. There is only right to do things. Karmani means doing things. Ma phaleshu, never in result. But Sri Krishna is very clever. He says, when I say to this man, only do something, don't expect any fruit out of it, then he may stop working. Then in the next 2 lines he says, but don't, ma phaleshu akarmani. But don't go away from the karma. Keep doing it, but don't expect anything. So this is what he says. But if the senior division manager is the person, don't worry sir, I am not saying anything about you. Senior division manager is the person who releases the promotion list. In the promotion list, somebody is not there. If he goes to the senior division manager and says, I did not get promotion, senior division manager can always say, Karmanyeva adhikaraha ma phaleshu kadachana. Will you accept it? Will you? Suppose the branch manager did not release the increment. Karmanyeva adhikaraha ma phaleshu. You keep on doing. Increment may come or not come. Will you accept it? Because that sloka is good for me when I want to go somewhere and pray, to get some solace, some rest here, but not the rest here, where I am hunger, I have got to pay my fees of my children. That sloka will not work there. You can't go to a school and say, I cannot pay fees and say sloka of Bhagavad Gita. No. So there are 2 things.
Saying something in a temple and get some sort of a relief is one thing, that is mental. But physical things, they cannot wait for these slokas. Physical things can wait only for the unity which can clinch you a promotion, which can clinch you an increment, and which can see that there is a process for increments and other things. That is given by the unity of the people. So, religion is in its place, good, but it cannot replace the unity of the people. Is it true or not, you tell me? In the office, it cannot replace. Can you have a photo in the office? Whenever somebody is not giving you a leave, can you go to the photo and say, Deva, I have not got leave, you have to help me? No. You will go say, where is our General Secretary? Yeah. Where is Biju? Why? No, my leave is not sanctioned. But Biju is not God. He is not Krishna. Biju is Vijayan, basically. Short form of Vijayan, Biju is sometimes. Okay. So, Biju is not a God. Biju is not 6-feeter. And Biju cannot fight 6-7 people at one time. And he cannot say like this and get you some prasad or something like that. But why are you going to Biju? Simple point is, Biju is before me, I can see him. And Biju is a strength of 502 LIC employees in Calicut division. So comrades, this is true or not, you tell me. If this is true, how to keep the unity? Simple, there is no big theory. Theory is, if you want to have religion in your mind, have it at home, perform whatever you want to, puja, vagara, vagara, in the home or in the temple or whatever it is. But when you come to office, when you come on the streets, when you come for unity, there, let this not distract you. Only thing which should be there is how to clinch and how to achieve our ambitions and our goals. That should be the unity which should be in our minds, comrades. I am not saying this thing for any other thing to tell you that I know Bhagavad Gita. I don't know Bhagavad Gita full. I have memorized it long ago, but I don't remember that now. But not for that, but to tell us, our comrades, that what is the greatness of AIA? Greatness of AIA is that it has built unity across the country. When I go to Kashmir, Jammu Kashmir, Srinagar, there are, when I come to Calicut, southeast part of the country, or if I go to Puri, which is on the eastern coast, eastern coast of Odisha, or if I go to Punjab, western part, anywhere, when I go there, I know their problems. I know they will talk. Because the All India Insurance Employees' greatest achievement is, wherever you go, you see the same sort of unity across the insurance employees. That is a strength which we have clinched all the issues today. So keep it. Keep that unity. That's what I have been telling you. So comrades, my greetings to you all on this 51st conference. The Calicut division has been a beautiful division with unity across the division. Keep it up and let the campaign which we have to do to protect LIC also be carried on. Also the political campaign about the unity of the people which should be there. With these words, I once again congratulate you and greet you on the 51st conference. Thank you very much. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ കെ ബാഹുലേയൻ, പ്രസിഡന്റ് LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ശ്രീ TP രാമകൃഷ്ണൻ MLA, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CITU, യോഗത്തിന് സ്വാഗതം അർപ്പിച്ച ശ്രീ K. ബിജു, ജനറൽ സെക്രട്ടറി LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട LICയുടെയും മറ്റ് പബ്ലിക് സെക്ടർ സംഘടനകളുടെയും ഒക്കെ പ്രതിനിധികളെ, എൻ്റെ പ്രിയപ്പെട്ട എംപ്ലോയീസ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഭിമാനപൂർവ്വം നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഓർഗനൈസേഷൻ നടക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് LIC എംപ്ലോയീസ് യൂണിയനും LIC എംപ്ലോയീസും, അതുപോലെ അതിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള യൂണിയനായിട്ട് പ്രവർത്തിക്കുന്ന ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് യൂണിയനും.
ഈ 51ാം വാർഷിക സമ്മേളനം LIC എംപ്ലോയീസ് യൂണിയൻ്റെ കോഴിക്കോട് ഡിവിഷൻ്റെ 51ാം വാർഷിക സമ്മേളനത്തിന് എല്ലാ ഹൃദയപൂർവ്വമായിട്ടുള്ള ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് 2 വാക്ക് മാത്രം നിങ്ങളോട് സംസാരിക്കാനായിട്ട് എനിക്ക് അവസരം കിട്ടിയ ഈ അവസരത്തിനെ ഞാൻ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു പബ്ലിക് സെക്ടർ, എസ്പെഷ്യലി പബ്ലിക് സെക്ടർ ഓർഗനൈസേഷനുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ആ ഓർഗനൈസേഷൻ്റെ പൊതുവായ പ്രവർത്തനവും അതിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയീസും ആ എംപ്ലോയീസിനെ പ്രതിനിധീകരിക്കുന്ന എംപ്ലോയീസിൻ്റെ യൂണിയനും അത് ഒരു സിനർജിയിൽ പ്രവർത്തിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഓർഗനൈസേഷന് വളർച്ച ഉണ്ടാകത്തില്ല. അതിന് ഏറ്റവും നിതാന്തമായിട്ടുള്ള ഏറ്റവും നമുക്ക് മുന്നിൽ കാണിക്കാവുന്ന ഒരു ഉദാഹരണമാണ് ഇന്ത്യയിൽ LIC എന്ന് പറയുന്ന ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനവും ആ സ്ഥാപനത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിക്കൊണ്ട് അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് യൂണിയൻ എന്ന് പറയുന്ന എംപ്ലോയീസിൻ്റെ യൂണിയനും. ഞാൻ ഈ അവസരത്തിൽ ഈ ഒരു ഓർഗനൈസേഷൻ്റെ വളർച്ചയിൽ നിങ്ങൾ വഹിച്ചിട്ടുള്ള പങ്കിനെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇനിയും ഈ ഓർഗനൈസേഷൻ്റെ വളർച്ചയിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക്, അത് യൂണിയൻ ആണെങ്കിലും ശരി, നമ്മൾ വ്യക്തിപരമായിട്ടാണെങ്കിലും ശരി, നമ്മൾ ഇനിയും ഉയർന്ന താല്പര്യത്തോടു കൂടി നമ്മൾ കാണിക്കേണ്ട കടമകളെ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. LIC എന്ന് പറയുന്ന സ്ഥാപനം തീർച്ചയായിട്ടും വളരെ നമ്മൾ ഈ പൊതുവെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അതായത് യൂണിയൻ്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും ശരി, രാജ്യത്തിൻ്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും ശരി, ഒരു ഓർഗനൈസേഷൻ പറയുമ്പോഴാണെങ്കിലും ഒക്കെ വളരെ നിർണായകമായിട്ടുള്ള ഒരു തലത്തിൽ കൂടെയാണ് അല്ലെങ്കിൽ ഒരു സമയത്തു കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമ്മൾ നിരന്തരമായിട്ട് പറയാറുണ്ട്. അത് ഒരു ക്ലീശയായി മാറിയിട്ടുണ്ട്. എങ്കിലും ഞാനിപ്പോൾ പറയുന്നത് മനസ്സിൽ നിന്നാണ് പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷൻ വളരെ നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സംസാരിച്ച വളരെ ദീർഘകാലം ഇതിൻ്റെ യൂണിയൻ്റെ നേതാവായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ശ്രീ വേണു, അദ്ദേഹത്തെക്കുറിച്ച് ഞാനും LICയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാലത്തോളം ഇന്നേ വരെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുകയും അദ്ദേഹത്തെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറയുന്ന സമയത്ത് നമ്മളുടെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ഈ IPO എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടന്നതിനും നമ്മുടെ ഷെയറുകൾ ജനങ്ങളിലേക്ക് എത്തിയതിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ നന്മതിന്മകളെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്, അതല്ലെങ്കിൽ അതിൻ്റെ തെറ്റുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് പറയാൻ ഞാൻ ആളല്ല. ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അത് വന്നതോടുകൂടി നമ്മുടെ പബ്ലിക്കിൽ നിന്ന്, നമ്മളുടെ പൊതു സമക്ഷത്തിൽ നമ്മളെ എങ്ങനെയാണോ കാണുന്നത് അത് ഒരു പരിധിവരെ മാറിയിട്ടുണ്ട്. നേരത്തെ ഉള്ളതിൽ നിന്ന് ഒരു പരിധിവരെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും LIC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ പബ്ലിക് സെക്ടറിൽ നിലനിർത്താനായിട്ടും ഒക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. അത് നല്ല കാര്യം, എനിക്ക് അതിനോട് എതിർപ്പില്ല. പക്ഷേ നമ്മളുടെ 2 തലത്തിൽ, അതായത് നിങ്ങളുടെ പൊതുവായ തലത്തിൽ നിന്ന് നിങ്ങൾ അതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ അതിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ എടുത്ത തീരുമാനത്തിന് അല്ലെങ്കിൽ ആ തീരുമാനത്തെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള നമ്മളുടെ കടമകളൂടെ നമ്മൾ ഓർക്കേണ്ടതാണ്. അവിടെയാണ് നമ്മളുടെ ഈ ഏറ്റവും നിർണായകമായിട്ടുള്ള സമയത്തുകൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ, ബിസിനസ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുന്ന ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പോലെയുള്ള ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ, അത് അഡ്മിനിസ്ട്രേഷനിൽ മാത്രമല്ല, സർവീസിംഗിൽ മാത്രമല്ല, മാർക്കറ്റിങ്ങിൽ കൂടെ എല്ലാവരും, അതായത് നമ്മൾക്ക് 1,00,000 എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിങ്ങിലുള്ളവരാണെങ്കിലും ശരി, അഡ്മിനിസ്ട്രേഷനിലുള്ളവരാണെങ്കിലും എല്ലാവരും തന്നെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായെങ്കിൽ മാത്രമേ ഇനി വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഈ മത്സര സ്വഭാവമുള്ള സമയത്ത് നമുക്ക് നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും, നമ്മൾ എംപ്ലോയീസ് ആണെങ്കിലും ശരി, ഓഫീസർ ആണെങ്കിലും ശരി, നമ്മൾക്ക് ഏത് രീതിയിൽ മാർക്കറ്റിങ്ങിന് വേണ്ടി നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നത് ചിന്തിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുമായിട്ടുള്ള മനസ്സുകൂടെ നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് വേണം എന്നുള്ള കാര്യം കൂടെയാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ ഈ അവകാശങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വേണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉറപ്പായിട്ടും നിരന്തരമായിട്ട് നമ്മൾ സമരങ്ങൾ നടത്തുന്നുണ്ടാകാം. അവകാശങ്ങൾ, കിട്ടിയ അവകാശങ്ങൾ നിലനിർത്താനും ഇനിയും പുതിയ അവകാശങ്ങൾ നേടാനുമായിട്ട് നമ്മൾ മത്സരിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ അതിനുവേണ്ടി സമരം നടത്തുന്നതോടൊപ്പം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം നമ്മുടെ കടമകളെക്കുറിച്ച് കൂടി നമ്മൾ മറക്കാതെ ഇരിക്കുക. നമ്മുടെ കടമകൾ എന്ന് പറയുന്നത് സർവീസിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള കടമയാണ്. അത് സർവീസിംഗ് ഞാൻ പ്രത്യേകിച്ച് ഈ അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സർവീസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കസ്റ്റമർ എന്ന് പറയുന്നത് എപ്പോഴും എക്സ്റ്റേണൽ കസ്റ്റമറിനെ മാത്രമാണ് നമ്മൾ മനസ്സിൽ കാണാറുള്ളത്. നമ്മുടെ ബ്രാഞ്ചിൽ വരുന്ന കസ്റ്റമേഴ്സ് വളരെ 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 മിനിസ്ക്യൂളായിട്ടുള്ള, വളരെ കുറച്ച് മാത്രമാണ് കസ്റ്റമേഴ്സ് നമ്മുടെ ബ്രാഞ്ചിൽ വരുന്നത്. പക്ഷേ നമ്മുടെ ബ്രാഞ്ചിൽ വരുന്ന നമ്മുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള മറ്റൊരു വിഭാഗമുണ്ട്, ഏജൻസ് എന്ന് പറയുന്നത്.
അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ, ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ, എങ്ങനെ എത്രത്തോളം ഹ്യൂമിലിറ്റിയോടുകൂടി നമ്മൾ സർവീസ് ചെയ്യേണ്ടത് ആ ഏജൻസിനെയാണ്. കാരണം അവരാണ് നമ്മളെ ഈ ഒരു ഓർഗനൈസേഷൻ വളർച്ചയിൽ നമ്മളോടൊപ്പം ഏറ്റവും ഒരുപാട് നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരെ ഏറ്റവും സന്തോഷത്തോടുകൂടി അവരെ ടേക്ക് കെയർ ചെയ്യുക, അവർക്ക് വേണ്ട സർവീസ് ചെയ്തു കൊടുക്കുക. ഞാൻ ഒരുപാട് ബ്രാഞ്ചുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന മീറ്റിങ്ങുകളിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഏജൻസ് ആണ് ഒരു ഏജന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 2000-2500 കസ്റ്റമറെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അതേസമയം ഒരു കസ്റ്റമർ വരുമ്പോൾ ആ ഒരു വ്യക്തി മാത്രമാണ്. അപ്പോൾ അവിടെയാണ് ഒരു ഏജന്റിന്റെ പ്രാധാന്യം. അവരെ ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ അവരെ നമ്മുടെ കൂടെ നെഞ്ചോട് ചേർത്ത് നമ്മൾക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെ വേണമെങ്കിലും പോകാം, അവർക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. നമ്മളെപ്പോലല്ല, നമ്മൾ ഈ ഓർഗനൈസേഷനിൽ വന്ന് 10, 20, 25 വർഷം ജോലി ചെയ്തതിനു ശേഷം ഇനി നമുക്ക് പുറത്തു പോയി മറ്റെന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതല്ലെന്നുണ്ടെങ്കിൽ അവൻ വേറെ എന്തെങ്കിലും വിൽക്കും, അവൻ ജീവിച്ചു പോകും, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾക്കാണ് നഷ്ടം ഉണ്ടാകുന്നത്. നമ്മളെ കൂടെ നിർത്തേണ്ടി വന്നില്ലെന്നുണ്ടെങ്കിൽ, അവർ നമ്മുടെ കൂടെ നിൽക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്കാണ് നഷ്ടം ഉണ്ടാകുന്നത്. ഇത് ഞാൻ നിരന്തരമായിട്ട് പറയുന്ന കാര്യമാണ്. ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കണ്ടപ്പോഴേക്ക് അത് പറയാനായിട്ട് ഒരിക്കൽ കൂടി തോന്നിയതാണ്. ഇങ്ങനെ ഒരു അവസരത്തിൽ ഇതുപോലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സെറ്റപ്പിൽ, ഇത്ര നല്ല മനോഹരമായിട്ടുള്ള ഒരു ഓഫീസിൽ, ഇതുപോലൊരു ഓഫീസ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഇത്രയും നല്ല ഒരു ഓഫീസും അതിനകത്ത് ഇതുപോലുള്ള ഒരു മീറ്റിംഗ് നടത്താനുള്ള സൗകര്യമൊക്കെ ഉള്ളപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്, നമ്മൾ ഈ ഏജൻസിൻ്റെയൊക്കെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ഹാളുകൾ തിരക്കി നടക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, ബിജുവിനോടൊക്കെ നീ ഇപ്പോൾ ചോദിച്ചു നോക്കാം, ഇച്ചിരി കുറഞ്ഞ കാശിന് നമുക്ക് ഏജൻസിൻ്റെ മീറ്റിങ്ങിനൊക്കെ ഈ ഹാള് പലപ്പോഴും നമുക്ക് വിട്ടുതരാനായിട്ട് പറ്റുമോ എന്നുള്ള കാര്യം. അപ്പോൾ അതുപോലെയൊക്കെയുള്ള ഒരു ബന്ധം നമുക്ക് തുടർന്നു കൊണ്ടുപോകാം. എനിവേ നമ്മളുടെ എല്ലാവരുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ വളരുക, LIC വളരുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം വളർച്ചയ്ക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന കോൺട്രിബ്യൂഷൻസ് എല്ലാവർക്കും ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതും നമുക്കൊരു സാധ്യതയാണെന്നുള്ളത് എൻ്റെ മനസ്സിൽ വരികയായിരുന്നു. ഒരിക്കൽ കൂടി ഈ കോഴിക്കോട് ഡിവിഷനിൽ 2 മാസമായി ഞാൻ വന്ന് ജോയിൻ ചെയ്തിട്ട് പല ബ്രാഞ്ചുകളിലും ഇതുവരെ എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം 25 ബ്രാഞ്ചും 28 സാറ്റലൈറ്റ് ഓഫീസുമുള്ള നമ്മളെ ഡിവിഷനെ സംബന്ധിച്ചുള്ള ഒരു സാറ്റലൈറ്റ് ഓഫീസിൽ ഞാൻ രാവിലെ തിരിച്ചു കഴിഞ്ഞാൽ എത്തുന്ന ഉച്ചയ്ക്കായിരിക്കും. അപ്പോൾ അവിടെ വന്നിട്ട് ടാറ്റയും പറഞ്ഞിട്ട് തിരിച്ചു വരാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ എല്ലാ ബ്രാഞ്ചുകളിലും സാറ്റലൈറ്റ് ഓഫീസുകളിലും ഒക്കെ എത്താനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളെ പലരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഇനിയുള്ള സമയത്ത് നിങ്ങൾ ഓരോരുത്തരെയും വന്ന് ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ പോലും ഗ്രൂപ്പായിട്ടെങ്കിലും വന്നിട്ട് നിങ്ങളെ കാണാനും നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനുമായിട്ടുള്ള അവസരങ്ങൾ ഇനിയും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന LIC എംപ്ലോയീസ് യൂണിയനും അതിൻ്റെ ഭാരവാഹികളോടും നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള നന്ദി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ബഹുമാനപ്പെട്ട ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സഖാവ് ബാഹുലേട്ടൻ, ഈ വേദിയിലിരിക്കുന്ന LIC എംപ്ലോയീസ് യൂണിയൻ്റെ ബഹുമാനപ്പെട്ട നേതാക്കളെ, അതേപോലെ തന്നെ സഹോദര സംഘടനയുടെ സഖാക്കൾ, ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന LIC എംപ്ലോയീസ് യൂണിയൻ്റെ കരുത്തുറ്റ സമരസഖാക്കളെ, സുഹൃത്തുക്കളെ, സമയം 12:45 എന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന പല സഖാക്കളും ഇനി എത്ര ആളുകൾ സംസാരിക്കാനുണ്ട് എന്നുള്ള എണ്ണലിലേക്കായിരിക്കും എന്നുള്ളത് കൃത്യമായൊരു ബോധ്യം എനിക്കുണ്ട്. ഒട്ടേറെ സമ്മേളനങ്ങളിൽ അപ്പുറത്തിരുന്ന ഒരു അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്നാലും LIC എംപ്ലോയീസ് യൂണിയൻ്റെ 51ാം വാർഷിക സമ്മേളനം നടക്കുമ്പോൾ അതിപ്രധാനമായ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ സമ്മേളനം, നമ്മുടെ ഈ ഒത്തുചേരൽ നടക്കുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചെല്ലാം ഉദ്ഘാടന പ്രസംഗത്തിൽ സഖാവ് TP രാമകൃഷ്ണനും അതേപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയും എല്ലാം സൂചിപ്പിക്കുകയുണ്ടായി. ഇത്തരമുള്ളൊരു കൂടിച്ചേരലുകൾ നടക്കുമ്പോൾ ഈ കൂടിച്ചേരലുകളെല്ലാം വരും ഭാവിയിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു വലിയൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തൊഴിൽ മേഖലയിൽ നടപ്പാക്കുന്ന തലതിരിഞ്ഞ നയത്തിനെതിരായി അതിശക്തമായ സമരം നടത്തുന്ന സംഘടനയാണ് LIC എംപ്ലോയീസ് യൂണിയൻ എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും സംഘടനയായ FSUTT യാതൊരു തർക്കവുമില്ല. എങ്ങോട്ടാണ് ഇന്ത്യ രാജ്യത്തെ നമ്മുടെ ഭരണാധികാരികൾ കൊണ്ടുപോകുന്നത് എന്നുള്ള വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. മഹത്തായ ഇന്ത്യയുടെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും എല്ലാം പല അമർചിത്ര കഥകളിലെയും പോലെ അതിനേക്കാൾ തരം താഴ്ന്ന നിലവാരത്തിലേക്കാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നേരത്തെ സഖാവ് സൂചിപ്പിച്ച ചെങ്കോൽ എന്ന് പറയുന്ന സാധന. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പല സ്ഥാപനങ്ങളുടെയും പേരുകൾ മാറ്റുകയും
ചരിത്രപ്രധാനമായ പല നഗരങ്ങളുടെയും പേര് മാറ്റുക. ഇപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അലഹബാദിനെ പ്രയാഗ്രാജ് എന്നും ഫൈസാബാദിനെ അയോധ്യ എന്നും അതേപോലെ കൽപ്പേനിയിലെ KK മൊയ്തു സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിനെ സർദാർ വല്ലഭായ് പട്ടേൽ സ്കൂൾ എന്നും കൽപ്പേനിയിൽ തന്നെയുള്ള ബിയുമ്മ സ്കൂളിനെ ഗവൺമെൻറ് സ്കൂളിനെ ലോവർ പ്രൈമറി സ്കൂളിനെ സുഭാഷ് ചന്ദ്രബോസിന്റെ നാമധേയം നൽകുകയാണ്. ഇങ്ങനെ പേരുമാറ്റൽ ഒരു കേവലമായ ഒരു പ്രക്രിയയായി നമ്മൾ അതിനെ പേരുമാറ്റിയാൽ എന്താ എന്നുള്ളൊരു ചോദ്യവും ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ എല്ലാം പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. സർദാർ വല്ലഭായ് പട്ടേലും സുഭാഷ് ചന്ദ്രബോസും ഒന്നും പേരിടാൻ പറ്റാത്തവരാണ് എന്നുള്ളൊരു ബോധ്യമൊന്നും നമുക്കില്ല. അവർക്കെല്ലാം മഹത്തായ സ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട്. പക്ഷെ കൽപ്പേനി എന്ന് പറയുന്നത് നമ്മളെ തൊട്ടടുത്ത ഒരു ദ്വീപ് ആയതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. അവിടെ കോയായി എന്ന് പറയുന്ന KK മുഹമ്മദ് കോയായി എന്ന് പറയുന്നത് ആ ദ്വീപിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്ററാണ്. ബിയുമ്മ എന്ന് പറയുന്നത് കൽപ്പേനിയിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന കാലത്ത് വിദ്യാഭ്യാസം കൊണ്ട് പ്രബുദ്ധരാവണം സ്ത്രീ സമൂഹം എന്ന് ഏറ്റെടുത്തുകൊണ്ട് വലിയ പ്രോജ്വലമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയതാണ് ബിയുമ്മ. അവരെ രാഷ്ട്രപതി പോലും ആദരിക്കപ്പെട്ടിട്ടുള്ള ഒരു ധീര വനിതയാണ്. അവരുടെ എല്ലാം രണ്ട് പേരുകൾ മാറ്റണം എന്നാണ് പറയുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. അതൊരു മുസ്ലിം നാമധേയമായി എന്നുള്ളത് തന്നെയാണ്. ഇത് ഫൈസാബാദും ഫരീദാബാദും അതേപോലെ കൽപ്പേനിയും മാത്രമല്ല. നമ്മുടെ ഏതാനും മീറ്ററുകൾക്ക് പുറകിലോട്ട് സഞ്ചരിച്ചാൽ തളി എന്ന് പറയുന്ന സ്ഥലത്തും ഇതേ വിഷയമുണ്ട്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പേരിടുന്നതുമായി ഉള്ള തർക്കം നമ്മുടെ നാട്ടിലുണ്ടാവും. വലിയൊരു കാലഘട്ടത്തിലേക്കാണ്, ഒരു പിന്തിരിഞ്ഞ കാലഘട്ടത്തിലേക്കാണ് ഇന്ത്യൻ ഭരണകൂടം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൊരു സിനിമയുണ്ട്, അവതാർ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയ്ക്ക് ഒരു സീറ്റ് ഒഴിച്ചിടണം എന്നാണ് ഇവരുടെ സംഘപരിവാറിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞത്. എന്താ കാര്യം? അവതാർ എന്ന് പറയുന്ന സിനിമ ശ്രീരാമന്റെ കഥ പറയുന്ന സിനിമയാണ്. രാമകഥ പറയുന്നിടത്ത് ആദിപുരുഷ ശ്രീരാമന്റെ കഥ പറയുന്നിടത്തിൽ ഹനുമാൻ ഭഗവാൻ വന്നിരിക്കും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടോ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എന്ന് അറിയില്ല, ആദിപുരുഷന് വലിയ പ്രേക്ഷകരില്ലാത്തത് കൊണ്ട് ഒരുപാട് കസേര പൊഴിഞ്ഞിരിക്കുക. അടുത്ത ഞായറാഴ്ച ഹനുമാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി വരുമത്ര ഇത് കാണാൻ, അതുകൊണ്ടാണ് കസേര ഒഴിഞ്ഞിരിക്കുന്നത് എന്നാണ് അത് വേറൊരു ട്രോളായി വന്നിട്ടുള്ളത്. എങ്ങോട്ടാണ് നമ്മുടെ ചിന്താമണ്ഡലത്തെ കൊണ്ടുപോകുന്നത്? ഈ ചെങ്കോലിന്റെ പിന്നിലും എല്ലാം നേരത്തെ രാമകൃഷ്ണനും എല്ലാം പറഞ്ഞതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ മനസ്സിൽ വലിയ സ്ഥാനം നൽകാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നമ്മുടെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വികസന നേട്ടങ്ങളെ കുറിച്ചെല്ലാം TP രാമകൃഷ്ണൻ സഖാവ് സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തകർക്കുന്ന സമീപനവുമായി കേന്ദ്ര ഗവൺമെന്റ് പോവുകയാണ്. കടമെടുത്തുകൊണ്ട് നിങ്ങൾ ക്ഷേമ പെൻഷൻ നൽകേണ്ടതില്ല എന്ന് പറയുന്നത് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. കടമെടുത്തുകൊണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കണ്ട. കടമെടുക്കാനുള്ള പരിധി 18,000 കോടി രൂപയോളം അത് വെട്ടിക്കുറവ് വരുത്തുകയാണ്. എന്തിനു വേണ്ടിയാണ്? റവന്യൂ കമ്മി ഗ്രാന്റ് നികത്താനുള്ള തുക നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് അത് കുറവ് വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ഫൈനാൻസ് കമ്മീഷന്റെ ഭാഗമായി കേരളത്തിന് ലഭ്യമാക്കേണ്ട തുകയുടെ അളവിലും കുറവ് വരുത്തുകയാണ്. ഇങ്ങനെ കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ എന്നുള്ള ഒരു വലിയ ഗൂഢാലോചന, വലിയൊരു ബോധപൂർവമായ ഇടപെടൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റേണ്ട കാലഘട്ടമാണ് എന്നുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. 2024 എന്ന് പറയുന്ന വർഷം ഇന്ത്യ രാജ്യമായി ഇന്നത്തെ നിലവിലുള്ള പരിമിതിക്കകത്ത് പോലും നിലനിൽക്കണമോ എന്നുള്ളൊരു വലിയ പ്രസക്തമായ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ട വർഷമാണ് 2024. ആ 2024 ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി നമ്മൾ നൽകിയിട്ടില്ലെങ്കിൽ വലിയൊരു അപകടകരമായ അവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യം പോകും. കാരണം തൊട്ടടുത്ത വർഷം എന്ന് പറയുന്നത് 2025 ആ 2025 പ്രത്യേകത 1925 രൂപീകൃതമായ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ 100ാം വാർഷികം ഇന്ത്യ രാജ്യത്ത് സംഘപരിവാരം ആഘോഷിക്കാൻ പോകുന്ന വർഷമാണ് 2025 സെപ്റ്റംബർ മാസം. ആ 2025 സെപ്റ്റംബർ മാസമാകുമ്പോഴേക്ക് ഇന്ത്യ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ള വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തൊഴിലിടവും സംരക്ഷിക്കുക എന്ന പോരാട്ടത്തോടൊപ്പം നമ്മുടെ രാജ്യത്തിന്റെ സംരക്ഷിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കേണ്ട കാലഘട്ടത്ത് LIC എംപ്ലോയീസ് യൂണിയന്റെ കോഴിക്കോട് ഡിവിഷൻ സമ്മേളനം
അത്തരം കാര്യങ്ങൾക്കെല്ലാമുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കെല്ലാമുള്ള ഊർജം പകരുന്ന രീതിയിലേക്കുള്ള ചർച്ചകളും നിർദ്ദേശങ്ങളും എല്ലാം ഉരുത്തിരിഞ്ഞ് വരും എന്ന് തന്നെയാണ് കേരളത്തിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും സമരൈക്യ പ്രസ്ഥാനമായിട്ടുള്ള FSCTO ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയും. ഈ സമ്മേളനത്തിന് കേരളത്തിലെ കോഴിക്കോട് FSCTO കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള നമ്മുടെ സീനിയർ നേതാക്കൾ വേണുഗോപാൽ, കുഞ്ഞിശേട്ടൻ, സോൺ ഫെഡറേഷൻ്റെ ഭാരവാഹികൾ, മറ്റ് സഹോദര സംഘടനാ നേതാക്കൾ, പ്രിയമുള്ള സഹാക്കളെ, സുഹൃത്തുക്കളെ, LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒക്കെ ഒരു വർഷമാണ് പിന്നിടുന്നത്. 50 വർഷക്കാലത്തെ വളരെ സജീവമായിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങളെല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് ഈ പുതിയ കാലത്തെ വെല്ലുവിളികൾ ഏറ്റെടുക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തന രീതികൾ രൂപപ്പെടുത്താനും ജീവനക്കാരെ ആകെ ഐക്യപ്പെടുത്തിക്കൊണ്ട് ആ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനുമുള്ള ആലോചനകളാണ് ഈ സമ്മേളനത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അത്തരം ആലോചനകളൊക്കെ അടുത്ത 3 ദിവസങ്ങളായിട്ട് ഇവിടെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ജനറൽ കൗൺസിൽ യോഗം ഈ സാഹചര്യവും ഇതിനകത്തുള്ള നമ്മുടെ ചുമതലകളുമൊക്കെ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കും. അത്തരം കാര്യങ്ങളിലേക്കൊന്നും തന്നെ ഈ സന്ദർഭത്തിൽ ഈ പൊതുസമ്മേളനത്തിൽ പോകണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. വളരെ ലളിതമായിട്ടുള്ള 1-2 വിഷയങ്ങൾ പൊതു സമ്മേളനം എന്നുള്ള രീതിയിൽ സഹാക്കളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ മാത്രമാണ് ഈ സമയം ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഇൻഷുറൻസ് മേഖലയിലെ ജീവനക്കാർ പൊതുവിൽ വളരെ സുരക്ഷിതത്വമുള്ള ഒരു തുരുത്തിനകത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെ പറയുന്നത് ഒരു പ്രയാസങ്ങളോ ഒരു പരിമിതികളോ ഇല്ലാത്തത് കൊണ്ടാണ് എന്നല്ല. പക്ഷേ നമ്മുടെ ചുറ്റിലും നടക്കുന്ന മറ്റ് വ്യത്യസ്ത തൊഴിൽ മേഖലയിൽ നടക്കുന്ന മാറ്റങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്രയേറെ അപകടങ്ങളൊന്നും ഇപ്പോഴും ഏൽക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു വിഭാഗമായിട്ട് LIC ജീവനക്കാർ തുടരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സുരക്ഷിതമായ ഒരു തുരുത്തിനകത്ത് തുടരാൻ നമുക്ക് കഴിയുന്നത്? ആ സുരക്ഷിതത്വത്തിൻ്റെ ഒരു വ്യാപ്തി എത്രയാണെന്ന് ചിലപ്പോൾ നമ്മുടെ നിത്യ പ്രവർത്തനത്തിനിടയിൽ നമ്മൾ അറിയുന്നുണ്ടാവില്ല. ചില ആളുകളെങ്കിലും ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ളവരുണ്ട്. 6 മണിയാകുമ്പോഴേക്ക് നിർബന്ധമായിട്ട് വീട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിന് കഴിയുന്നവരുമുണ്ട്. വേതന പരിഷ്കരണം നമുക്ക് ഡ്യൂ ആണ് ഈ 2022 ഓഗസ്റ്റ് മുതൽ. പക്ഷെ ഇത്തവണ നമ്മുടെ വാർഷിക ജനറൽ ബോഡി യോഗങ്ങളൊക്കെ നടന്നപ്പോൾ ഒരു സ്ഥലത്ത് പോലും അത് ഗൗരവപ്പെട്ട ഒരു വിഷയമായി ചർച്ചയ്ക്ക് വന്നില്ല. വരാതിരുന്നതിന് കാരണം ഇന്ന് തന്നെ വളരെ വെൽ പെയ്ഡ് ആണ് എന്നുള്ള ഒരു സ്ഥിതി ജീവനക്കാരുടെ മനസ്സിലുണ്ട്. ട്രാൻസ്ഫർ ആൻഡ് മൊബിലിറ്റി പോളിസി മാനേജ്മെൻറ്റ് മുമ്പോട്ട് വയ്ക്കുകയും അത് ഇപ്പോഴും LIC ബോർഡിൻ്റെ തീരുമാനമായിട്ട് നമ്മുടെ സിസ്റ്റത്തിനകത്ത് മെഷീനകത്ത് നിൽക്കുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാലത്തോളം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തുടരുകയാണ്. നമ്മുടെ പരിസരത്തുള്ള മറ്റ് സ്ഥാപനങ്ങളെയൊക്കെ നോക്കൂ. നമ്മുടെ തന്നെ ജീവനക്കാരുടെ സ്പൗസ് അല്ലെങ്കിൽ കുട്ടികൾ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾ ജോലിയെടുക്കുന്നവരുണ്ടാവാം, ബാങ്കിങ് മേഖലയിൽ ജോലിയെടുക്കുന്നവരുണ്ടാവാം. എത്ര കാലമായി അവർ സ്വന്തം പ്രദേശത്ത് നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാലത്തോളം ഒരു പ്രദേശത്ത് തുടരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സുരക്ഷിതത്വം നമുക്ക് ലഭിക്കുന്നുവെന്ന് ആലോചിക്കാൻ പോലും നമുക്ക് കഴിയാതെ ആവുന്നത് ഈ സുരക്ഷിതത്വം വളരെ സ്വാഭാവികമാണെന്നുള്ള ഒരു ചിന്ത കടന്നു വരുന്നതുകൊണ്ടാണ്. ഈ സുരക്ഷിതത്വത്തിൻ്റെ വലുപ്പം, അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ സുരക്ഷിതത്വം നമുക്ക് കൈമോശം വന്നു തുടങ്ങണം. അങ്ങനെ കൈമോശം വരാവുന്ന സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കലാണ് സംഘടനയുടെ ചുമതല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സുരക്ഷിതത്വം നമുക്ക് കൈവന്നു? 2 ഘടകങ്ങളാണ് അടിസ്ഥാനമായിട്ടുള്ളത്. ഒന്ന് LICയുടെ കരുത്താണ്, 2 ഈ സംഘടനയുടെ കരുത്താണ്. ഇത് രണ്ടും ഒരേപോലെ ആക്രമിക്കപ്പെടുകയാണ് ഇന്ന്. എന്താണ് LICയുടെ കരുത്തിന് അടിസ്ഥാനം? വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് LIC ഒരു പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ ആണ് എന്നുള്ളതാണ്. ഒരു പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ ആണ് എന്നുള്ള ബലത്തിൽ നിന്നുകൊണ്ടാണ് ഈ കരുത്തും ഈ സംരക്ഷണം നമുക്ക് ലഭിച്ചത്. ഏതെങ്കിലും ഒരു സ്വകാര്യ മുതലാളിയുടെ സ്ഥാപനത്തിൽ ഇങ്ങനൊരു പരിരക്ഷ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അപ്പോൾ ബീങ് എ പബ്ലിക് സെക്ടർ അത് നമുക്ക് തന്ന ഒരു പരിരക്ഷയുണ്ട്.
ആ പബ്ലിക് സെക്ടർ എന്നതിനോടൊപ്പം അതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ ജനങ്ങളാകെ വിശ്വസിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് എന്നുള്ള പരിരക്ഷ നമുക്കുണ്ട്. ഈ രണ്ട് ഘടകവും ചോർന്നു പോകാൻ വലിയ താമസം ഉണ്ടാവില്ല. ഒരു പബ്ലിക് സെക്ടർ എന്നുള്ള ഇതിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു പരിരക്ഷ, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം എന്നുള്ളത് നമുക്ക് ലഭിച്ച പരിരക്ഷ, ഈ രണ്ട് ഘടകങ്ങളും ഏത് നിമിഷം നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ സേവനം മെച്ചപ്പെടുത്തണം, ബിസിനസ് വർദ്ധിപ്പിക്കണം, എല്ലാം ശരിയാണ്. അതിനുവേണ്ടി തന്നെയാണ് സംഘടന നിൽക്കുന്നത്. അതുകൊണ്ടാണ് സംഘടന അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് തന്നെ എ ഡേയ്സ് ഓണസ്റ്റ് വർക്ക് എന്നുള്ള മുദ്രാവാക്യം മുമ്പോട്ട് വെച്ചത്. പക്ഷേ എത്ര നാം അധ്വാനിച്ചാലും, എത്ര നാം ഈ സ്ഥാപനത്തെ വളർത്തിയാലും, രാജ്യം ഭരിക്കുന്നവരുടെ ഒരു രാഷ്ട്രീയ തീരുമാനമുണ്ടായാൽ അവിടെ അവസാനിക്കും ഈ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ്. ആ രാഷ്ട്രീയ തീരുമാനം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ സ്ഥാപനത്തെ സംരക്ഷിക്കാനുള്ള ഒരു എംപ്ലോയി എന്നുള്ള സംഘടനാ പ്രവർത്തനം എന്നുള്ള ചുമതല മാത്രം നിർവഹിച്ചാൽ പോരാ, ഈ രാഷ്ട്രീയ തീരുമാനം വരാതിരിക്കാനുള്ള രാഷ്ട്രീയ പ്രതിരോധം ഉണ്ടാക്കാൻ കഴിയണം. അതുകൊണ്ട് ഒരു പബ്ലിക് സെക്ടർ എന്നുള്ളതിൽ നാം അനുഭവിച്ചു വരുന്ന ഒരു പരിരക്ഷയുണ്ട്. ആ പരിരക്ഷ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ അവിടെ നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ പ്രധാനമാണ്. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? നമ്മുടെ സംഘടനയുടെ കരുത്താണ്. ഈ പബ്ലിക് സെക്ടറിന്റെ കരുത്തിനെ വളരെ നന്നായി നിലനിർത്താനും നന്നായി ഉപയോഗിക്കാനും നമുക്ക് സാധിക്കുന്നത് കൊണ്ടാണ്, സംഘടനയ്ക്ക് കഴിയുന്നത് കൊണ്ടാണ് അതിൻ്റെ നേട്ടങ്ങൾ നമ്മുടെ കൈകളിലേക്ക് വരുന്നത്. ആ സംഘടനയുടെ കരുത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അത് നേരത്തെ ഇവിടെ വിശദീകരിച്ചു, നമ്മുടെ ഐക്യം തന്നെയാണ്. ആ ഐക്യം രൂപപ്പെട്ടു വന്നത് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് മാത്രമല്ല, ആ ഒന്നിച്ചു നിന്നതിനെ ഒരു ഐഡിയോളജിക്കൽ യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചുകൊണ്ടാണ്. ആ ഐഡിയോളജിക്കൽ യൂണിറ്റിയെ നിലനിർത്തി പോകാൻ നമുക്ക് നന്നായി ശ്രമിക്കേണ്ട ഒരു സമയമാണിത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഓഫീസുകൾക്കകത്തൊക്കെ നടക്കുന്ന ചർച്ച നോക്കൂ. നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുകയും ഒന്നിച്ച് സമരം ചെയ്യുകയും ഒന്നിച്ച് സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ആശയങ്ങളുടെ രൂപം എന്താണ്? ഈ ഐക്യമൊക്കെ രൂപപ്പെട്ടു വന്നത് ഒരൊറ്റ ഘടകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഘടകം മറ്റൊന്നുമല്ല, LICയിലെ ജീവനക്കാരാണെന്നുള്ള ഒരൊറ്റ ഘടകമാണ്. ഒരു വർക്കറാണെന്നുള്ള ഒരു ഐഡന്റിറ്റിയിൽ നിന്നാണ് ഇത്രയും കാലം നമ്മുടെ യോജിപ്പുണ്ടായത്. ആ ഐഡന്റിറ്റി എവിടെയാണ് ഇല്ലാതാവുന്നത്, അവിടെയാണ് നമ്മുടെ ഭിന്നിപ്പ് തുടങ്ങാൻ പോകുന്നത്. ഈ ഐഡന്റിറ്റി ഇല്ലാതാവണമെങ്കിലോ അതിനുള്ള നല്ല ശ്രമമാണ് ഇന്ന് രാഷ്ട്രീയ തലത്തിൽ നടക്കുന്നത്, ഭരണതലത്തിൽ നടക്കുന്നത്. നമ്മുടെ ഇടയിലേക്ക് നമ്മൾ അറിയാതെ തന്നെ ഈ വർക്കർ എന്നുള്ള LIC എംപ്ലോയി എന്നുള്ള ഈ ഐഡന്റിറ്റിക്ക് പകരം മറ്റു പല ചിന്തകളും കടന്നു വരികയാണ്. നമ്മുടെ ആഘോഷങ്ങളുടെ ഭാഗമായി, നമ്മുടെ ആചാരങ്ങളുടെ ഭാഗമായി ഒക്കെയും നടക്കുന്ന ചർച്ചകൾ നോക്കൂ. അവിടെ നമ്മളൊക്കെ പുതിയ പുതിയ ചില കമ്പാർട്ട്മെന്റുകളിലേക്ക് മാറുകയാണ്. ആ കമ്പാർട്ട്മെന്റുകൾ നിങ്ങളുടെ മതത്തിൻ്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിലാണ്. ജാതിയുടെയോ മതത്തിൻ്റെയോ നിലപാടുകളെ കുറിച്ച് ഒന്നും തർക്കിക്കാനല്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ ആവർത്തിച്ച് ജീവനക്കാരോട് പറയേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഈ നവലിബറൽ നയങ്ങൾ നടപ്പാക്കിയതിനു ശേഷം ഇന്ത്യയിലെ തൊഴിലാളികൾ, ജീവനക്കാർ നേരിട്ട നിരവധി പ്രയാസങ്ങളുണ്ട്. ആ നിരവധി പ്രയാസങ്ങൾക്കിടയിൽ ഏതെങ്കിലും മതത്തിൽ ഉൾപ്പെട്ടു എന്നതുകൊണ്ട് ഒരു ജീവനക്കാരനും ഒരു തൊഴിലാളിയും പോലും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയിലെ ഹിന്ദുക്കളെ ആകെ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയ വിഭാഗം ഇന്ത്യൻ ഭരണത്തിന് ഇന്ന് നേതൃത്വം കൊടുക്കുമ്പോഴും ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടപ്പോൾ അതിനകത്തുള്ള ഹിന്ദുവായ ഒരു തൊഴിലാളിക്കും സംരക്ഷണം കിട്ടിയിട്ടില്ല. ഹിന്ദുവായ മനുഷ്യരെ സംഘടിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടർ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് മുസ്ലിമിനെ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ അവർ നടത്തുന്ന നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. ആ സ്വകാര്യ സ്ഥാപനങ്ങളിലുള്ള മുസ്ലിമായ ഒരു തൊഴിലാളിക്കും ആ മുസ്ലിം മുതലാളി ഒരു ആനുകൂല്യവും അധികമായി കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്ത അനുഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ നമ്മുടെ മുമ്പിൽ? ഈ മുതലാളിക്ക് ഒരു കാലത്തും ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നുള്ള മതം പരിഗണനാ വിഷയമായിട്ടില്ല. മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരിക്കലും അവരുടെ മതത്തിൽപ്പെട്ട തൊഴിലാളികൾ പരിഗണനാ വിഷയമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ മതാടിസ്ഥാനത്തിൽ മനുഷ്യരെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നവർ അതിനകത്ത് ഒരുപാട് എക്സ്ക്ലൂഷൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് തൊഴിലാളി എന്ന് തന്നെയാണ്. ഇന്ത്യയിലെ സകല ഹിന്ദുക്കളെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ നടപ്പാക്കുന്ന നയത്തിന്റെ ഭാഗമായി ഒരു പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ പൊതുമേഖലാ സ്ഥാപനത്തിലെ ഹിന്ദുവായ തൊഴിലാളിക്ക് എന്ത് പരിരക്ഷയാണ് ലഭിക്കുന്നത്? ആ ഹിന്ദുവായ തൊഴിലാളിയെ പരിരക്ഷിക്കാൻ കഴിയാത്ത അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന ഹിന്ദു എന്നുള്ള നിർവചനത്തിൽ ഹിന്ദുവായ വർക്കർ ഉൾപ്പെടുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ഇന്ത്യയിൽ നടക്കുന്ന വർഗീയ കലാപങ്ങളിൽ മരണപ്പെടുന്ന നിസ്സഹായരായ നിരപരാധികളായ മനുഷ്യരെ നോക്കൂ. സകല മതത്തിൽപ്പെട്ടവരും ഉണ്ടാവും.
അങ്ങനെ മരണപ്പെടുവരുന്ന ആ നിരപരാധികളായ മനുഷ്യൻ ഇവർ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു മതത്തിൽപ്പെട്ടവരാണെന്നുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കാറുണ്ടോ? അവർ സംഘടിപ്പിക്കുന്ന മതത്തിനകത്ത് ഈ നിരപരാധിയായ സാധാരണ മനുഷ്യൻ ഉൾപ്പെടുന്നില്ല. അവരും എക്സ്ക്ലൂഡഡ് ആണ് അതിനകത്ത്. ഈ യാഥാർത്ഥ്യം നമ്മൾ അറിയണ്ടേ? നമ്മുടെ ഓഫീസിനകത്തേക്ക് കടന്നു വന്നാൽ മതത്തിൻ്റെയോ ജാതിയുടെയോ ഒക്കെ തർക്കങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴും നിങ്ങൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിക്കുക, നിങ്ങളുടെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ഒരു എംപ്ലോയി, നമ്മുടെ സഹപ്രവർത്തകൻ, അവൻ മറ്റൊരു മതത്തിൽപ്പെട്ട ആളായിപ്പോയി എന്നതുകൊണ്ട് ആസ് എൻ എംപ്ലോയി നിങ്ങളുടെ സർവീസിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമോ നഷ്ടമോ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിലേക്ക് പോയി നോക്കൂ. നിങ്ങളുടെ അയൽപക്കത്തുള്ളത് ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് എന്നതുകൊണ്ട് നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, പ്രതിസന്ധിയുടെ കാലത്ത് മുഴുവൻ നിങ്ങളെ സഹായിക്കാൻ ഓടിയെത്തിയത് ആ അയൽവാസിയായിരിക്കും. പിന്നെ എവിടെയാണ് നമ്മുടെ മനസ്സിലേക്ക് അന്യമത വിരോധം കടന്നു വരുന്നത്? ആ അന്യമത വിരോധം കടന്നു വരുന്നത് ഈ നവലിബറൽ നയങ്ങൾക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുമ്പോഴാണ്. നേരത്തെ പറഞ്ഞ ഈ സ്ഥാപനത്തിന്റെ കരുത്ത് ചോർത്താൻ വേണ്ടി നവലിബറൽ നയങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അതിനെ തടയാൻ നാം ശ്രമിക്കുന്നത് നമ്മുടെ ഐക്യത്തിലൂടെയാണ്. ഈ നവലിബറൽ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഐക്യം തകരണമെങ്കിൽ അനിവാര്യമായിട്ടും അവിടെ വർഗീയത വളർന്നേ മതിയാവുള്ളൂ. അതുകൊണ്ട് LICയെ സംരക്ഷിക്കാൻ, ഇതിനകത്തുള്ള തൊഴിലാളികളുടെ സേവന വേതനം സംരക്ഷിക്കാൻ നാം നടത്തുന്ന പോരാട്ടത്തിന്റെ അനിവാര്യമായ രണ്ട് മുഖങ്ങളാണ് നവലിബറൽ നയങ്ങൾക്കെതിരായ സമരവും വർഗീയതയ്ക്കെതിരായ സമരവും. ഈ രണ്ട് സമരവും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടല്ലാതെ ഈ സ്ഥാപനത്തെ പൊതുമേഖലയിൽ സംരക്ഷിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മുടെ ഈ സമ്മേളനം ചേരുമ്പോൾ നമുക്കറിയാം, സഖാവ് സരോജിന്റെ 24ാം ചരമദിനമാണ് ഇന്ന്. സഖാവ് സരോജിനെ പോലുള്ള നേതാക്കളെ ഓർക്കുമ്പോൾ ഇവിടെ ഈ ഹാളിന് മുമ്പിൽ ഒരു മനോഹരമായ കോട്ടിംഗ് ഉണ്ട്. ഈ സമൂഹത്തെക്കുറിച്ചുള്ള സഖാവ് സരോജിന്റെ സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങളാണ് ഈ സംഘടന പങ്കുവയ്ക്കുന്നത്. മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത, ഒരാളും ചൂഷണത്തിന് വിധേയമാകാത്ത, ഒരു സ്ത്രീയും തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശരീരം വിൽക്കേണ്ടി വരാത്ത, ഒരു കുട്ടിയും അവൻ്റെ ബാല്യം തൊഴിലിനു വേണ്ടി അവൻ്റെ ബാല്യം നശിപ്പിക്കേണ്ടി വരാത്ത ഒരു സമൂഹത്തിന് വേണ്ടിയാണ് സഖാവ് സരോജിനെ പോലുള്ള നേതാക്കൾ സ്വപ്നം കണ്ടത്. ആ സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് നമ്മുടെ സംഘടന. ആ പോരാട്ടം തന്നെയാണ് ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ സംയുക്തമായി ഏറ്റെടുക്കുന്നത്. ആ പോരാട്ടത്തിന്റെ മുഖത്ത് നമ്മുടെ 7 ദശകത്തിലേറെ നീണ്ടുനിന്ന AIയുടെ സമരാനുഭവങ്ങളുണ്ട്. LIC എംപ്ലോയീസ് യൂണിയന്റെ അരനൂറ്റാണ്ടുകാലത്തെ സമരാനുഭവങ്ങളുണ്ട്. ആ സമരാനുഭവങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ പുതിയ കാലത്തെ പ്രതിസന്ധിയെക്കുറിച്ച് ഈ സംഘടന 3 ദിവസം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി പറയട്ടെ, ഇന്ത്യയിലെ ഡിവിഷൻ യൂണിറ്റുകളെ സംബന്ധിച്ചിടത്തോളം സൗത്ത് സോൺ ഫെഡറേഷൻ്റെതാണെങ്കിലും ഓൾ ഇന്ത്യ തലത്തിലാണെങ്കിലും ഏറ്റവും സജീവമായി, ഏറ്റവും കർമ്മനിരതമായി പ്രവർത്തന രംഗത്തുള്ള ഒരു ഡിവിഷണൽ ഘടകമാണ് LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ. ആ പ്രവർത്തനാനുഭവത്തിലേക്ക്, ആ പ്രവർത്തന മികവിലേക്ക് എങ്ങനെയാണ് കോഴിക്കോട് ഡിവിഷൻ മാറിയത്? ഈ 50 വർഷക്കാലം നമ്മുടെ സംഘടനയെ വളർത്തിക്കൊണ്ടുവന്ന നേതാക്കളുടെ പങ്കുണ്ട്. ആ പങ്കിന്റെ പിന്തുടർച്ചയായിക്കൊണ്ട് ഇന്നും ഈ സംഘടനയെ നയിക്കുന്നവരുടെ പങ്കുണ്ട്. ആ പങ്കിനോടൊപ്പം നിന്നുകൊണ്ട് ആ പ്രവർത്തനത്തെ ഒരു പോറലുമില്ലാതെ നടപ്പാക്കാൻ വേണ്ടി നന്നായി പ്രവർത്തിക്കുന്ന നമ്മുടെ 26 ബേസ് യൂണിറ്റുകളുടെയും ലീഡർഷിപ്പ് ഉണ്ട്. ആ ലീഡർഷിപ്പിനോടൊപ്പം ഈ പ്രവർത്തനത്തിൽ ഞങ്ങളുമുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരോടൊപ്പം നിന്ന് ഈ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന നമ്മുടെ മുഴുവൻ അംഗങ്ങളുമുണ്ട്. ആ മുഴുവൻ അംഗങ്ങളുടെയും അവരുടെ നേതൃത്വത്തിൻ്റെയും ഒക്കെ കൂട്ടായ പ്രവർത്തനമാണ് ഏറ്റവും മികച്ച ഡിവിഷൻ യൂണിയനുകളിൽ ഒന്നായി LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷനെ മാറ്റിയത്. ഈ 50 വർഷത്തെ പ്രവർത്തന മികവ് അതാണ്. ആ 50 വർഷത്തെ പ്രവർത്തനാനുഭവങ്ങളിൽ നിന്നുകൊണ്ട് അതിനെ ഒന്നുകൂടെ കാലോചിതമായി മെച്ചപ്പെടുത്താൻ, ഒന്നുകൂടെ ഇന്നത്തെ കാലത്തിനനുസരിച്ച് നമ്മുടെ സമര രീതികളെ രൂപപ്പെടുത്താൻ എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മുടെ ജനറൽ കൗൺസിൽ ഈ 3 ദിവസമായി ചർച്ച ചെയ്യും. ഇതുവരെ സ്വീകരിച്ച സമര രീതികൾ ചിലപ്പോൾ പര്യാപ്തമല്ലാതെ വരും. പുതിയ കാലത്ത് പുതിയ വെല്ലുവിളികൾ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സമര രീതികളും നമ്മുടെ പ്രവർത്തന മുഖങ്ങളും ഒക്കെ മാറ്റേണ്ടി വരും. അതൊക്കെയും ഈ 3 ദിവസം ചർച്ച ചെയ്യുമ്പോൾ ഈ സമ്മേളനം എടുക്കുന്ന തീരുമാനങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കാനുള്ള സന്നദ്ധതയോടുകൂടിയാവണം ഈ പൊതുസമ്മേളനത്തിൽ നിന്ന് സഹാക്കൾ പിരിഞ്ഞു പോകുന്നത്. ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ സഹോദര സംഘടനാ നേതാക്കൾ ഇന്നത്തെ കാലത്ത് യോജിച്ച സമരത്തിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും സാധ്യത പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ അനിവാര്യത നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. സഖാവ് സരോജിന്റെ ഈ സ്മരണ പുതുക്കുന്ന ദിനത്തിൽ നമ്മുടെ ഈ 51ാം സമ്മേളനം ആരംഭിക്കുന്ന ദിവസം ഈ പുതിയ കാലത്തിനനുസരിച്ചുള്ള സമര രീതിയിലേക്ക് പോകാൻ, പ്രവർത്തന രീതിയിലേക്ക് പോകാനുള്ള ഊർജവും ആവേശവുമായി ഈ സമ്മേളനം മാറേണ്ടതുണ്ട്. തീർച്ചയായിട്ടും AIയുടെയും സൗത്ത് സോൺ ഫെഡറേഷൻ്റെയും ഒക്കെ അഭിവാദനങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ തന്നെ
ആ അഭിവാദനങ്ങൾക്ക് കോഴിക്കോട് ഡിവിഷനെ അർഹമാക്കിയ നമ്മുടെ പ്രവർത്തനാനുഭവങ്ങളെ, നമ്മുടെ സമര പാരമ്പര്യത്തെ ഒരു പോറലുമില്ലാതെ ഉയർത്തിപ്പിടിക്കാനും കൂടുതൽ ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഐക്യത്തിൻ്റെയും സമരവീര്യത്തിൻ്റെയുമായ പുതിയ പാഠങ്ങൾ രചിക്കാനും ഈ 51ാം സമ്മേളനത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ്റെയും സൗത്ത് സോൺ ഇൻഷുറൻസ് എംപ്ലോയീസ് ഫെഡറേഷൻ്റെയും ഭാഗത്ത് നിന്ന് എല്ലാ അഭിവാദനങ്ങളും ഈ സമ്മേളനത്തിനും ഇവിടെ പങ്കെടുക്കുന്ന സഹാക്കൾക്കും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. പ്രിയമുള്ള അധ്യക്ഷൻ, മറ്റും പ്രിയപ്പെട്ട നേതാക്കളെ, പ്രതിനിധി സഹാക്കളെ, ആദ്യമായി 51ാം ഡിവിഷണൽ സമ്മേളനത്തിന് കേന്ദ്ര ജീവനക്കാരുടെ പൊരുതുന്ന പ്രസ്ഥാനമായ കോൺഫെഡറേഷൻ്റെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഞാൻ കേന്ദ്ര മേഖലയിൽ നിന്നും വരുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധവും അതേപോലെ തന്നെ കോർപ്പറേറ്റ് അനുകൂല നയങ്ങളുടെ ഫലമായി കേന്ദ്ര സർവീസ് മേഖലയിലെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും എല്ലാം തന്നെ ഇന്ന് ഒരു വിൽപ്പനയ്ക്ക് വെച്ച അവസ്ഥയിലാണ് എന്നുള്ളത് ഇവിടെ പലരും സൂചിപ്പിച്ചു. അതുപോലത്തെ അതിശക്തമായ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഞാൻ 1-2 കാര്യം മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഈ അടുത്ത ദിവസം നമ്മുടെ ഒറീസയിലെ ബാലസോറിൽ നടന്ന തീവണ്ടി കൂട്ടിമുട്ടി ഉണ്ടായ അപകടം, അതിൽ നമ്മുടെ 300-ലധികം ജീവനുകളാണ് പൊലിഞ്ഞത്. ഇതിനെല്ലാം കാരണക്കാരായവർ ഇന്നത്തെ ഭരണാധികാരികളാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 1974 കാലഘട്ടത്തിൽ ഇന്ത്യൻ റെയിൽവേയിൽ 16 ലക്ഷം ജീവനക്കാരോളം പണിയെടുത്തിരുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ റെയിൽവേ സർവീസ് എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ഇങ്ങോട്ട് ഒട്ടേറെ വെട്ടിച്ചുരുക്കലുകൾ നടത്തി ഗവൺമെൻറ് തന്നെ അംഗീകരിച്ചാണെന്ന് 10 ലക്ഷം ജീവനക്കാരെ അടങ്ങുന്ന ഒരു റെയിൽവേ മേഖല. ആ ഗവൺമെൻറ്റിൻ്റെ കണക്ക് തന്നെയാണ് 2,50,000. അതിൽ നിന്നും ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ് തസ്തികകളെല്ലാം. ഈ തസ്തികകളെല്ലാം തന്നെ നികത്തുന്നതിന് വേണ്ട അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തേണ്ട ഒരു ഗവൺമെൻറ് ആ കാര്യങ്ങളൊന്നും തന്നെ നടത്താതെ നമ്മുടെ വിലപ്പെട്ട ജീവനുകളാണ് ബലിയർപ്പിക്കേണ്ടി വന്നത്. ഒരു കമ്മിറ്റിയെ വയ്ക്കുക, ആ കമ്മിറ്റി വിവേക് ദേബ്രോയ് കമ്മിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പഴയ പ്രാവശ്യം നമ്മൾ ഇതുപോലെ പല മീറ്റിങ്ങുകളിലും സംസാരിച്ചതാണ്. റെയിൽവേയുടെ കാര്യങ്ങളെല്ലാം പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി ഇന്ന് റെയിൽവേ മുഴുവനായിട്ട് തന്നെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിൽ എത്തിച്ചു വച്ചിരിക്കുന്ന അവസ്ഥയാണ്. റെയിൽവേയിലുള്ള അനുബന്ധ വ്യവസായങ്ങളെല്ലാം തന്നെ ഒന്നൊന്നുമില്ലാതെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. റെയിൽവേയുടെ ഹോസ്പിറ്റലുകൾ, അതേപോലെ തന്നെ മെയിൻ്റനൻസ് ട്രാക്ക് എല്ലാം തന്നെ സ്വകാര്യവൽക്കരിക്കുകയും പ്രൈവറ്റൈസ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ന് നമ്മുടെ സുരക്ഷാ വീഴ്ചകൾ വന്നിരിക്കുന്നതെന്ന് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. അത്തരത്തിൽ 2022, 21-22 കാലഘട്ടത്തിൽ തന്നെ 263ഓളം സിഗ്നൽ തെറ്റി ഉള്ള അപകടങ്ങൾ ഉണ്ടായി എന്നാണ് ഗവൺമെൻറ്റിൻ്റെ കണക്ക്. അതിലൊന്നാണ് ഇപ്പോൾ അവസാനമായി നമ്മുടെ ഒറീസയിൽ നടന്ന ബാലസോർ അപകടമെന്ന് പറയുന്നത്. അത് സൂചിപ്പിക്കുന്ന ഇന്ന് ഒട്ടേറെ രാജ്യങ്ങളിലെല്ലാം തന്നെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി പൊതുമേഖലകളെ ചെയ്തപ്പോൾ അവിടെ നിന്നെല്ലാം ഗവൺമെൻറ്റുകൾ പുനർവിചിന്തനമുണ്ടായി വീണ്ടും ഗവൺമെൻറ്റിലേക്ക് റെയിൽവേ ഏറ്റെടുത്ത രാഷ്ട്രങ്ങൾ തന്നെ ഉണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത്തരത്തിൽ ഇന്ന് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഗവൺമെൻറ് ഈ കഴിഞ്ഞ 2021-22 ഗവൺമെൻറ്റിൻ്റെ കണക്ക് തന്നെ നിങ്ങളുടെ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ്റിൻ്റെ കണക്ക് തന്നെയാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും കഴിഞ്ഞ വർഷം ഗവൺമെൻറ്റിന് 5 ലക്ഷം കോടിയോളം ഉറുപ്പ്യ നികുതി ഇനത്തിലും മറ്റ് ഇനങ്ങളിലുമായിട്ട് ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ലാഭവിഹിതമടക്കം കൊടുത്തുകൊണ്ട് ഗവൺമെൻറ്റിനെ നിലനിർത്തുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇങ്ങനെ വിൽക്കാൻ വ്യഗ്രത കാണിക്കുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ഗവൺമെൻറ്റിന് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളോടല്ല മറ്റ് തരത്തിലുള്ള കോർപ്പറേറ്റുകളോടാണ് കൂറ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോ സംഘടിതരായിട്ടുള്ള തൊഴിലാളി വർഗത്തെ തകർക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് പുതിയ പുതിയ നയങ്ങളും നേരത്തെ നമ്മൾ ഉദ്ഘാടന പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ഈ പുതിയ വേജ് കോഡുകൾ കൊണ്ടുവന്ന് 4 കോഡുകളാക്കി മാറ്റിക്കൊണ്ട് ശക്തരായി പ്രവർത്തിക്കുന്ന സംഘടനകളെ ഈ മേഖലയിൽ നിന്നും തുടച്ചു നീക്കാനുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ തപാൽ മേഖലയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഒരു ഓർഡർ ഇറക്കിയത്. നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് എന്ന് പറയുന്ന ഈ കോൺഫെഡറേഷനിൽ അതിശക്തമായി നിൽക്കുന്ന ഒരു പൊരുതുന്ന പ്രസ്ഥാനമായ NFPA തുടച്ചു നീക്കിയാൽ മാത്രമേ തപാൽ വകുപ്പിൽ എന്തെങ്കിലും ഗവൺമെൻറ്റിന് ഏതെങ്കിലും തരത്തിലുള്ള
സ്വകാര്യവൽക്കരണം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സംഘടനയെ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഒരു ഉത്തരവിലൂടെ നിരോധിച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ അവിടുത്തെ റെക്കഗ്നേഷൻ എടുത്തു കളഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ ഓർഡറുകളൊന്നും കണ്ട് അവിടെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർ അതുകൊണ്ട് പരിഭ്രാന്തരാവുന്നതല്ല. പല കാലങ്ങളിലും നമ്മുടെ സംഘടനയെ നിരോധിച്ചിട്ടുണ്ട്. ആ നിരോധനമെല്ലാം സർക്കാരിൻ്റെ നിരോധനമല്ല ഞങ്ങൾക്ക് പ്രശ്നം. ഞങ്ങൾ ജീവനക്കാരുടെ ഹൃദയത്തിലാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ആ പ്രസ്ഥാനത്തിലെ 75% ജീവനക്കാരും ഈ സംഘടനയിൽ അണിനിരന്നുകൊണ്ട് ഇന്നും പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ ഒരു പ്രശ്നമാണ്. അതുതന്നെയാണ് ഇവിടെ നമ്മുടെ LIC എംപ്ലോയീസ് യൂണിയൻ എന്ന് പറഞ്ഞാൽ 83% ജീവനക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് ആരെയും അംഗീകാരം ആവശ്യമില്ല. ജനങ്ങളുടെ ഹൃദയത്തിലാണ് അംഗീകാരം വേണ്ടത്. അതുതന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ ഈ നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് എന്ന് പറയുന്ന സംഘടനയെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതിന് കാരണം, അല്ലെങ്കിൽ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയതിന് കാരണം എന്ന് പറയുന്നത് ജീവനക്കാരുടെ സംഘടന എന്നുള്ള നിലയിൽ മറ്റ് സംഘടനകൾക്ക് ഡൊണേഷൻ കൊടുത്തു എന്നുള്ളതാണ്. നമ്മുടെ കർഷക സമരം നടന്നപ്പോൾ, ഇന്ത്യ രാജ്യത്തെ അതിശക്തമായ സമരം നടന്നപ്പോൾ ആ കർഷക സമരത്തിന് സംഭാവന നൽകി എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് സംഘടനയ്ക്കുള്ള അംഗീകാരം എടുത്തു കളഞ്ഞത്. അതേപോലെ പൊരുതുന്ന പ്രസ്ഥാനം, അത് ഞങ്ങൾക്ക് പറയാനുള്ളൂ, സമരം ചെയ്യുന്ന സംഘടനകളോട് എന്നും ഐക്യം പ്രഖ്യാപിച്ചിട്ടുള്ള കമ്പിത്തപാൽ മേഖലയിലെ തൊഴിൽ പൊരുതുന്ന പ്രസ്ഥാനമായതുകൊണ്ട് ഞങ്ങൾക്കതിൽ അഭിമാനമേ ഉള്ളൂ. ഞങ്ങൾക്ക് നിങ്ങളുടെ നിരോധനം ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മേഖലയിലുള്ള എല്ലാ തൊഴിലാളി സംഘടനകളുമായിട്ടും ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതിശക്തമായ സമരങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ സർക്കാർ ഈ നിരോധനം വരുന്നതിന് മുൻപ് തന്നെ പോസ്റ്റൽ മേഖലയിലെ സംഘടനകളെ കൂച്ചുവിലങ്ങിടുന്നതിന് വേണ്ടി ഈ വേജ് കോഡിൻ്റെ നിയമമെടുത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റൽ മേഖലയിൽ ഇനിയൊരു സമ്മേളന സമയത്ത് അല്ലെങ്കിൽ സർക്കാർ ആരൊക്കെയാണോ സംഘടനകളുടെ തലപ്പത്ത് വരണമെന്നുള്ളത് ഈ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 ടേൺ മാത്രമേ ഒരു നേതാവിന് പ്രവർത്തിക്കാൻ പാടുള്ളൂ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘടന ഇലക്ഷനുകളിൽ നടക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള നിയമം ആദ്യമായിട്ട് പോസ്റ്റൽ മേഖലയിലാണ് എടുത്ത് സർക്കാർ പയറ്റി നോക്കിയത്. അത് വന്നപ്പോൾ നമ്മുടെ സംഘടനകൾ സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാ തലത്തിലും എല്ലാം പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ വെറും 2 ടേൺ മാത്രമേ, അല്ലെങ്കിൽ 5 വർഷം മാത്രമേ സംഘടനയുടെ തലപ്പത്തിരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ സർക്കാർ ആരെയാണോ ചൂണ്ടിക്കാണിച്ചു തരുന്ന അവർ മാത്രമേ സംഘടനയുടെ നേതാക്കന്മാരായി ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം കൊണ്ടുവന്നുകൊണ്ട് സംഘടനയെ തകർക്കാൻ നോക്കിയിരുന്നു. അപ്പോഴെല്ലാം തന്നെ സംഘടന അതിശക്തമായി പൊരുതുകയും അതോടൊപ്പം ജീവനക്കാരെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുകയും മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘടന സമ്മേളനങ്ങളടക്കം നടത്താൻ സാധിച്ചത്. ഇപ്പോൾ അവസാനം സംഘടനയെ നിരോധിച്ചുകൊണ്ട് പോസ്റ്റൽ മേഖലയിൽ സ്വകാര്യവൽക്കരണം അതിശക്തമായി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് റെയിൽവേയിലായാലും മറ്റ് മുഴുവൻ മേഖലകളിലായാലും സർക്കാർ തുടർന്നു വരുന്ന നയം. ഈ നയത്തെ ചെറുത്തു തോൽപ്പിക്കണമെങ്കിൽ നമ്മുടെ മുന്നിൽ മറ്റൊരു മാർഗമില്ല, കുറുക്കുവഴികളൊന്നുമില്ല. നാം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക, പോരാടുക, അതുമാത്രമേ സംഘടനയ്ക്ക് കരണീയമായ മാർഗമുള്ളൂ. അതുതന്നെയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഈ വരും ദിവസങ്ങൾ നിങ്ങളുടെ ഈ 3 ദിവസത്തെ സമ്മേളനം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികളുടെ ഐക്യത്തെക്കുറിച്ചും നമ്മൾ എല്ലാ പ്രക്ഷോഭങ്ങളിലും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജം ഈ ചർച്ചകളിലൂടെ എല്ലാം 3 ദിവസം ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ സമ്മേളനം അവസാനിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ LIC എംപ്ലോയീസ് യൂണിയൻ്റെ ഇടയിലുള്ള ഐക്യവും അതേപോലെ തന്നെ മറ്റു വർഗവിഭജന സംഘടനകളുടെ ഐക്യവും ഊട്ടിയുറപ്പിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കിന് ഈ സമ്മേളനം ഉപകരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് യൂണിയൻ്റെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷൻ സഖാവ് ബാഹുലേൻ, നമ്മുടെ പ്രിയങ്കരനായ നേതാവ് സഖാവ് വേണുഗോപാൽ, സഖാവ് BP കൃഷ്ണൻ, വേദിയിരിക്കുന്ന സഹോദര സംഘടനാ നേതാക്കളെ, പ്രിയമുള്ളവരെ, ഞാൻ ഈ പ്രാസംഗികരുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ആളാണ്. ഇന്ന് വ്യക്തിപരമായ കാരണം കൊണ്ട് ഇന്ന് കോഴിക്കോട് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് ഞാനിതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ സമ്മേളനത്തിൻ്റെ ചൂടങ്ങോട്ട് വർദ്ധിച്ചപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് വരാൻ നിർബന്ധിതനായതാണ്. ഏതായാലും എനിക്കങ്ങനെ ഒരു അവസരം തന്നതിന് അധ്യക്ഷനോട് ഞാൻ ആദ്യമേ നന്ദി പറയുകയാണ്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പോൾ 51ാം സമ്മേളനം നടക്കുന്നത്, 74ലാണ് 1ാം സമ്മേളനം, 75 മുതലുള്ള എല്ലാ സമ്മേളനങ്ങളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ 50 സമ്മേളനം അറ്റൻഡ് ചെയ്തിട്ടുള്ളൊരു ബഹുമതി എനിക്കുണ്ടെന്നാണ്.
അതുകൊണ്ട് തന്നെ ആ 75 സമ്മേളനങ്ങളിലും 50 സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയിൽ നമ്മുടെ സംഘടനയുടെ വളർച്ച ശരിയായി കാണാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ ഇന്നിതിനെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ സഖാവ് വേണുഗോപാലിനോട് ഞാൻ സംസാരിക്കായിരുന്നു. ഈ ഇരിക്കുന്നവർ മാത്രമല്ല, ഇത്ര തന്നെ ആൾക്കാർ മുകളിലും ഇരിക്കുന്നുണ്ട്. അപ്പം വേണു എന്നോട് ചോദിച്ചത് ഇത്രയും സ്ത്രീകളുണ്ടോ നമ്മുടെ ഡിവിഷനിൽ എന്നുള്ളതാണ്. ഇത്രയും സ്ത്രീകൾ ഉണ്ടെന്ന് മാത്രമല്ല, അത്രയും സ്ത്രീകൾ ഇവിടെ എത്തിക്കാൻ അല്ലെങ്കിൽ അവർ സ്വയം എത്താൻ തയ്യാറായി എന്നുള്ളതാണ് ഈ സംഘാടകരുടെ കഴിവ്, അല്ലെങ്കിൽ നമ്മുടെ സംഘടനയോട് നമ്മുടെ അംഗങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ തെളിവ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇന്ന് ഇവിടെ സൂചിപ്പിച്ച പോലെ സഖാവ് സരോജ് ചൗധരിയുടെ 24ാം ചരമദിനമാണ്. സരോജ് ചൗധരിയുടെ നാമധേയത്തിലുള്ള ഒരു കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ ഒരുപാട് കാര്യങ്ങൾ, തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട്, ആലോചിക്കാനുണ്ട്. വളരെ വിശദമായി തന്നെ സഖാവ് വേണുഗോപാലും സഖാവ് ടി പി രാമകൃഷ്ണനും സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ അധികം സമയമെടുക്കുന്നില്ല. തീർച്ചയായിട്ടും പെൻഷനർമാരെ പ്രതിനിധീകരിച്ച് സംസാരിക്കുമ്പോൾ പെൻഷനർമാരുടെ കാര്യം നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരണം. കാരണം നാളത്തെ പെൻഷനർമാരാണല്ലോ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പറയേണ്ടി വരും. വളരെ പ്രധാനമായ 1-2 പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് എടുക്കുന്ന വളരെ വൈരനിര്യാതന ബുദ്ധിയോടെ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ പെൻഷനർമാരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതിലൊന്നാണ് സഖാവ് വേണുവോട് ചോദിച്ച ഫാമിലി പെൻഷൻ 30% വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം LICയുടെ ബോർഡ് സെപ്റ്റംബർ 2019 എടുത്തതാണ്. ആ റെക്കമെൻഡേഷൻ ഗവൺമെൻറ്റിന് മുന്നിൽ കിടക്കുകയാണ്. ഒരു തീരുമാനം എടുക്കുന്നില്ല. എത്രയോ തല നിവേദനങ്ങൾ കൊടുത്തു, പ്രക്ഷോഭങ്ങൾ നടത്തി, ഡെമോൺസ്ട്രേഷൻ നടത്തി. എന്തിനേറെ പറഞ്ഞ് ഈ മാർച്ച് 29 ഈ വയസ്സായ ആൾക്കാരെയും കൂട്ടിയിട്ട് ജന്തർ മന്തറിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തി. എന്നിട്ടും ഗവൺമെൻറ് വഴങ്ങാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ ചേർന്നിട്ടുള്ള സെൻട്രൽ കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ഒരുപാട് ക്യാമ്പയിൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. MP-മാരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവരെ കൊണ്ട് കത്തുകൾ അയപ്പിക്കുന്നുണ്ട്, മറ്റ് നിവേദനങ്ങൾ കൊടുക്കുന്നുണ്ട്, പ്രധാനമന്ത്രിക്കുള്ള നിവേദനം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണേണ്ടുന്നൊരു പ്രധാന പ്രശ്നം ഈ ഗവൺമെൻറ് എടുക്കുന്നൊരു നിലപാട് സൂചിപ്പിക്കാൻ വേണ്ടി. ഞങ്ങൾ അവിടെ പോയപ്പോൾ അന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ സർവീസിലെ ഉദ്യോഗസ്ഥന്മാരെ കാണാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തി. സെക്രട്ടറി പറഞ്ഞു, ഞാൻ പാർലമെൻറ്റ് സെഷൻ നടക്കുന്നതുകൊണ്ട് ഞാൻ തിരക്കാണ്, എന്നെ കാണാൻ എനിക്ക് സൗകര്യമില്ല, സമയമില്ല എന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ അവിടെ ചെന്ന് ഒരു അണ്ടർ സെക്രട്ടറിയെ കണ്ടു. ഭാഗ്യവശാൽ അദ്ദേഹമാണ് ഇൻഷുറൻസിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി പറയാണ്, നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള നോട്ട്സ് എല്ലാം തയ്യാറായിട്ടുണ്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, 30% ഫാമിലി പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിന് അനുകൂലമായിട്ടുള്ള നോട്ട് ഞങ്ങളുടെ എല്ലാ സെക്രട്ടറി അടക്കം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. 2, നിങ്ങളുടെ ഇടയിൽ വിട്ടുപോയിട്ടുള്ള കുറച്ച് എക്സ്-സർവീസ്മെൻ ജീവനക്കാരടക്കമുള്ള ആൾക്കാരുടെ പെൻഷൻ അവർക്കൊരവസരം കൊടുക്കുന്നതിനുള്ള നിർദ്ദേശവും ഞങ്ങളുടെ നോട്ട് തയ്യാറായിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇപ്പം പണ്ടത്തെ പോലെയല്ല. പണ്ടെങ്ങനെയാണെന്ന് വെച്ചാൽ നോട്ട് ഇവിടുന്ന് തയ്യാറാക്കുക, താഴെന്ന് എഴുതി മുകളിൽ പോയി സെക്രട്ടറി കഴിഞ്ഞ് ധനമന്ത്രിയിൽ എടുത്തു കഴിഞ്ഞാൽ അവരൊന്നുകിൽ അപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ തിരിച്ചയക്കും, അല്ലെങ്കിൽ ഡിസ്കഷൻ വേണമെന്ന് പറയും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പുതിയൊരു കൾച്ചർ എന്താണെന്ന് വെച്ചാൽ ധനമന്ത്രിക്ക് ബോധ്യപ്പെടണം. അതിനുവേണ്ടി ഞങ്ങളൊരു പ്രസൻറ്റേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു അവർ പ്രൊജക്ടർ വെച്ചിട്ട് കാണിക്കാൻ പറ്റുന്ന പ്രസൻറ്റേഷൻ. അത് മാഡം ഇപ്പോൾ സമ്മേളനം നടക്കുന്നുണ്ട്, തിരക്കായതുകൊണ്ട് അവരെ തിരക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ശരി മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ നോട്ട് അങ്ങോട്ട് അയക്കും. അതാണ് അത്ര പുതിയ സംവിധാനം. അവർക്കത് കാണാനുള്ള സമയം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവർക്ക് അവർ ബോധ്യപ്പെടുത്താനും സാധിച്ചിട്ടില്ല. ഈ ആൾക്കാർ ദിനംതേന മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതിനുവേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരും. ഇന്നലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സഖാവ് EP ഉണ്ണിയേട്ടൻ കണ്ണൂർ മരണപ്പെട്ടു 90-ാം വയസ്സിൽ. അവർക്കൊക്കെ കിട്ടാൻ പോകുന്ന അവരുടെ കുടുംബത്തിന് കിട്ടാൻ പോകുന്ന ഫാമിലി പെൻഷൻ തുച്ഛമായ തുകയാണ്. അതിലൊരു ചെറിയ വർദ്ധന വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ആനുകൂല്യങ്ങൾ പോലും കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു നിലപാട് ഗവൺമെൻറ് എടുക്കുന്നത്. മറ്റെല്ലാ മേഖലക്കും കൊടുത്തിട്ടും ഇൻഷുറൻസ് ജീവനക്കാർക്ക് ഇത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വകാര്യവൽക്കരണ നയത്തിന് നിങ്ങളെതിരാണെങ്കിൽ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കും എന്നുള്ളതാണ് അവരെടുത്ത നിലപാട്. ആ നിലപാടിനെ മുറിച്ച് കടക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും യോജിപ്പോടുള്ള സമരം കൊണ്ട് സാധിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസം ഓൾ ഇന്ത്യ ഇൻഷുറൻസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഉണ്ട്. ഞങ്ങൾ വയസ്സന്മാരാണെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, ഞങ്ങൾക്ക് പണി മുടക്കാൻ പറ്റില്ലെങ്കിലും ക്യാമ്പയിൻ നടത്താം, ധർണ നടത്താം, മറ്റു കാര്യങ്ങൾ നടത്താം. അതൊക്കെ ഞങ്ങൾ നടത്തും. ആ നടത്തുമ്പോൾ നിങ്ങളുടെ ഒരു ഊർജം, നിങ്ങളുടെ ഒരു പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പം നമ്മൾ നടത്തുന്ന ഒരു ക്യാമ്പയിൻ, ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അല്ലെങ്കിൽ മെഡിക്ലെയിം പ്രീമിയത്തിന് GST കൊടുക്കണം. 18% GST കൊടുക്കണം.
യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കൊടുക്കേണ്ടതാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ചികിത്സാ സൗകര്യം കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റാണ്. അവരത് നിർവഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, തങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സമ്പാദ്യത്തിൽ നിന്ന് തുക ചിലവാക്കി ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്താൽ അതിന് 18% നികുതി കൊടുക്കുന്നത് ഇത് ശരിയായ നിലപാടല്ല, അത് പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ധനമന്ത്രിക്ക് ഒരു ഓൺലൈൻ പെറ്റീഷൻ change.org എന്നുള്ള സംവിധാനത്തോടുകൂടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 7-ാം തീയതിയാണ് അത് ലോഡ്ജ് ചെയ്തത്. ഞാൻ ഇന്ന് രാവിലെ നോക്കുമ്പോൾ 2580 ആൾക്കാർ ഒപ്പിട്ടിട്ടുണ്ട്. ഞങ്ങൾ മെമ്പർമാരുടെ 42,000 ആളുണ്ട്. ഞങ്ങളുടെ മെമ്പർമാരെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ സാങ്കേതിക സംവിധാനം ഉപയോഗിക്കാനുള്ള കഴിവ് അവർക്ക് കുറവാണ്. എങ്ങനെയാണ് ഇതിൽ കയറുക, എങ്ങനെയാണ് ഇത് ഒപ്പിടുക എന്നൊന്നും അവർക്ക് അറിയില്ല. ഇനി അവരെ അത് പഠിപ്പിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ നിങ്ങൾക്ക് അത് അറിയുന്ന വിഭാഗം ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ ആ change.org സംവിധാനത്തിൽ കയറിയിട്ട് ഈ മെമ്മോറാണ്ടത്തിൽ നിങ്ങളുടെ കൂടി ഒപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് ഞങ്ങൾക്കൊരു പിന്തുണ നിങ്ങൾ നൽകണം. നിങ്ങൾ അറിയുന്ന പെൻഷനർമാരെ ഇത് ചെയ്യേണ്ട വിധം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഇതൊരു വലിയൊരു മൂവ്മെൻ്റ് ആക്കി വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആ ഒരു സഹായം നിങ്ങൾ ചെയ്യണം എന്നാണ് ഒന്നേ അഭ്യർത്ഥന. രണ്ടാമത്തെ അഭ്യർത്ഥന ഇവിടെ പറഞ്ഞതുപോലെ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യം കൊടുക്കേണ്ട സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെ 1600 രൂപ പെൻഷൻ കൊടുക്കുന്നത് നമ്മുടെ കേരള ഗവൺമെൻറ്. അതിൽ 200 രൂപ കേന്ദ്ര ഗവൺമെൻറ് വിഹിതമാണ്. 60 കഴിഞ്ഞ ആൾക്കാർക്ക് നാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസിസ്റ്റൻസ് പ്രോഗ്രാം അനുസരിച്ചിട്ട് 1995 ഗവൺമെൻറ് പ്രഖ്യാപിച്ചതാണ്. 96 മുതൽ നടപ്പാക്കിയവരാണ്. പ്രതിമാസം 200 രൂപ. ആദ്യം 65 വയസ്സ് കഴിഞ്ഞവർക്കാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. പിന്നെ അത് 60 വയസ്സ് 2007 മുതൽ 60 വയസ്സ് കഴിഞ്ഞവർക്കും കൊടുക്കും. പക്ഷേ അവർ BPL പരിധിയിൽപ്പെട്ടവരായിരിക്കണം. ആ 200 ഉറുപ്പിക എന്നുള്ളത് 20 കൊല്ലം മുമ്പ് നിശ്ചയിച്ച ഒരു യാർഡ് സ്റ്റിക്ക് മാറ്റാൻ ഗവൺമെൻറ് ഇതുവരെ തയ്യാറായിട്ടില്ല. നമ്മുടെ യൂണിയൻ അതൊരു പ്രധാന പ്രശ്നമായി ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തെമ്പാടും വലിയ പ്രചാരണ പ്രവർത്തനം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റ് പെൻഷനർമാരെയും തൊഴിലാളി സംഘടനകളെ സംഘടിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എല്ലാ 60 കഴിഞ്ഞ ആൾക്കാർക്കും മറ്റ് വരുമാനമില്ലെങ്കിൽ അവർക്ക് ചുരുങ്ങിയത് 3000 രൂപയെങ്കിലും പെൻഷൻ ആനുകൂല്യമായി കൊടുക്കണം എന്നുള്ളൊരു ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ട് സെമിനാറുകൾ രാജ്യത്തെമ്പാടും നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേരള സംസ്ഥാനത്ത് ഒരു സെമിനാർ ജൂലൈ 8-ാം തീയതി എറണാകുളത്ത് നടത്തുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഡിമാൻഡ് മുന്നോട്ട് വെക്കുക മാത്രമല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പഠനം നടത്തുമ്പോഴാണ് കേരളത്തിൽ 1600 രൂപ കൊടുക്കുന്നുണ്ട്, തമിഴ്നാട്ടിൽ 1000 രൂപ കൊടുക്കുന്നുണ്ട്, രാജസ്ഥാനിൽ 1000 രൂപ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ 400 രൂപ കൊടുക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ 2007 ഇത് വികസിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ഒരു അഭ്യർത്ഥന പുറപ്പെടുവിച്ചു. ഞങ്ങൾ കൊടുക്കുന്നതിന് തുല്യ തുക നിങ്ങളും കൂടി കൊടുത്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് പാലിച്ചിട്ട് 200 രൂപ അവരും കൊടുക്കുന്നുണ്ട്. ഗുജറാത്തിൽ ഇപ്പോഴും 400 രൂപയാണ് കൊടുക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കേരള ഗവൺമെൻറ് 1600 രൂപ കൊടുക്കാമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇത് കൊടുക്കാൻ സാധിക്കും. മാത്രമല്ല ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, ഉയർന്ന നിലവാരത്തിൽ വരുമാനമുള്ള ആൾക്കാർക്ക് 1% ഇൻകം ടാക്സ് അധികം ചുമത്തിയാൽ 3000 രൂപ വെച്ച് പ്രതിമാസം കൊടുക്കാനുള്ള അധിക വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള നിർദ്ദേശം നമ്മൾ മുന്നോട്ട് വെക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഈ ബജറ്റിൽ 9600 കോടി രൂപയാണ് ഈ ആവശ്യത്തിൽ നീക്കിവെച്ചത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ DGPയുടെ 0.05% മാത്രമാണത്. അതൊന്ന് വർദ്ധിപ്പിച്ചാൽ തന്നെ ഈ തുക വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഈ വിധ കാര്യങ്ങളിൽ വലിയൊരു പ്രചരണം അഴിച്ചുവിടാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെയും മറ്റ് പെൻഷൻ സംഘടനമാരുടെയും എല്ലാം സഹായം വേണം. അത് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ 60 കഴിഞ്ഞ വരുമാനമില്ലാത്ത എല്ലാവർക്കും 3000 രൂപ പെൻഷൻ കിട്ടാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നാൽ നിലവിൽ പെൻഷൻ വാങ്ങുന്നവനെ ആക്രമിക്കുന്ന സ്വഭാവം ഗവൺമെൻറ് ഒന്ന് നിർത്തുമെന്നുള്ളൊരു സ്വാർത്ഥം കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ എല്ലാവരും അണിനിരക്കണമെന്നും ഈ 51-ാം വാർഷിക സമ്മേളനത്തിന് ഓൾ ഇന്ത്യ ഇൻഷുറൻസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ എല്ലാവിധ ഭാഗങ്ങളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഇന്ന് പങ്കെടുത്ത മുഴുവൻ ആൾക്കാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ LIC എംപ്ലോയീസ് യൂണിയൻ്റെ നേതാക്കന്മാരെ, അതുപോലെ സഹോദര സംഘടനയിലുള്ള നേതാക്കന്മാരെ, ഇവിടെ ഇരിക്കുന്ന സമ്മേളന പ്രതിനിധികളെ, BFIയുടെ അഭിവാദ്യങ്ങൾ ഈ സമ്മേളനത്തിന് 51-ാം വാർഷിക സമ്മേളനത്തിന് ഈ BFIയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. നമ്മൾ ഇന്ന് സമ്മേളനം ചേരുന്ന സാഹചര്യവും കാലഘട്ടത്തെക്കുറിച്ചെല്ലാം വളരെ വിശദമായി തന്നെ ഉദ്ഘാടകനും അതുപോലെ തന്നെ തുടർന്ന് സംസാരിച്ചുള്ള എല്ലാ നേതാക്കളും കൂടെ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. സാഹചര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരിടുന്ന പ്രതിസന്ധി കാലഘട്ടത്തെയാണ്.
യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഫലമായി 30 വർഷത്തിലധികമായി തുടർന്നു വരുന്ന സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന അവസ്ഥയാണ് ഇന്നിവിടെ നേതാക്കന്മാരെല്ലാവരും തന്നെ വിശദീകരിച്ചിട്ടുള്ളതും. അതുപോലെ തന്നെ അത് മറികടക്കാൻ ഈ സമ്മേളനം ഉൾപ്പെടുന്ന നമ്മുടെ പ്രക്ഷോഭ പരിപാടികളിൽ എന്തെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചാണ് അവരിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ എങ്ങനെ തൂക്കി വിൽക്കാം, എങ്ങനെ കോർപ്പറേറ്റുകൾക്ക് കൈമാറാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഗവൺമെൻറ് വളരെ വിശദമായിട്ട് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ നയപരിപാടികൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നതും. പഴയ കാലത്തെ സ്വകാര്യ മേഖലയുണ്ടായിരുന്ന സാമ്പത്തിക മേഖലയിലെ ഇൻഷുറൻസ് ആവട്ടെ, അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയാവട്ടെ, അതെല്ലാം ദേശസാൽക്കരിച്ചതിൻ്റെ ഫലമായി രാജ്യത്തെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായിട്ടുള്ള ബാങ്ക് ഉൾപ്പെടെ അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ ഉൾപ്പെടെ പൊതുമേഖലയിൽ വന്നു. അത് പടിപടിയായി പുരോഗതി പ്രാപിച്ചു. രാജ്യത്തിൻ്റെ സമ്പദ് മേഖലയ്ക്ക് അത് ഉണർവേകി. അതോടൊപ്പം LICയും ബാങ്കും പോലുള്ള സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് LICയെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു പൊൺമിട്ടുന്ന താറാവാണ്. ഗവൺമെൻറ് കാലാകാലങ്ങളിലായി ഷെയർ മാർക്കറ്റിൽ അതിൻ്റെ എന്താ പറയുക വില അല്ലെങ്കിൽ അതിൻ്റെ ഷെയറിൻ്റെ വാല്യൂ പിടിച്ചു നിർത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് LICയാണ്. LICയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ആ രീതിയിൽ അത് ഗവൺമെൻറ് ഷെയർ മാർക്കറ്റ് നിലനിർത്തിയിരുന്നത്. അതുപോലെ തന്നെ ബാങ്ക് ഉൾപ്പെടെയുള്ള IDBI ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകളെ നിലനിർത്താനും LICയുടെ ഫണ്ടാണ് ഉപയോഗിച്ചത്. ബാങ്കുകളെ പറ്റി പറയുകയാണെങ്കിൽ ബാങ്കുകളാണ് സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പ്രധാനപ്പെട്ട നട്ടെല്ല്. ഇന്ന് പൊതുമേഖല വിറ്റഴിക്കുക എന്ന് പറയുമ്പോൾ ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ എങ്ങനെ കോർപ്പറേറ്റുകൾക്ക് മറിച്ചു കൊടുക്കാമെന്നുള്ളതിനെക്കുറിച്ചാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന 27 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ന് വെറും 12 എണ്ണം മാത്രമേ ഉള്ളൂ. അത് തന്നെ വീണ്ടും ചുരുട്ടി വളരെ എണ്ണം കുറയ്ക്കാനുള്ള 4ഓ 5ഓ ആക്കി മാറ്റാനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിനു മുമ്പായി 2 പൊതുമേഖലാ ബാങ്കുകൾ വീണ്ടും തൂക്കി വിൽക്കാനുള്ള ഒരു പരിപാടിയുമായിട്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ LIC അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഷെയർ വിൽപ്പന മാത്രമാണ്. ഇപ്പോൾ LICയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആകെ ഷെയറിൻ്റെ 3.5% മാത്രമേ വിൽക്കാൻ സാധിച്ചിട്ടുള്ളൂ ആദ്യ പടി എന്നുള്ള നിലയ്ക്ക്. നാളെ ഇത് കൂടുതലാക്കിയേക്കാം. ബാങ്കുകളെ സംബന്ധിച്ചാണെങ്കിൽ അത് നേരത്തെ തുടങ്ങിയതാണ്. അത് ഷെയർ വിൽപ്പനയോട് മാത്രം ഗവൺമെൻറ് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കുന്നില്ല. അതായത് പൊതുജനങ്ങളുടെയും തൊഴിലാളികളുടെയും ചെറുത്തുനിൽപ്പ് ശക്തമാണ്. അതിനെതിരെ രാഷ്ട്രീയമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ തൊഴിലാളി സംഘടനകൾക്ക് സാധിച്ചിട്ടുണ്ട്. അവർ പാർലമെൻറ്റിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത്തരം പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് ഈ സ്വകാര്യവൽക്കരണത്തിനെ ഒരു പരിധിവരെയെങ്കിലും തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ അതിൻ്റെ തീക്ഷ്ണത ഇല്ലാതാക്കാനോ സാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് നയം മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അത് ആ രീതിയിൽ നോക്കുമ്പോൾ ഇനി 2 ബാങ്കുകൾ വിൽപ്പനയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വിൽപ്പന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ 2ഓ 3ഓ 4ഓ ആൾക്കാരെ ഒത്തുചേർന്നുകൊണ്ട് ബാങ്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. അതിന് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചട്ടങ്ങളിലോ നിയമങ്ങളിലോ മാറ്റം വരുത്താം. അതാണ് ഒരാലോചന. അതുകൂടാതെ നമുക്കറിയാം, SBI എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ 50 സ്ഥാപനങ്ങളിൽ വലിയ സ്ഥാപനം, 50 സ്ഥാപനങ്ങളിലായിട്ട് വരുന്ന സ്ഥാപനം എന്നാണ് ഗവൺമെൻറ് ഭാഷ്യം. അത് ഇന്നിപ്പോൾ SBI എന്നുള്ള ഒറ്റ എൻറ്റിറ്റി അല്ല. SBIയിൽ തന്നെ എസ്ബോസ് ഉണ്ട്, യോനോ ഉണ്ട്, അതുപോലെ തന്നെ നിരവധി കമ്പനികളുണ്ട്, നിരവധി സബ്സിഡിയറീസ് ഉണ്ട്. എസ്ബോസ് ആണ് അവിടെയുള്ള ജീവനക്കാരെ നിയമിക്കാൻ ഉപയോഗിക്കുന്ന സബ്സിഡിയറി. യോനോ ആപ്പ് ഉപയോഗിച്ചിട്ടാണ്, യോനോയിലൂടെയാണ് നിങ്ങൾ മറ്റുള്ള സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇത് SBIയിൽ മാത്രമല്ല, എല്ലാ പൊതുമേഖലാ ബാങ്കുകളിലും ലയനത്തിന് ശേഷം എല്ലാ പൊതുമേഖലാ ബാങ്കുകളും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ സംവിധാനങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത്. അത് മുറിച്ച് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഓരോ കഷ്ണങ്ങളായി മുറിച്ച് വിറ്റുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുറിച്ച് വിൽക്കാനുമുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ ഈ വേദിയിൽ അത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, LIC ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ബാങ്കും അതുപോലെ തന്നെ മറ്റ് റെയിൽവേ ആവട്ടെ, എയർപോർട്ട് ആവട്ടെ, തുറമുഖങ്ങളാവട്ടെ, ഇതെല്ലാം വിറ്റുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതിനെതിരായിട്ട് ഈ നയങ്ങൾ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം തന്നെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം 22ഓളം പണിമുടക്കുകൾ നമ്മൾ തൊഴിലാളികളും കർഷകരും എല്ലാം ചേർന്ന് നടത്തിയിട്ടുണ്ട്. ഇന്ന് കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങളോടൊപ്പം പ്രധാന മുദ്രാവാക്യമായിട്ട് നമ്മൾ ഉയർത്തിക്കാണിക്കുന്നത്, ഇന്ത്യയിലെ ജനങ്ങൾ ഉയർത്തിക്കാണിക്കുന്നത് പൊതുമേഖലയെ സംരക്ഷിക്കുക അല്ലെങ്കിൽ പൊതുമേഖലയെ വിറ്റു തുലയ്ക്കരുത് എന്നുള്ള.
അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ മേഖലയിൽ നടക്കുന്ന ഇത്തരം വിൽപ്പന അല്ലെങ്കിൽ ഇത്തരം സ്വകാര്യവൽക്കരണം അത് അനുസ്യൂതം തുടരുകയാണ്. അപ്പോൾ അത് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇപ്പോൾ കഷ്ണങ്ങളായിട്ട് ഇപ്പോൾ ലോൺ കൊടുക്കാൻ ഒരു സബ്സിഡിയറി ആവാം, അതുപോലെ തന്നെ പുതിയ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെപ്പോസിറ്റുകൾ ഓപ്പൺ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പുതിയ സബ്സിഡിയറികൾക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് മാറ്റിയിട്ട് സ്വകാര്യവൽക്കരണം എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതായത് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഒരു വശത്ത്. അതായത് നിയന്ത്രണങ്ങൾ ഉദ്ദേശിക്കുന്നത് പൊതുമേഖലാ ബാങ്കുകളാവട്ടെ കമേഴ്ഷ്യൽ ബാങ്കുകളാവട്ടെ അതിനൊരു നിയന്ത്രണമുണ്ട്. RBIയുടെ ഭാഗത്തുനിന്നുണ്ട്, പാർലമെൻറ്റിനുണ്ട്, സെൻട്രൽ വിജിലൻസ് കമ്മീഷനുണ്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള ഗവൺമെൻറ് ഏജൻസികളുടെ നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റുക. അതുപോലെ തന്നെ ബാങ്കുകളിൽ നിന്ന് കാണുന്ന വായ്പ കൊടുക്കാനുള്ള നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റുക, ആ പരിധി എടുത്തു മാറ്റുക. അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകളുടെ എന്താ പറയുക മേൽക്കൈ അവസാനിപ്പിക്കുക. ഈ രീതിയിലാണ് ഗവൺമെൻറ് ഇതിനെ കാണുന്നത്. അത് സ്വകാര്യ മുതലാളിമാർക്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് അത് വളരെ എളുപ്പത്തിൽ വിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതും കൂടിയാണ്. അത് LICയിലും ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ബാധകമാക്കിയേക്കാം. അതിന് എതിരായിട്ട് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ, അത്തരത്തിലുള്ള നമ്മൾക്കെതിരായിട്ടുള്ള നീക്കങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ മറ്റ് സമര പരിപാടികളും സംഘടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഊന്നുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം, ഇന്ന് നമ്മുടെ ബാങ്കിങ് മേഖലയിൽ പൊതുമേഖലാ ബാങ്കുകൾ മാത്രമല്ല, ഗ്രാമീണ ബാങ്കുകളുണ്ട്, ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗ്രാമീണ ബാങ്കുകളുണ്ട്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകളും. കേരളത്തിൻ്റെ പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് അല്ല സാധാരണ ജനങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സഹകരണ ബാങ്കുകളാണ്. ഇന്ന് പൊതുമേഖലാ ബാങ്കുകൾ മാത്രമല്ല, സാമ്പത്തിക രംഗത്ത് കേരളത്തിന് നട്ടലായിട്ടുള്ള സഹകരണ ബാങ്കുകളെ പോലും കൊള്ളയടിക്കാനും സ്വകാര്യവൽക്കരിക്കാനും അതിനെ തച്ച് ഉടയ്ക്കാനുമുള്ള പുതിയ പരിപാടികളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുമ്പോട്ട് പോകുന്നത്. ആ രീതിയിലുള്ള ചെറിയ ബാങ്കുകൾ അതുപോലെ തന്നെ മറ്റ് നിധി കമ്പനികൾ ഇതെല്ലാം വ്യാപകമായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ള പേരിൽ കൂടുതൽ മൾട്ടി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ തുറന്നു വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്കും അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും എതിരായിട്ടുള്ള ആക്രമണ പരമ്പരകളും നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. അതിനെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് ഭാവിയിൽ നടന്നു വരേണ്ടത്. ആ രീതിയിൽ ഈ സമ്മേളനം 3 ദിവസങ്ങളായി നടക്കുന്ന ഈ സമ്മേളനം അത്തരം ചർച്ചകളും അതുപോലെ തന്നെ അതിനുതകുന്ന രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് ആശിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് BFIയുടെ ആശംസകളും അതുപോലെ തന്നെ അഭിവാദനങ്ങളും അർപ്പിക്കാം. യോഗത്തിൻ്റെ അധ്യക്ഷൻ, നിങ്ങളുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ബാഹുലയൻ, എൻ്റെ വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ, ഇത്തരം ഒരു യോഗത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ധനകാര്യ പൊതുമേഖലാ സ്ഥാപനമായ LIC എംപ്ലോയീസ് യൂണിയൻ്റെ അല്ലെങ്കിൽ LICയുടെ ഒരു യോഗത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ആലോചിച്ചത്, ഇതുപോലെ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ നിന്നിരുന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതാണ്. ഒരു കാലത്ത് ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെയാണ് വിദേശ ഇന്ത്യൻ കുത്തകകൾ വട്ടമിട്ട് പറന്നിരുന്നതെങ്കിൽ ഇന്ന് LICയുടെ തലയിലൂടെ അല്ലെങ്കിൽ ഇൻഷുറൻസ് രംഗത്തിൻ്റെ തലയിലൂടെയാണ് ഇത്തരം കുത്തകകൾ പറന്നുകൊണ്ടിരിക്കുന്നത്. LICയെ തകർക്കാൻ ഒരു തരത്തിലും ഗവൺമെൻറ്റിന് കഴിയില്ല എന്ന തരത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുവാൻ കഴിയില്ല എന്ന് വരുമ്പോൾ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൂടെയാണ് ഞങ്ങളുടെ സ്ഥാപനത്തെ ഇന്ന് ഈ ലെവലിലേക്ക് ആക്കിയിട്ടുള്ളത്. 100% ഗവൺമെൻറ് ഓഹരിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് BSNL. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലാ ധ്വംസന നയങ്ങളും അല്ലെങ്കിൽ പൊതുമേഖലകൾ നേരിടുന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യും എന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ മേഖലയിലെ ചില പ്രശ്നങ്ങൾ മാത്രം നിങ്ങളോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, 2000-ൽ ഞങ്ങളുടെയൊക്കെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഈ സ്ഥാപനം കോർപ്പറേഷനാക്കി മാറ്റി. അതുവരെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റായി നിന്നിരുന്ന ഒരു സ്ഥാപനത്തെ ഒരു കോർപ്പറേഷനാക്കി മാറ്റുകയാണ്. കോർപ്പറേഷനാക്കി മാറ്റുമ്പോൾ ഞങ്ങളുടെ യൂണിയൻസൊക്കെ നിർഭാഗ്യവശാൽ നമ്മുടെ യൂണിയനൊന്ന് അംഗീകാരം ഉണ്ടായിരുന്നില്ല. അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ജീവനക്കാരെ ഒരു 1000 രൂപയ്ക്ക് വേണ്ടി ഒറ്റി കൊടുത്തുകൊണ്ട് ഇത് കോർപ്പറേഷനാക്കാൻ
എല്ലാവിധ അനുവാദം കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് അത് കോർപ്പറേഷനായി. അല്ലെങ്കിൽ അത് കൊടുത്തിട്ടില്ലെങ്കിലും വരുമായിരുന്നു. പിന്നീട് നിങ്ങൾക്കറിയാം BSNL രൂപീകരിച്ചു. BSNL രൂപീകരിച്ചപ്പോൾ ഗവൺമെൻറ് പറഞ്ഞത് ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് വേണമെന്നുള്ളതാണ്. 1998-97 തന്നെ സ്വകാര്യ മേഖലകൾ മൊബൈൽ രംഗത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ലാൻഡ് ലൈൻ രംഗത്തേക്ക് അവരാരും വന്നിരുന്നില്ല. ഒരു ഇൻകമിംഗ് കോളിന് 8 രൂപയും 10 രൂപയും ചാർജ് ചെയ്യുന്ന നിങ്ങൾക്കറിയാം ആ സംവിധാനങ്ങളൊക്കെ. ആ സമയത്താണ് BSNL ലാൻഡ് ലൈൻ രംഗത്ത് മാത്രം നിൽക്കുന്നത്. വീണ്ടും ഞങ്ങളുടെയൊക്കെ പ്രക്ഷോഭപരമായിട്ട് 2002 98 വന്നതിന് ശേഷം 2098 സ്വകാര്യ മേഖലകൾ മൊബൈൽ രംഗത്തേക്ക് വന്നിരുന്നെങ്കിലും BSNL അതിനെ അനുവദിച്ചിരുന്നില്ല. ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കയറ് കൊണ്ട് കാല് കെട്ടിക്കൊണ്ടാണ് ഗ്രൗണ്ടിൽ BSNL വിട്ടത്. 2002 വളരെ വലിയ പ്രക്ഷോഭത്തിൻ്റെ ഫലമായി BSNL ആ രംഗത്തേക്ക് വന്നു, മൊബൈൽ രംഗത്തേക്ക് വന്നു. ഞാൻ ആ ഒരു വിഷയം കൂടി പറയേണ്ട അവസരം. ഞങ്ങളുടെ ഒരു ജനറൽ മാനേജർ, സൗത്ത് ഇന്ത്യയുടെ ചാർജ് ഉണ്ടായിരുന്ന ഒരു ജനറൽ മാനേജറോട് അദ്ദേഹം ഒരു പത്രസമ്മേളനം കൂടിയിരുന്നപ്പോൾ പത്രക്കാർ ചോദിച്ചു എന്തുകൊണ്ട് ആ കാലത്താണ് BSNL എന്തുകൊണ്ട് മൊബൈൽ രംഗത്തേക്ക് വരുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഞങ്ങളതിന് എല്ലാ വിധത്തിലും തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ പൊളിറ്റിക്കൽ വാജ്പേയി ഗവൺമെൻറ്റാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ചില പൊളിറ്റിക്കൽ ഡിസിഷൻസ് വേണം ഞങ്ങൾക്ക് അതിലേക്ക് വരാൻ, ഗവൺമെൻറ്റിൻ്റെ കമ്പനി ആയതുകൊണ്ട്. അത് പറഞ്ഞ് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പേ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തെ ആസാമിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടാണ് ആ ഗവൺമെൻറ് അതിന് പകരം പറ്റിയത്. അതാണ് സ്ഥിതി. അതിനുശേഷം 2002 വന്ന് BSNL മൊബൈൽ രംഗത്തേക്ക് വന്നപ്പോൾ BSNL ആദ്യം തന്നെ ചെയ്തത് ഇൻകമിംഗ് കോളുകൾ ഫ്രീ ആക്കുക എന്നതാണ്. ഒറ്റ ഇൻകമിംഗ് കോളിനും 1 രൂപ പോലും 10 പൈസ പോലും ചാർജ് ചെയ്യാതെ BSNL രംഗത്ത് വരികയും നിങ്ങൾക്കറിയാം മാനാഞ്ചിറ മുതൽ കോട്ടപ്പുറം ഹോസ്പിറ്റൽ വരെ നീണ്ട ക്യൂ നിന്നുകൊണ്ട് BSNLൻ്റെ സിമ്മിന് വേണ്ടി ആളുകൾ നിന്നിരുന്ന ഒരു കാലം. അതിനുശേഷമുള്ള ഡെവലപ്മെൻറ്റ് 3Gക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്തു. 3Gക്ക് വേണ്ടി സമരം ഞങ്ങളുടെ മേഖലയിൽ 2007 ശേഷം നടന്നിട്ടുള്ള ഒരു സമരവും ഞങ്ങളുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല. ഈ പൊതുമേഖലാ സ്ഥാപനത്തെ രക്ഷിക്കാനും ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് ജനങ്ങൾക്ക് ഉപകാരമാകുന്നതിൽ അപ്ഗ്രേഡ് ചെയ്യാനുമുള്ള സമരങ്ങളായിരുന്നു നടത്തിയത്. 2003 ഞങ്ങൾ വീണ്ടും സമരം ചെയ്തു. 2003 സമരം ചെയ്തതിൻ്റെ ഫലമായിട്ട് തന്നെ 3Gക്ക് വരികയാണ്. ആ സമയത്താണ് നിങ്ങൾക്കറിയാം മാരൻ ദയാനിധിമാരനും രാജ്യവും തമ്മിലുള്ള ഇഷ്യൂവുമായി ബന്ധപ്പെട്ട 4.5 കോടിയിലെ GSM ടെൻഡർ, ആഗോള ടെൻഡർ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് അപ്പോഴും ഗവൺമെൻറ് BSNLനെ തളർത്തിയിടാൻ ശ്രമിച്ചത്. നടന്നിട്ടുള്ള ഞങ്ങളുടെ മേഖലയിൽ നടന്നിട്ടുള്ള വലിയൊരു പ്രക്ഷോഭം, ഓഫീസർമാരടക്കമുള്ള ആളുകളുടെ പ്രക്ഷോഭഫലമായിട്ട് ആ GSM ടെൻഡർ ഭാഗികമായി പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ആ ഒരു ബലത്തിലാണ് ഇന്നും ഈ സ്ഥാപനം നിൽക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആ സമരം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ നേട്ടമായി ഞങ്ങൾ കാണുന്നത്. ഒരു തരി ഷെയർ പോലും വിൽക്കാതെ ഈ സ്ഥാപനത്തെ സംരക്ഷിച്ച് നിർത്താൻ ഞങ്ങൾക്ക് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും പ്രയാസങ്ങളുണ്ട്. ഞങ്ങൾ എന്താ പറയുക മെലിഞ്ഞിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇന്നും കേന്ദ്ര ഗവൺമെൻറ് ഒരു തരി ഷെയർ പോലും വിൽക്കാൻ സമ്മതിക്കാതെ നിന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഞങ്ങളുടെ പോരാട്ടം തന്നെയാണ് അതിൻ്റെ ഫലം. നിങ്ങളുടെ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ ഷെയറുകൾ ഗവൺമെൻറ് പല സമയത്തായി ഇപ്പോൾ 3%, 4% വിൽക്കാൻ പോകുന്നു. നിങ്ങളുടെ മേഖലയിൽ വേറൊരു സാധനങ്ങൾ വരാൻ പോകുന്നു എന്ന് പറയുമ്പോഴാണ് ഞങ്ങളുടെ മേഖലയിൽ നടപ്പാക്കിയ ആ വിഷയം ഞങ്ങൾ ഞെട്ടലോടെ ഓർക്കുന്നു. നിങ്ങളുടെ മേഖലയിൽ ഇൻഷുറൻസ് പോർട്ടബിലിറ്റി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കൃഷ്ണനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ നമ്പർ പോർട്ടബിലിറ്റി എന്നൊരു സംവിധാനം ഞങ്ങളുടെ മേഖലയിൽ വന്നു. കുറച്ചു കാലം ഞങ്ങൾക്ക് ഗുണകരമായ മെച്ചങ്ങൾ കിട്ടി. ഞങ്ങളുടെ മേഖലയ്ക്കാണ് ഇന്നാണ് അധികം വന്നത്. പിന്നീട് വന്നത് പോർട്ട് ഔട്ട് എന്ന ലെവലിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ ഞങ്ങൾ സമരം ചെയ്യുമ്പോഴൊക്കെ ഉന്നയിക്കുന്നൊരു ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് 4G വേണം, 5G വേണം എന്നുള്ളത്. നിങ്ങളോട് പറയാം, ഞങ്ങൾക്ക് 4G കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 4G സ്പെക്ട്രം ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അതുമായി മുന്നോട്ട് പോകുമ്പോൾ, BSNL അതുമായി മുന്നോട്ട് പോകുമ്പോൾ, ഇതിനകത്ത് പറഞ്ഞ നമ്മൾ ഗ്ലോബൽ ടെൻഡറൊക്കെ വിളിച്ച് മുന്നോട്ട് പോകുമ്പോൾ ടെൻഡറിൽ വന്നത് ചൈനീസ് കമ്പനിയായിരുന്നു. ഉടനെ ഒരു പരാതി വരികയാണ്, ഒരു ചെറിയൊരു പരാതി, സാധാരണകളിൽ നെഗ്ലക്റ്റ് ചെയ്യേണ്ട ഒരു പരാതി കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു. ചൈന ഇന്ത്യയുടെ ശത്രുവാണ്. ചൈനയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല, ഇവിടെ ഉണ്ടാക്കണം സാധനം. ഇവിടെ ഉണ്ടാക്കിയ തദ്ദേശീയമായി ഉത്പാദിച്ച ഉപകരണങ്ങൾ കൊണ്ട് മാത്രമേ BSNL സേവനം നൽകാൻ പറ്റൂ. ബാക്കിയുള്ള ഒരു കമ്പനികളോടും പറയാത്ത ഒരു വിഷയം ഞങ്ങളോട് പറയുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഈ സാധനം ഇതുവരെ ആരും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. കോവിഡ് കാലത്തും കാര്യങ്ങളൊക്കെ വന്ന സമയത്താണ് ടാറ്റ പറയുന്നത് കുറച്ച് പൈസ ഞങ്ങൾക്ക് കടമായി തരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് സഹായിക്കുകയാണെങ്കിൽ ഞങ്ങളൊന്ന് സഹായിച്ചു നോക്കാം. ഇപ്പോൾ ടാറ്റ അതിൻ്റെ പരീക്ഷണം പൂർത്തിയാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് പ്രകാരം
BSNL ഈ ഓഗസ്റ്റോട് കൂടി അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി 4G സേവനത്തിലേക്ക് വരും. അത് അതിൻ്റെ ഫുൾ ഫ്ലഡ്ജ് സംവിധാനത്തിലേക്ക് വരണമെങ്കിൽ ഇനിയും മാസങ്ങൾ പിടിക്കും, 1.5 കൊല്ലത്തോളം പിടിക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ടവറുകളൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. പുതുതായിട്ട് ഉണ്ടാക്കുന്ന ടവറുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ BSNL 4G സംവിധാനം ഉണ്ടാക്കാൻ പറ്റൂ എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഈ സംവിധാനം നിലനിൽക്കുമ്പോൾ BSNL എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒരു കാലത്ത് 48% മാർക്കറ്റ് ഷെയർ ഉള്ളായിരുന്ന ഒരു കമ്പനി ഇന്ന് 10-ൽ താഴേക്കായി മാറുന്നു. ഈ 48-ലേക്ക് വരുന്നത് റിലയൻസിൻ്റെ ജിയോ എന്ന സംവിധാനമാണ്. ഇതാണ് ഞങ്ങളുടെ സ്ഥിതി. ഞങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്ന BSNLൻ്റെ സിമ്മുള്ള ആളുകളൊക്കെ ചില സ്ഥലത്ത് ചെന്ന് പോകും. ഇങ്ങനെ കറങ്ങുമ്പോൾ നമ്മളൊക്കെ ഒരു നോട്ടം, അല്ലെങ്കിൽ നമ്മളെയൊക്കെയുള്ള ആളുകളെ കാണുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് നോക്കും. ഇതൊരു പുച്ഛഭാഗത്തോടെ കൂടി കാണും. ഇപ്പോൾ അതിനാണല്ലോ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാവരും. അപ്പോൾ ഈ ടവറുകൾ അപ്ഗ്രേഡ് ചെയ്യുകയും, ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് ഇത്രയ്ക്ക് പ്രതിസന്ധി ഉണ്ടായിട്ടും ഞങ്ങളോടൊപ്പം നിൽക്കാൻ ഇപ്പോഴും 10% ആളുകളുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ പൊതുമേഖലയ്ക്ക് ഞങ്ങൾ നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ ബലം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അധികം നീട്ടുന്നില്ല. BSNL ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഇന്ത്യ രാജ്യത്ത് വന്നാൽ ഒരു സംശയവും വേണ്ട, ഒരു 4G കിട്ടിക്കഴിഞ്ഞാൽ ആരുടെ 5Gയേക്കാളും 6Gയേക്കാളും കോമ്പീറ്റ് ചെയ്യാവുന്ന മേഖലയായി ഞങ്ങൾ മാറും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് സംശയമില്ല. കാരണം ഇവൻ്റെ 4Gയോട് ഇപ്പോഴും ഞങ്ങൾ മത്സരിച്ച് നിൽക്കുന്നത് ഞങ്ങളുടെ 2Gയും 3Gയുമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു 4G അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ, 4Gൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകയാണെങ്കിൽ BSNL വീണ്ടും വലിയൊരു കമ്പനിയായി അല്ലെങ്കിൽ വലിയ ഇന്ത്യയുടെ അഭിമാനമായി നിൽക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് സംശയമില്ല. BSNLനെ ഗവൺമെൻറ് വിൽക്കാനൊന്നും പോകുന്നില്ല. അതും ഞങ്ങൾക്കറിയാം. BSNL വിൽക്കുകയാണെങ്കിൽ ഇതിന് മുമ്പ് തന്നെ വിൽക്കാമായിരുന്നു. BSNLനെ ഗവൺമെൻറ്റിന് ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ നടന്നിട്ടുള്ള പല പ്രശ്നങ്ങളും. ഇപ്പോൾ നാഷണൽ കലാമിറ്റീസ് വരുന്നുണ്ട്. ഇപ്പോൾ ഒഡീസയിൽ ട്രെയിൻ ദുരന്തം വന്നു, ഇവിടെ നിപ്പ വന്നു, കോവിഡ് വന്നു. ഈ സമയത്ത് മുഴുവൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, നിപ്പ വന്ന സമയത്ത് പേപ്പറിലൊക്കെ ഒരു ഫോട്ടോ വന്നിരുന്നു. ഞങ്ങളുടെ ഒരു BSNLൻ്റെ ഒരു ജീവനക്കാരൻ PPE കിറ്റ് ധരിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് കയറിയത് രംഗം പേപ്പറിൽ വന്നതാണ്. അന്ന് PPE കിറ്റ് എങ്ങനെ ധരിക്കുക എന്നുള്ളത് ആരോഗ്യരംഗത്തുള്ളവർക്ക് പോലും അറിയാത്ത സമയത്താണ് അയാൾ അതിന് ധൈര്യം കാണിച്ചത്. കാരണം ടെലികമ്മ്യൂണിക്കേഷൻ രംഗമില്ലെങ്കിൽ, അവിടെ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റികൾ ഇല്ലെങ്കിൽ ഇത് നടക്കില്ല എന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ അവിടെ എല്ലാവിധത്തിലും സജ്ജമാക്കാൻ ഞങ്ങൾ തയ്യാറായി. ചെന്നൈയിൽ പ്രളയം വന്നപ്പോൾ, കേരളത്തിൽ പ്രളയം വന്നപ്പോൾ, ഗുജറാത്തിൽ ഭൂകമ്പം വന്നപ്പോൾ ഒരു പൈസയും വാങ്ങാതെ ജനങ്ങളെ സേവിച്ചത് BSNL-ആണ്. ഇപ്പോഴും അത് ഗവൺമെൻറ്റിന് ആവശ്യം. ആ വകുപ്പ് തന്നെ BSNL-ന് 38,000 ചില്ലാൻ കോടി ഈ ഗവൺമെൻറ് തരാനുണ്ട്. അത് മാത്രം കിട്ടിയാൽ മതി ഞങ്ങൾ രക്ഷപ്പെടാം. ആ സമയത്താണ് നിങ്ങളൊക്കെ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവുക BSNL-ന് 1ാം പാക്കേജ്, 2ാം പാക്കേജ്, 3ാം പാക്കേജ് എന്ന് പറഞ്ഞിട്ട് കോടികൾ ഇങ്ങനെ ഒഴുക്കിയിട്ടുള്ളത്. ഞങ്ങൾ കണക്കൂട്ടിയ സമയത്ത് ഏകദേശം 4.5 കോടിയോളം രൂപ, 4 ലക്ഷം കോടിയോളം രൂപ BSNL ഗവൺമെൻറ് പല വിധത്തിൽ തന്നിട്ടുണ്ട്. ഇതിൽ ഒരു പൈസയും ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. 2ാമത്തെ പാക്കേജിൽ ഒരു 20,000 കോടി രൂപ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വലിയൊരു വർക്ക് ഫോഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഏകദേശം 1.5 ലക്ഷത്തോളം അല്ലെങ്കിൽ 2 ലക്ഷത്തോളം ആളുകളുണ്ടായിരുന്നു. ഈ വർക്ക് ഫോഴ്സിനെ വെച്ചുകൊണ്ട് BSNL-ന് ഗവൺമെൻറ് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നുള്ളത് അത് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് വെച്ചുകൊണ്ട് VRS-ന് വേണ്ടിയിട്ടായിരുന്നു 80,000-ഓളം ആളുകളെ പുറത്തള്ളാൻ വേണ്ടി ഗവൺമെൻറ് ഞങ്ങളെ സഹായിച്ചു. അല്ലെങ്കിൽ BSNL-ന് 80,000-ഓളം ആളുകളെ പുറന്തള്ളിക്കൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഏകദേശം 80,000-ഓളം ആളുകളേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ വീര്യം കുറഞ്ഞിട്ടില്ല. ഈ BSNL-നെ ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതിന് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ വലിയ സപ്പോർട്ട് നിങ്ങൾ തീർച്ചയായും ഈ സമ്മേളനത്തിൽ നിങ്ങൾ തീർച്ചയായും BSNL അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ അധികം നിർത്തുകയാണ്. ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും BSNL എംപ്ലോയീസിൻ്റെ ഭാഗത്ത് നിന്ന് അർപ്പിച്ചുകൊണ്ട് വേദിയിലിരിക്കുന്ന വർഗ ബഹുജന സംഘടനയുടെ നേതാക്കളെ, സഹാക്കളെ, ആദ്യമായി LIC എംപ്ലോയീസ് യൂണിയൻ്റെ 51ാം വാർഷിക സമ്മേളനത്തിന് കേരള സ്റ്റേറ്റ് ജനറൽ ഇൻഷുറൻസ് എംപ്ലോയീസ് യൂണിയൻ്റെ ഊഷ്മളമായ ആശംസകളും അഭിവാദ്യവും അർപ്പിച്ചുകൊള്ളട്ടെ. LICയെ പോലെ തന്നെ സമാന മേഖലയിൽ ആയതുകൊണ്ട് GIC, ഞാൻ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, പേര് പുരുഷോത്തമൻ. സമാനമായ മേഖല ആയതുകൊണ്ട് തന്നെ ഞങ്ങളും ഈ പറഞ്ഞ പോലെ BSNL പോലെ പറഞ്ഞ പോലെ തന്നെ അതീവ സമാന ദുഃഖിതർ തന്നെയാണ്.
ഞങ്ങളിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ പരിഷ്കാരം, അശാസ്ത്രീയമായ രീതിയിലൊരു പുതിയ പരിഷ്കാരമാണ് DFSൻ്റെ പുതിയൊരു പരിഷ്കാരമാണ് KPI, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒക്കെ എന്താ പറയുക സാലറി, വേജ് റിവിഷൻ, പിന്നെ ഇൻസെൻറ്റീവ്, അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ്, ഇതൊക്കെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യാൻ പോകുന്ന പറയപ്പെടുന്നത്. ഓഫീസുകളിലാണെങ്കിൽ അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ സംവിധാനം നടപ്പാക്കിയതുകൊണ്ട് എന്നും തിരക്കും ആളുകൾ കസ്റ്റമറായിട്ട് ഫുൾ ബഹളവും കാര്യങ്ങളൊക്കെയാണ്. ഇതിനൊരു അറുതി വരുത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് ഏപ്രിൽ 17 തുടങ്ങിയാണ് ഈ സംവിധാനം. 2 മാസമായിട്ടും ഇതേ രീതിയിൽ തന്നെ അതേ രീതിയിൽ തന്നെ നിലനിൽക്കുകയാണ്. ഒരു പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരൻ്റെയോ അല്ലെങ്കിൽ ഒരു ബൈക്കുകാരൻ്റെയോ ക്ലെയിം കിട്ടണമെങ്കിൽ മാസങ്ങളോളം കാത്തു കെട്ടി കിടക്കുക. ഓഫീസിൽ ഞങ്ങൾ തയ്യാറാക്കുന്ന സംവിധാനങ്ങൾ അത് ആറോയിലാണ്. ഇപ്പം എറണാകുളം ആറോ ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ ക്ലെയിമിൻ്റെയും സംഗതികൾ ആളുകളിലേക്ക് എത്തുന്നത്. അതിന് മാസങ്ങളോളം പിടിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സംവിധാനം ഓട്ടോമേഷൻ ക്ലബ്ബ് എന്നുണ്ട്, ഈ ഓഡി ക്ലബ്ബ് എന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക, നമ്മുടെ കോർപ്പറേറ്റ് ഏജൻസിന് വേണ്ടിയിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. അവിടെയാണെങ്കിലോ ഈ മാരുതി, കിയ, ഹുണ്ടായി, അതുപോലെ തന്നെ ഈ കോർപ്പറേറ്റ് ഏജൻസികളിലുള്ള വർക്ക് ചെയ്യുന്ന ആളുകളുടെ കോർപ്പറേറ്റ് ഏജൻസി എടുത്ത് വർക്ക് ചെയ്യുന്നതാണ്. അവർക്ക് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള മാനദണ്ഡവും ഇല്ലാതെ ക്ലെയിമിൽ പാസ്സാക്കി കൊടുക്കുന്നു. അവിടെയാണ് ഓഡിറ്റിംഗ് ഇല്ല. എന്തൊരു തോന്നിയാസമാണ്. പാവപ്പെട്ട ഒരു ബൈക്കോ ഒരു ഓട്ടോറിക്ഷ സംവിധാനം അവന് വേണ്ടിയിട്ട് അവൻ മാസങ്ങളോളം അവൻ്റെ അക്കൗണ്ടിൽ ആ ക്ലെയിമിൻ്റെ എമൗണ്ട് എത്താൻ മാസങ്ങളോളം അവൻ കാത്തു കെട്ടി കിടക്കേണ്ട അവസ്ഥയാണ്. ഈ ഒരു സംവിധാനത്തിന് എത്രയും പെട്ടെന്നൊരു അറുതി കണ്ടില്ലെങ്കിൽ BSNL പോലെ തന്നെ എന്താ പറയുക വെടക്കാക്കി തനിക്കാക്കി എന്നുള്ള സംവിധാനമാണ് ഇപ്പോൾ നമ്മളെ ഭരിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 20 കോടിയിലധികം പ്രീമിയം വേണ്ട സ്ഥാനത്ത് പ്രീമിയം ഉള്ള ഓഫീസുകളിൽ കൂടുതൽ ജീവനക്കാർ ആവശ്യമാണ്. ആ സ്ഥലത്ത് ജീവനക്കാരില്ല. അതേസമയം പ്രീമിയം ഇല്ലാത്ത സ്ഥലത്ത് എത്രയോ ജീവനക്കാർ അധികവുമാണ്. ഇതുവരെ അതിനൊരു സംവിധാനവും കമ്പനി കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുതാപരം. അതുപോലെ തന്നെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെറ്റിക്കേഷൻ സംവിധാനമുണ്ട് ഓഫീസുകളിൽ. അതുപോലും എടുത്തു കളഞ്ഞു. അതെടുത്തു കളഞ്ഞിട്ട് ഇപ്പോൾ നമ്മളൊക്കെ തന്നെ ഓഫീസുകളുടെ ആവശ്യങ്ങൾക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് സംവിധാനം കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഈ ബില്ലും കാര്യങ്ങളൊക്കെ എറണാകുളം ആറോയിലേക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഓരോരുത്തരെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ സ്റ്റാഫിനും ബേസ് ചെയ്തുകൊണ്ട് പെറ്റി ക്യാഷ് ആദ്യം മാനേജറുടെ പേരിൽ വരും, പിന്നെ സെക്കൻഡ് ഓഫീസറുടെ പേരിൽ വരും, പിന്നെ ക്ലാസ് 3-4 ജീവനക്കാരൻ്റെ പേരിൽ വരിക. ഇങ്ങനെയുള്ള നയങ്ങളാണ്. എവിടുത്തെ സംവിധാനമാണെന്നുള്ളത് ഒന്നും ആലോചിച്ച് മനസ്സിലാവുന്നില്ല. വളരെ നല്ല രീതിയിൽ ആളുകൾ ക്ലെയിം നൽകിക്കൊണ്ടിരുന്ന, ആർക്കും പരാതിക്കിടയില്ലാത്ത വിധം നൽകിക്കൊണ്ടിരുന്ന സംവിധാനമായിരുന്നു ഞങ്ങളുടേത്. അതിനെല്ലാം തകിടം മറിച്ചു. ഇപ്പം ഒന്നും പറയേണ്ട, എല്ലാ ദിവസവും കസ്റ്റമേഴ്സിൻ്റെ ബഹളമാണ് ഓഫീസിൽ കയറി വന്നിട്ട്. അടുത്തിടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഓഫീസിൽ തീയിടും. ഇതൊക്കെ പറഞ്ഞാൽ എന്താ സ്ഥിതി? എല്ലാ സംവിധാനവും മാറ്റി മറിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത്രയും പെട്ടെന്ന് ഇതിനൊരു അറുതി വരുത്തുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചോളം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, സമാന മേഖലയിൽ നിൽക്കുന്ന എന്താ പറയുക, ഈ ധനകാര്യ മേഖല, പൊതുമേഖലയിൽ നിൽക്കുന്ന സമാനമായി നിൽക്കുന്ന എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണമെന്ന് ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ്. കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഈ 54 വാർഷിക സമ്മേളനത്തിന് ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സഹബാഹുലേയൻ, വേദിയിലിരിക്കുന്ന സംഘടനയുടെ അഖിലേന്ത്യാ സോണൽ നേതാക്കളെ, സഹാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും അതോടൊപ്പം തന്നെ നമ്മുടെ 51ാം വാർഷിക സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനവും ഇവിടെ പൂർത്തിയാവുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി തന്നെ പറയട്ടെ, നമ്മുടെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം എന്നുള്ള രീതിയിൽ ഇന്ന് നടന്ന ഈ പൊതുസമ്മേളനത്തിൽ 450-ൽ പരം സഖാക്കളും അതുപോലെ തന്നെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റു വിവിധ സംഘടനകളിലെ ജീവനക്കാരും പങ്കെടുത്തു എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ 26 യൂണിറ്റിലെയും നമ്മുടെ സഖാക്കളും അതുപോലെ തന്നെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ജീവനക്കാരും, ക്ലാസ് 1 ഓഫീസർമാർ, ഡെവലപ്മെൻറ്റ് ഓഫീസർമാർ, നമ്മുടെ തന്നെ ഈ സംഘടനയെ വളർത്തിയ പെൻഷനേഴ്സ് സഖാക്കൾ എല്ലാവരും തന്നെ ചേർന്നാണ് ഈ ഒരു പൊതുസമ്മേളനം പമ്പിച്ച് വിജയകരമാക്കിയത്. എല്ലാവർക്കും LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ്റെ നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തുകയാണ്.
നമ്മുടെ ഈ 51ാം വാർഷിക സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സഖാവ് ടി പി രാമകൃഷ്ണൻ MLA ആണ്. അദ്ദേഹം CITUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്. സർവോപരി നമ്മുടെ കോഴിക്കോട് ഡിവിഷനെ സംബന്ധിച്ചോളം 90കളിൽ നമ്മുടെ ഇൻഷുറൻസ് സംരക്ഷണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മുന്നോട്ട് നയിച്ച ഒരു മഹത് വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തിന് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയത് നമ്മുടെ ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ മുൻ ജനറൽ സെക്രട്ടറി K വേണുഗോപാൽ ആണ്. അദ്ദേഹത്തിന് LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ LIC ഓഫ് ഇന്ത്യ കോഴിക്കോട് ഡിവിഷൻ്റെ അമരക്കാരൻ നമ്മുടെ സീനിയർ ഡിവിഷൻ മാനേജർ ശ്രീ അജീഷ് B സംസാരിച്ചു. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. സാന്നിധ്യം കൊണ്ട് നമ്മുടെ സോണൽ ഫെഡറേഷൻ്റെ നേതാക്കളായ സോണൽ ഫെഡറേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി സഖാവ് RK ഗോപിനാഥ്, അതുപോലെ തന്നെ സോണൽ ഫെഡറേഷൻ്റെ ട്രഷറർ സഖാവ് S യുസുബ്രഹ്മണ്യൻ വേദിയിലുണ്ടായിരുന്നു. അവരെയും LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻറ്റും സൗത്ത് സോൺ ഇൻഷുറൻസ് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് കൂടിയ നമ്മുടെ സ്വന്തം PP കൃഷ്ണൻ നമ്മളോട് അഭിസംബോധന ചെയ്തു. അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓൾ ഇന്ത്യ ഇൻഷുറൻസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സഖാവ് കുഞ്ഞീഷ്ണേട്ടൻ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. അദ്ദേഹത്തിനും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും സംഘടനയുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സഹോദര സംഘടനാ നേതാക്കളായ സഖാവ് PC സജീഷ് കുമാർ, അദ്ദേഹം സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരുടെ സംഘടന FSC2ൻ്റെ പ്രതിനിധിയായി പങ്കെടുത്തു. കോൺഫെഡറേഷൻ സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാരുടെ പ്രതിനിധിയായിട്ട് സഖാവ് R ജൈനേന്ദ്രകുമാർ, ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതാവ് സഖാവ് M മോഹനൻ, BSNL എംപ്ലോയീസ് യൂണിയൻ്റെ നേതാവ് സഖാവ് PP സന്തോഷ് കുമാർ, KSGIU നമ്മുടെ ജനറൽ മേഖലയുടെ നമ്മുടെ സംഘടനാ പ്രതിനിധിയായ KSGIUവിൻ്റെ സഖാവ് K പുരുഷോത്തമൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. അദ്ദേഹത്തിനും എല്ലാവർക്കും LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. സാന്നിധ്യം കൊണ്ട് നിരവധി LICPയുടെ നേതാക്കൾ ഇവിടെയുണ്ട്. സഖാവ് KKC പിള്ള, അതുപോലെ തന്നെ LICPയുടെ പ്രസിഡന്റ് CA മാമൻ, നമ്മുടെ മുൻ നേതാക്കൾ ഇപ്പോൾ LICPയുടെ ഭാരവാഹികൾ കൂടിയായിട്ടുള്ള സഖാവ് ഭാസ്കരേട്ടൻ, സഖാവ് MKB, സഖാവ് കാസ്മിക, നാരായണേട്ടൻ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. നിരവധി നമ്മളെ മുന്നോട്ട് നയിച്ച നിരവധി സഖാക്കൾ ഇവിടെയുണ്ട്. അവരേവർക്കും LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സമ്മേളനം ഞാൻ ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തി കഴിഞ്ഞു. AAPയുടെ നേതാക്കൾ സഖാവ് ജഗദീഷ് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ 26 യൂണിറ്റുകളിൽ നിന്നുള്ള നമ്മുടെ സഖാക്കൾ, പെൻഷൻ സഖാക്കൾ, ദിവസക്കൂലി അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ, LIC ക്ലാസ് 1 ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ അംഗങ്ങൾ, ക്ലാസ് 2 ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ അംഗങ്ങൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സമ്മേളനം വിജയിപ്പിക്കാനായി വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുകയുണ്ടായി. നിരവധി കമ്മിറ്റികൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവരെല്ലാം ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ നമുക്ക് ഈ പൊതുസമ്മേളനം വിജയിപ്പിക്കാൻ പറ്റിയത്. റിസപ്ഷൻ, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ട്, ഫുഡ്, രജിസ്ട്രേഷൻ, വെന്യൂ, പബ്ലിസിറ്റി തുടങ്ങിയ നിരവധിയായ കമ്മിറ്റികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. സിറ്റി ബേസ് യൂണിറ്റിലെയും അതുപോലെ തന്നെ സബർബൻ ബ്രാഞ്ചിലെ സഖാക്കളും അതിൽ പങ്കുവച്ചിട്ടുണ്ട്. അവർക്കും നിങ്ങൾ ഓരോരുത്തരുടെ പേര് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ ഈ ഹാളിലും അതുപോലെ തന്നെ മുകളിലെ ഹാളിലും, നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ ഏകദേശം മുകളിൽ ഈ ഹാളിൽ 250ഓളം ആളുകളും മുകളിൽ 225 പേരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ സമ്മേളനം വിജയിപ്പിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സൗണ്ട് സിസ്റ്റം നൽകിയ ബിന്ദു സൗണ്ട്സിനും അതുപോലെ തന്നെ ഇത് LED TV-യിൽ ഇത് മുകളിൽ പ്രക്ഷേപണം ചെയ്യുന്നത് അതിന് ജിഷിൻ ആൻഡ് ടീമിനും LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം.